അപ്പം മമ്മൂട്ടി എന്തിനാണ് ഇദ്ദേഹത്തിനെ കൊണ്ടു നടക്കുന്നത്? മമ്മൂട്ടിൻ്റെ പല സാധനം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അല്ലാതെ ഇത്രയും പാർട്ടി ഇപ്പോൾ പാർട്ടിയിൽ ഇവന് ഒരു ആക്സസും ഇല്ല. മമ്മൂട്ടി അതിന് മാത്രം പോകാം. അയാൾ പാവം മനുഷ്യനല്ലേ? അല്ല, പാവം മനുഷ്യൻ തന്നെ. പക്ഷെ ഒരാൾ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടു നടക്കേണ്ട വന്നാൽ കൊണ്ടു നടക്കേണ്ടവന് വരും. എക്സ്ട്രീം ഇസ്ലാമിസ്റ്റുകളുടെ അടുത്തുനിന്ന് നേരിട്ട പ്രശ്നങ്ങൾ. നീ മറുനാടലിൽ മുസ്ലിം വിരോധിയായ മറുനാടലിൽ പോയിട്ട് മുസ്ലിമായ മമ്മൂട്ടിക്കെതിരെ ഇന്റർവ്യൂ കൊടുത്തു. മുസ്ലിമായ ഷർഷാദ് മമ്മൂട്ടിക്കെതിരെ ഇന്റർവ്യൂ കൊടുത്തു. മനസ്സിലായില്ലേ? അത് തെറ്റ്, നമ്പർ 1 തെറ്റ്. രാജേഷ് ഇടപെട്ടുന്ന പ്രശ്നം തീർന്നു. അപ്പം അന്ന് മുതലാണ് ഇവരാരാണ് എന്താണ് എന്നുള്ളത്. അതായത് ഇപ്പം അവർ പറയുന്നുണ്ട്, അവർ വർഷങ്ങൾ മുമ്പ് ഇപ്പം മമ്മൂട്ടി അടക്കം പറഞ്ഞെന്നാണ് പറയുന്നത്, +2 പഠിക്കുന്ന കാലത്ത് മുതൽ റത്തീനെ അറിയാം. അതൊക്കെ ഇപ്പം എന്ത് വേണമെങ്കിൽ പറയാലോ, അടിസ്ഥാനമായിട്ട് പ്രൂഫാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് റെഡിയാവും, ഭക്ഷണം കഴിക്കാൻ. അതൊക്കെ കഴിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി. പക്ഷേ ഇവർ ഡ്രസ്സ് പോലും എടുക്കാൻ സമ്മതിച്ചില്ല. ഒരു സെറ്റ് എടുത്താൽ മതി, നീ നാളെ രാത്രി ഇവിടെ എത്തും. നാളെ രാത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഞാനാണ് ഇവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തത്. വേണ്ട, ആന്ധ്ര നിങ്ങൾ സഹായിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവർ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഇരിക്കണ്ടേ. ഏറ്റവും പുറകിലത്തെ റോലാ ഞാൻ ഇരിക്കുന്നത്. ഏറ്റവും പുറകിലത്തെ റോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കണം. ജയിലിൽ അങ്ങനെ കുഴപ്പമില്ലാതെ പോയി. അതെ, സൗഹൃദം ഒന്നും ഉണ്ടായില്ല. ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാള്. പിന്നെ ബാക്കിയുള്ളവരെല്ലാം വന്നും പോയില്ല. ഇവിടെ സൗഹൃദത്തിനൊന്നും പോയില്ല, ഒന്നും പോയില്ല. ആരും വിശേഷം ഒന്നുമില്ല. അതൊക്കെ കണക്ഷൻ ഉണ്ടാക്കി എടുക്കട്ടെ. ഞാനൊക്കെ അറിയുന്നത് ആഘോഷിച്ചത്. എത്ര രൂപ? 2 CR. 2 കോടി. അതെ. എന്നിട്ട് ആ കാശ് തിരിച്ചു കൊടുത്തില്ല. ഈ ഗോവിന്ദ മാഷ്ട മകൻ, അതെ, പാർട്ടി സെക്രട്ടറി മകൻ. ഗോവിന്ദ മാഷൻ പത്തനംതിട്ടയിലെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇവൻ കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ പറ്റില്ല. അവസാനം അദ്ദേഹം കാറിൽ കയറാൻ നേരത്ത് പോയി അറ്റംപ്റ്റ് നടത്തിയപ്പോൾ ഗവൺമെന്റ് തടഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവൻ ഷാമിനെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്, അച്ഛൻ്റെ അടുത്ത് എന്നെ കൂടിയും കേൾക്കാൻ ചെയ്യാ പറയൂ, എന്നെ കേൾക്കാണ്ട് എന്നെ അവോയ്ഡ് ചെയ്യാൻ ഉദ്ദേശമെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷന് പാർട്ടിക്ക് വേറെ സെക്രട്ടറി വരും എന്ന് പറഞ്ഞു. നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി മറുനാടൻ സംവദിക്കുന്നതിന് വേണ്ടി തുടങ്ങിയ പോഡ്കാസ്റ്റിന്റെ 3ാമത്തെ എപ്പിസോഡാണിത്. ഈ എപ്പിസോഡിൽ മറുനാടൻ പ്രേക്ഷകർക്ക് പരിചിതനായ ഒരു വ്യക്തി തന്നെയാണ് അതിഥിയായി എത്തുന്നത്. ഷർഷാദ്. ചെന്നൈയിലെ വ്യവസായി എന്ന പേരിൽ പത്രങ്ങളിൽ ഇടയ്ക്കിടെ വാർത്ത വരാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഷർഷാദ് ജയിലിലായതിന്റെ വാർത്തയാണ് നമ്മൾ കേട്ടത്. മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടൊരു വിവാദത്തിന്റെ പുറത്തായിരുന്നു ആദ്യം ഷർഷാദിന്റെ പേര് പുറത്തേക്ക് വന്നതെങ്കിൽ പിന്നീട് CPM-ന്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇദ്ദേഹത്തിന്റെ വാർത്തകൾ പുറത്തേക്ക് വന്നു. ഒരു കത്ത് വിവാദത്തിലെ നായകനായിരുന്നു. ഏറ്റവും ഒടുവിൽ ഷർഷാദ് നമ്മുടെ ഇടയിൽ ചർച്ചയായത് തട്ടിപ്പ് കേസിൽ പിടിയിലായി, അറസ്റ്റിലായി, ജയിലിലായി എന്ന് പറഞ്ഞാണ്. ആരാണ് ഈ ഷർഷാദ്? എന്തുകൊണ്ടാണ് ഷർഷാദ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്? എന്താണ് മമ്മൂട്ടിയുമായിട്ടുള്ള പ്രശ്നം? എന്താണ് P ശശിയും MV ഗോവിന്ദനുമൊക്കെ ഷർഷാദിനോട് ചെയ്തത്? ഷർഷാദിനെ എന്തിനാണ് അവർ ജയിലിൽ അടച്ചത്? നമുക്ക് വിശദമായി കേൾക്കാം. നമസ്കാരം. ആദ്യമേ തന്നെ ഷർഷാദ് ഒരു വ്യവസായിയാണോ? അല്ല, അത് വളരെ തെറ്റാണ്. കാരണം പിന്നെ എന്താണ് ഈ ഷർഷാദ് വ്യവസായി പത്രങ്ങൾ പറയുന്നത്? അത് മേ ബി എൻ്റെ പ്രൊഫൈലിൽ നിന്ന് അവർ എൻ്റർപ്രണർ എന്നുള്ള ഒരു ഇതെടുത്ത് കൺവേർട്ട് ചെയ്തതായിരിക്കാം. ഞാൻ എൻ്റർപ്രണർ എന്നാണ് എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ വെച്ചിരിക്കുന്നത്. വേറെ അതിലൊരു വളരെ പരിമിതമായ ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ പ്രൊഫൈൽ ടാഗിന്. അല്ല, എൻ്റർപ്രണർ ആണല്ലോ. എൻ്റർപ്രണർ ആണ്, പക്ഷേ ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ല. ഓഫ് കോഴ്സ് അല്ല. ഞാൻ അങ്ങനെ ഒരു വ്യവസായമോ ഒരു മാനുഫാക്ചറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പം എൻ്റെ സുഹൃത്തുക്കൾ വിളിക്കുന്ന അവിടെ വ്യവസായി എന്ന് പറഞ്ഞാൽ കർഷകരെന്നാണ്. കൃഷി ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അല്ല, നിങ്ങൾ മനഃപൂർവ്വം തട്ടിപ്പ് നടത്തുന്ന ഭാഗമായി നിങ്ങൾ വ്യവസായിയാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഇട്ടെന്ന് ഞാൻ നിങ്ങളുടെ ഒരു മുൻ ഭാര്യയുടെ ഒരു പോസ്റ്റ് കണ്ടു. ഇല്ല, ഞാൻ അവിടെ വ്യവസായി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെടുത്തും പിന്നെ ഒരു സ്ഥലത്തും ഞാനൊരു വ്യവസായി എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പാർട്ടിക്ക് കൊടുത്ത കത്തിലടക്കം പറയുന്നത് എൻ്റെ ലൈഫിൽ ഇങ്ങനെ തുടങ്ങിയതാണ്, ഇപ്പം ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതും ഇന്ന ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലാതെ വ്യവസായി എന്നുള്ളത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. പത്രങ്ങളുടെ ഒരു പത്രക്കാരെ അതെ, അവരുടെ അടുത്ത് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവസാന നിമിഷം അവരെ എന്നെ കണ്ടപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വ്യവസായി അല്ല, നിങ്ങൾ വ്യവസായി എന്ന് വിളിക്കല്ലോ, ഞാനൊരു വ്യവസായി അല്ല. പക്ഷെ വീണ്ടും അവരതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹാപ്പിയാ, നിങ്ങൾ വ്യവസായി പേരിലെങ്കിലും വ്യവസായി ആയല്ലോ. പക്ഷെ അതിൽ കാര്യമില്ലല്ലോ സാർ. കാരണം നമ്മളല്ലാത്തൊരു പ്രൊഫൈൽ വെച്ചിട്ട് അപ്പം ആൾക്കാർ തെറ്റിദ്ധാരണ കൂടുതലല്ലേ, നുണ പറയുകയാണെന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുകയാണെന്നുള്ളത്. അപ്പൊ എന്ത് ചെയ്യും ഷർഷാദ്? എന്ത് ചെയ്യുന്നു? ഞാൻ ആക്ച്വലി 2010 ബിസിനസ്സിലേക്ക് വരുന്നത്. അതുവരെ എംപ്ലോയ്മെന്റ് ആയിരുന്നു പല മേഖലകളിൽ. ഓക്കെ, 10 ബിസിനസ് തുടങ്ങുന്നത്. എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരുന്നത്? പല ലോജിസ്റ്റിക്സ് ഉണ്ടായിരുന്നു, ടെലികോം ഉണ്ടായിരുന്നു, അങ്ങനെ പല മേഖലകളിൽ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ പിന്നെ
അതായത് എൻ്റെ കരിയർ 1996 ഞാനൊരു സെയിൽസ്മാനായിട്ട് മാഹിയിലൊരു ടൈൽസ് ഷോപ്പിലാണ് എൻ്റെ കരിയർ തുടങ്ങുന്നത്. എന്ത് വിദ്യാഭ്യാസം? ഗ്രാജുവേഷൻ. അതെ. അപ്പം അങ്ങനെ 2010 അന്നത്തെ ഒരു സിറ്റുവേഷനിൽ നല്ലൊരു പാക്കേജൊക്കെ ഉള്ളൊരു ജോലിയാണെങ്കിലും ഞാൻ മുമ്പത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെതായ സമയപരിമിതികൾ കുറവും കാര്യങ്ങളൊക്കെ കൊണ്ട് ഫാമിലി അറ്റൻഷൻ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാനൊരു ബിസിനസ്സിലേക്ക് മാറുന്നത്. എപ്പോഴും യാത്രയും പ്രശ്നങ്ങളും, അപ്പം വീട്ടിലെ വൈഫിൻ്റെ ജോലി തടസ്സപ്പെടുന്നു, അവരുടെ സിനിമ വൈഫിന് സിനിമയൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടല്ലോ. അവർ പിന്നെ ഈവൻ അവരുടെ ഡിസൈനിങ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന തന്നെ കല്യാണം കഴിഞ്ഞ് 2006 തന്നെ അവർ ജോലിക്ക് കയറിയില്ല. 5 കല്യാണം കഴിഞ്ഞു, 6 തന്നെ ജോലിക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ബ്രേക്കായി പ്രഗ്നൻ്റ് ആയ സമയത്ത് 2008. പിന്നെ വീണ്ടും അവർ ഇത് കഴിഞ്ഞ സമയത്ത് ആ ഡിസൈനിങ് എന്നുള്ളത്, ആ ഡിസൈനിങ്, ഗ്രാഫിക് ഡിസൈനിങ്, മറ്റേ കാര്യങ്ങൾ അതങ്ങനെ മെറ്റർണിറ്റി ലീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അത് സിനിമയിലേക്ക് നേരെ പോകും. നിങ്ങളാണ് സിനിമ കണക്ട് ചെയ്ത് കൊടുത്തതെന്ന് തോന്നുന്നു. അതെ. അപ്പൊ എന്നിട്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ബിസിനസ്സിലേക്ക് വരുന്നു. അതെ. എന്ത് ബിസിനസ് നിങ്ങൾ ആദ്യം ചെയ്തത്? ബിസിനസ്സിലേക്ക് വന്നത് ഞങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ടിന്റെ ബിസിനസ്സാണ് ഞാൻ ആദ്യം ചെയ്തത്. എവിടെ? മാഹി ബേസ് ചെയ്ത് തന്നെ? അല്ലല്ല, ചെന്നൈ ബേസ്. അപ്പോഴത്തേക്ക് ചെന്നൈയിലേക്ക് പോയി? ഞാൻ ചെന്നൈയിൽ 99 മുതൽ ചെന്നൈയിലാണ്. ജോലിയും ചെന്നൈയിലായിരുന്നു. പിന്നെ അവിടെയാണ് കുറച്ച് പഠിച്ചതും. വൈഫ് അവിടെയാണ് ജോലി ചെയ്തിരുന്നത്? എല്ലാം ചെന്നൈയിലാണ്. അവരെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ട്രെയിനിൽ കണ്ട് പരിചയമാണ്. അങ്ങനെ നമ്മൾ ബന്ധായി. അവർ മദ്രാസ് യൂണിവേഴ്സിറ്റി അതൊക്കെ അങ്ങനെ. പിന്നെ ചെന്നൈയിൽ തന്നെയാണ് ജോലി ചെയ്തത്. ഇമ്പോർട്ട് എക്സ്പോർട്ട്, അതായത് പെൻഡ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് എൻ്റെ ആദ്യത്തെ കമ്പനി. അത് ഞാൻ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഞാനും ബാബു ഫഹദ് എന്ന് പറഞ്ഞ ആളും ചേർന്നിട്ട് 2008 പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് അത് ബിസിനസ് ഡെവലപ്പ് ആയപ്പോൾ അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ചൈനയിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നൊക്കെ പല ബിൽഡിംഗ് മെറ്റീരിയൽ സാധനങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്ന് സപ്പോർട്ട് മാർക്കറ്റ് ചെയ്യാന്നുള്ളൂ. അപ്പോൾ അന്നത്തെ ഒരു സമയത്ത് ഏകദേശം ഒരു 20-25 കോടിയെല്ലാം ടേൺ ഓവർ നടക്കുന്ന കമ്പനിയായിരുന്നു. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് മാറിയ സമയത്ത് കുറേ ചൈനയായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ 14 മാറിയതിൻ്റെ, പക്ഷേ അതിൻ്റെ എഫക്റ്റ് വരുന്നത് 16 മുതലാണ്, 16-17 മുതലാണ്. അപ്പോൾ ആ ബിസിനസ് പിന്നെ ഡൗൺ ആയി. ഇറക്കുമതി ഒഫീഷ്യലായിട്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല. പക്ഷേ ഈ ചൈനയായിട്ടുള്ള ഒരു ഇഷ്യൂസൊക്കെ വന്നല്ലോ നമ്മൾ അരുണാചൽ പ്രദേശ്. അപ്പോൾ ഇവർ അൺഒഫീഷ്യലി ഈ ചൈനക്കൊരു ഇത് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഈ കാർഗോ വന്നു കഴിഞ്ഞാൽ പോർട്ടിൽ ഡിലേ ആവുക, കണ്ടെയ്നർ വിട്ട് ടൈമ, കസ്റ്റംസിൽ ഡിലേ, അങ്ങനെയുള്ള പിന്നെ ഈ ആൻറ്റി ഡംപിങ് പോലത്തെ ഡ്യൂട്ടികൾ കൊണ്ടുവന്ന് ചില പ്രൊഡക്റ്റുകൾ ആൻറ്റി ഡംപിങ് അതൊക്കെ കെട്ടിക്കഴിഞ്ഞ് ഈ കോസ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ മാർക്കറ്റിൽ ബിസിനസ് പ്രോഫിറ്റബിലിറ്റി ഇല്ലാത്ത ഒരു ഇതിലേക്ക് വന്ന്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ മറ്റേ ഫെഡറൽ ബാങ്കിൻ്റെ ഇഷ്യൂസൊക്കെ തുടങ്ങുന്നത്. ഫെഡറൽ ബാങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു, അങ്ങനെ തുടങ്ങുന്നത്. എന്താണ് ഫെഡറൽ ബാങ്കിൻ്റെ ഇഷ്യൂ? ഫെഡറൽ ബാങ്കിൻ്റെത്, അതായത് ഫെഡറൽ ബാങ്കിൽ ഞങ്ങൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഫെഡറൽ ബാങ്കിൽ ഒരു ലോൺ എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ ബാബു ഫഹദ് കൂടാതെ വേറെ ഒരു ഡയറക്ടർ പാർട്ട്ണർ ഉണ്ടായിരുന്നു കമ്പനിക്ക്, ഒരു ദുബായ് ബേസ്ഡ് ബിസിനസ്സുകാരൻ. അയാൾ പ്രോപ്പർട്ടി വെച്ചും കൊണ്ടായിരുന്നു നമ്മൾ ആദ്യം ഇത് ലോൺ എടുക്കാൻ തീരുമാനിച്ചത്. കാരണം കമ്പനി ബിസിനസ് കൂടുതൽ വരുന്ന സമയത്ത് നമുക്ക് ബാങ്കിൽ ലിമിറ്റ് വേണം, ഈ LCയും കാര്യങ്ങളും അങ്ങനെയുണ്ട്. അങ്ങനെ അതിലേക്ക് പോയ സമയത്ത് പിന്നെ ഈ എൻ്റെ മുൻ ഭാര്യയുടെ അച്ഛൻ, അതായത് ഫാദർ ഇൻ ലോ, ഡെലിബറേറ്റ്ലി മുമ്പോട്ട് വന്നിട്ട് വോളണ്ടറിലി വന്നിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് മറ്റേ പാർട്ട്ണർ ഒഴിവായിക്കൂടെ, ഞാനിങ്ങനെ റിട്ടയർഡ് ആയിട്ട്. അപ്പോൾ അദ്ദേഹം 2013 ഞങ്ങൾ ലോൺ എടുക്കുന്നത്. 2013 അദ്ദേഹം പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിലാവുകയാണ്. അപ്പോൾ എനിക്കും എന്തെങ്കിലും വരുമാനമാവും, കാരണം അദ്ദേഹത്തിന് റിട്ടയർമെൻ്റ് ആയിട്ട് വരികയാണ്. അപ്പോൾ എനിക്കെന്തെങ്കിലും വരുമാനമാവും, പകരം നിങ്ങൾക്ക് എൻ്റെ പ്രോപ്പർട്ടി ഞാൻ തരാം, പിന്നെ അതുകൊണ്ട് എനിക്കെന്തെങ്കിലും തരണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് ആ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ എടുക്കുന്നതും കമ്പനി മുന്നോട്ട് പോകുന്നതും. പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി നാട്ടിൽ വന്നു, നമ്മളെ കമ്പനിയിൽ നിന്നുള്ള വരുമാനം വെച്ചും കൊണ്ട് പുള്ളി ആ പ്രോപ്പർട്ടിയിൽ ബിൽഡിംഗ് പണിത്, മുമ്പിൽ ഷോപ്പ് കടകളും എല്ലാം ഇവിടെ കാലിക്കറ്റ് ബിൽഡിംഗ് ഒക്കെ പണിത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു എഫക്റ്റ് വരും. ബിസിനസ് ഈ ഇമ്പോർട്ട് എഫക്റ്റ് ആയപ്പോൾ നമ്മളൊരു 80% ബിസിനസ് എന്ന് പറയുന്നത് ഇമ്പോർട്ട് റവന്യൂ ആയിരുന്നു. ആ ഇമ്പോർട്ട് നമുക്ക് നിന്നപ്പോൾ ബാങ്കിൽ പ്രശ്നങ്ങളായി. ആ പ്രശ്നങ്ങളായ സമയത്ത് ഞാൻ കേരള ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി പറഞ്ഞു ഒരിക്കൽ സാവകാശം കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നീട് അത് ഈ പ്രോപ്പർട്ടി അറ്റാച്ച്മെന്റ് അല്ല, സർഫാസി നോട്ടീസ് വന്നു. ഫസ്റ്റ് നോട്ടീസ് വന്നപ്പോൾ തന്നെ നമ്മൾ പിന്നെ ഇവിടെ പോയി. അപ്പം കോടതി എല്ലാം പരിശോധിച്ച് ഹൈക്കോടതി പറഞ്ഞു പിന്നെ
ഇവർ ഇത്രയും ഡീസൻ്റായിട്ട് നിങ്ങൾക്ക് ഇത്ര ഫോറക്സിൻ്റെ ബിസിനസ്സൊക്കെ തന്നിട്ടുണ്ട്. കാരണം ഇമ്പോർട്ട് ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഫോറക്സ് ഇത് ഡീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് സാവകാശം കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ഓർഡർ വന്നു. പിന്നെ നമ്മളടുത്ത് ഫർദർ സഹായത്തിന് വേണ്ടി DRT പോകാൻ പറഞ്ഞു. DRT പോയി. DRTയിൽ പോയി സ്വീകരിച്ചു. DRTൻ്റെ ഒരു 1% ഓഫ് എമൗണ്ട് കട്ടണം നമ്മൾ. അത് പേ ചെയ്തിട്ട് DRT ഞങ്ങൾക്ക് 2026, അതായത് അടുത്ത വർഷം 2026 ഡിസംബർ വരെ സാവകാശമുണ്ട് ലോൺ അടച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറച്ച് എമൗണ്ട് അടച്ചു പോയി. ആ സമയത്താണ് ഈ നമ്മുടെ ഇതിനിടെ മറ്റേ ബിസിനസ് നിർത്തിയോ പതിയെ? അല്ലല്ല, അത് സീറോ ഇതിലേക്ക് വന്നു. അത് കാരണം സാധനങ്ങൾ വിറ്റ് പോവുക പാർട്ണറോട് പിരിഞ്ഞു. പാർട്ട്ണറൊക്കെ ഉണ്ട്, കമ്പനിയുണ്ട്. പക്ഷെ അതൊരു ട്രേഡിംഗ് കമ്പനിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ കമ്പനി ഇനി എപ്പോഴെങ്കിലും പോളിസി മാറും. നമ്മൾ റിട്ടേൺസ് ഒക്കെ ഫയൽ ചെയ്തിട്ട് കമ്പനി ഇപ്പോഴും ലൈവിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് നമ്മുടെ ഈ അവതാരം പിന്നെ നമുക്ക് ഈ ഗോവിന്ദ മാഷിന്റെ മകൻ മുഖേന നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. അത് രാജേഷ് കൃഷ്ണ വരുന്നത്. അതെങ്ങനെയാണ്? അദ്ദേഹത്തെ പരിചയമില്ല. അല്ല, അദ്ദേഹത്തിന് ഡൽഹിയിൽ വെച്ചിട്ട് അതും ഒരു പരിചയം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഓവർ കോളിൽ ഒരു റെക്കമെൻഡേഷൻ, ഓവർ കോളിൽ ഒരു പാസ് കിട്ടാനുള്ള ഒരു റെക്കമെൻഡേഷൻ PK ബിജു. ഡൽഹി പാർലമെന്റിൽ പോകാൻ നേരത്ത് എന്ന് പറഞ്ഞ ഡൽഹിയിൽ പാർലമെന്റ് നിങ്ങൾ കാണാൻ പോകുന്നു. അതെ. അപ്പം പാസിന് വേണ്ടി നിങ്ങൾ പറഞ്ഞ ആ സംഭവം എന്ന് പറഞ്ഞു. അതായത് ഡൽഹിയിൽ പാർലമെന്റ് കാണാൻ പോയതല്ല ഞങ്ങൾ. ശരിക്കും എൻ്റെ മകന് റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ ഫാമിലി സഹിതം പോയി. പിന്നെ അതിന് മുമ്പ് ഡൽഹിയും പരിസര പ്രദേശത്തൊക്കെ പോയി കണ്ടതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എവിടെയും പോകാനില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും കാണണ്ടേ എന്നുള്ള രീതിയിൽ പാർലമെന്റ് കാണണമെന്നുള്ളൊരു ഇത് വന്നപ്പോൾ നമ്മൾ എൻ്റെ സുഹൃത്തായ ഷ്യാമിനെ ഞാൻ വിളിച്ചു. ഷ്യാമാണ് നമുക്ക് പൊളിറ്റിക്കലി കോണ്ടാക്ട് ഉള്ളു, വേറെ അങ്ങനെ മകൻ. പുള്ളി ഉടനെ തന്നെ അതിൻ്റെ വർഷങ്ങൾ മുമ്പ് പരിചയമുണ്ട്. പിന്നെ ഈ രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കും. പുള്ളിക്ക് നിങ്ങൾ ആധാർ കാർഡൊക്കെ കൊടുത്തേക്ക്, പുള്ളി ശരിയായി തരുമെന്ന് പറഞ്ഞു. പക്ഷേ രാജേഷ് വിളിച്ചില്ല. പകരം രാജേഷിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് PK ബിജുവിൻ്റെ സെക്രട്ടറി അനീർ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു. ഞാൻ രാജേഷ് പറഞ്ഞിട്ട് വിളിക്കുക UK നിന്ന്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ആധാർ ആരൊക്കെയാണോ വരാനുള്ളത്. അപ്പോൾ ഞാൻ, വൈഫ്, എൻ്റെ മൂത്ത മകൻ, രണ്ടാമത്തെ മകൻ അപ്പം ഇല്ല, മൂത്ത മകൻ, പിന്നെ രണ്ടാമത്തെ മകനും ഉണ്ട്, വളരെ ചെറുതാണ് അവർ, പിന്നെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകൾ, ഇവരെല്ലാം ആധാർ അയച്ചു കൊടുത്തു. അവർ ആ ആധാർ പ്രകാരം പെട്ടെന്ന് തന്നെ പാസ് കിട്ടി. PK ബിജു MP ആണ്. പാസ് കാറിൽ കണ്ടു. അന്ന് രാജേഷ് കോണ്ടാക്റ്റിൽ വന്നിട്ടില്ല. ഇത് 2018 ജനുവരിയിലാണ്. അവിടെ നിന്നാണ് 2018 മെയ്യിലാണ് 19 ഫാമിലി കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. മമ്മൂട്ടിയുടെ ആവശ്യം, അതായത് മമ്മൂട്ടി ചെയ്യാൻ പറ്റുന്ന സിനിമ എടുക്കാൻ മമ്മൂട്ടി സമ്മതിച്ചു. പക്ഷെ അത് 19 മമ്മൂട്ടിയെ പരിചയപ്പെടുത്തിയത് നിങ്ങളാണോ? പരിചയപ്പെടുത്തിയ എൻ്റെ ഒരു സുഹൃത്ത് ജയറാം രാമചന്ദ്രൻ എന്ന് പറയുന്ന, പിന്നെ സാബു സുരേലിൻ്റെ ഒക്കെ ഒരു അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരാളുണ്ട്, അയാളാണ് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് 2010 നമ്മൾ 10ലോ 11ലോ ആണ് മൂലമറ്റത്ത് പോയിട്ട് ജവാൻ ഓഫ് വെള്ളിമല എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഈ ജയറാം രാമചന്ദ്രൻ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോയി കാണുന്നത്. അന്ന് എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണറും ഉണ്ടായിരുന്നു, ഫഹദ്. ഞങ്ങൾ 3 പേരും ഞാൻ കൊച്ചിയിൽ വന്ന്. എന്നിട്ട് തിരക്കഥ കാണിച്ചോ? തിരക്കഥയൊന്നും അന്നേരം കാണിച്ചില്ല, ജസ്റ്റ് ഒരു കാഷ്വൽ ഇത്. അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. വൈഫിൻ്റെ അടുത്ത് പറഞ്ഞു, നീ പക്ഷേ എന്താ സഹായമാണെങ്കിൽ പറഞ്ഞോളൂ, നന്നായിട്ട് അസിസ്റ്റ് ചെയ്ത് വരും, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അത് പിന്നെ അവിടുന്ന് വർഷങ്ങളെടുത്ത്. അപ്പോൾ അവരവിടെ രേവതിയുടെ കൂടെയും മറ്റ് പല ആൾക്കാരുടെ കൂടെ അസിസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത് സീരിയൽ പ്രൊഡക്ഷൻ നടത്തി കുറേ കാലം. പിന്നെ അങ്ങനെ എക്സ്പീരിയൻസ് ആയി. അങ്ങനെ 19 ഇവർ ഒരു കഥ മമ്മൂട്ടിക്കായിട്ട് വർഷങ്ങളെടുത്ത് എഴുതിയ ഒരു കഥയുണ്ട്. അതിപ്പോഴും മമ്മൂട്ടിൻ്റെ കയ്യിൽ കിടക്കുകയാണ് സ്ക്രിപ്റ്റ്. അതിനു വേണ്ടി 19 ചെയ്യാമെന്നുള്ള രീതിയിൽ ധാരണയായി. 19 സ്കൂളൊക്കെ ഷിഫ്റ്റ് ചെയ്ത് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഉയരെ വരുന്നത്. ഉയരെ പടത്തിന് ഗംഗാധരേട്ടൻ, സെവൻ ആർട്സ് വിജയകുമാർ എന്ന് പറയുന്ന സെവൻ ആർട്സിൻ്റെ MD ഉണ്ട് പഴയ, അദ്ദേഹത്തിനെ ബന്ധപ്പെട്ടപ്പോൾ എൻ്റെ 2 പെൺമക്കൾ ഇങ്ങനെ ഒരു മൂവി എടുക്കുന്നുണ്ട്, അപ്പോൾ അവർക്ക് പിന്നെ അസിസ്റ്റ് ചെയ്യാൻ ഒരു ലീഡിങ് ലേഡി വേണമെന്ന് പറഞ്ഞപ്പോൾ റത്തീനൻ്റെ പേര് സജസ്റ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ സംസാരിച്ച്. അപ്പോൾ എന്തായാലും 2018 പോകാൻ നിൽക്കുകയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ മമ്മൂട്ടി പടം കമ്മിറ്റഡാണ്, പുള്ളിനോട് ചോദിച്ചപ്പം മമ്മൂക്കിയും പറഞ്ഞു, ഓക്കെ നിനക്കൊരു എക്സ്പീരിയൻസ് അല്ലേ, 1 വർഷം മുമ്പേ വരികയാണെങ്കിൽ വന്നോളൂ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് 18 ഞങ്ങൾ ഡൽഹി പോയില്ലേ, ആ വർഷം മെയ് മാസം ഞങ്ങൾ കൊച്ചിയിലേക്ക് TC ഒക്കെ വാങ്ങിച്ച് ചോയ്സിൽ അഡ്മിഷനും കാര്യങ്ങളും. ചോയ്സിൽ മാത്രമാണ് അഡ്മിഷന് വലിയ കാശൊക്കെ ചിലവാക്കി ഫ്ലാറ്റ് എടുത്ത് എല്ലാം ഞാൻ ചെയ്തതാണ്. അന്നൊന്നും അവർക്കൊരു റവന്യൂ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ചെയ്ത് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തു. ഷിഫ്റ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്
ഈ ആൻഡോ ജോസഫായിട്ടുള്ള പ്രശ്നം വരുന്നത്. ആൻഡോ ജോസഫ് ഒരു പ്രത്യേക രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മുമ്പോട്ട് പോയിട്ടല്ല, പുള്ളിക്കാരൻ അപ്പം ആണ് ഈ ചാമ്പറിൻ്റെ എന്തോ ലീഡിങ് പോസ്റ്റിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് എന്തോ പേപ്പർ കൊടുക്കാത്ത വിഷയം ഈ വൈഫ് ഇങ്ങനെ മെൻ്റലി പ്രശ്നങ്ങൾ ഇങ്ങനെ നേരിടുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. ഇങ്ങനെ ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, ആൻഡോ എന്നെ ബുദ്ധിമുട്ടിക്കുകയാണ്, അങ്ങനെയാണ്, ആൻഡോയുടെ പ്രൊഡ്യൂസർ ആക്കണം, അപ്പോൾ ആൻഡോ എനിക്ക് ശരിയാവില്ല, ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ആൻഡോയിട്ട് ഒത്തുപോകാൻ പറ്റില്ല. പറഞ്ഞാൽ അത് നീ തുറന്നു പറയും, മമ്മൂക്കനല്ലോ, മമ്മൂക്ക പറഞ്ഞു ആൻഡോൻ്റെ കാര്യത്തിൽ എനിക്ക് ഇടപെടാൻ പറ്റില്ല, നിങ്ങൾ തമ്മിൽ സംസാരിച്ചോ. അങ്ങനെ ആൻഡോൻ്റെ കാര്യത്തിൽ വീണ്ടും ഞാൻ ഈ ഷ്യാമിനെ ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഈ പുള്ളിക്കാരൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. നേരിൽ അന്നാണ് നമ്മൾ കാണുന്നത്. അതിന് മുമ്പ് പുള്ളിയുടെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല ഇതിലിത്. പക്ഷേ ഇതിൻ്റെ ശേഷം ഇതിനാണ് വരുന്നത് ഫസ്റ്റ് ആൻഡോയുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അന്ന് നിങ്ങൾക്ക് പാസ് തയ്യാറാക്കി തന്ന ആളെ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവൻ. പക്ഷെ അതൊരു 3-4 മാസം ഒന്നും നടക്കാതെ നിന്നപ്പം ഈ പുള്ളി ഇടപെട്ട് 3-4 ദിവസം കൊണ്ട് സംഗതി ശരിയായി, പ്രശ്നം തീർന്നു. അപ്പം അന്ന് മുതലാണ് ഇവരാരാണ് എന്താണെന്നുള്ളത്. അതായത് ഇപ്പം അവർ പറയുന്നുണ്ട്, അവർ വർഷങ്ങൾ മുമ്പ് ഇപ്പം മമ്മൂട്ടി അടക്കം പറഞ്ഞെന്നാണ് പറയുന്നത്, +2 പഠിക്കുന്ന കാലത്ത് മുതൽ റത്തീനെ അറിയാം. അതൊക്കെ ഇപ്പം എന്ത് വേണമെങ്കിൽ പറയാലോ, അടിസ്ഥാനമായിട്ട് പ്രൂഫാണ് വേണ്ടത്. എന്നിട്ട് പിന്നെ അങ്ങനെ ഇദ്ദേഹം വന്ന് ഈ ക്ലിയറൻസ് വാങ്ങിത്തന്നു. ഈ ക്ലിയറൻസ് വാങ്ങിത്തന്ന മുതലാണ് ഈ പുള്ളിക്കാരനെ ഞങ്ങളായിട്ട് അടുക്കുന്നത്. ബിസിനസ്സിലേക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷ്യാം ഞങ്ങളെ പറ്റി പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് എന്താണ്, ഷ്യാമിനോട് കൂടുതൽ വിഷയങ്ങൾ അന്വേഷിച്ചു. അപ്പോൾ ഷ്യാം എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തു, അവളുടെ മൊബൈൽ നമ്പറും കൊടുത്തു. അങ്ങനെയാണ് പുള്ളി കോൺടാക്ട് ചെയ്യുന്നത്. കോൺടാക്ട് ചെയ്തിട്ട് പുള്ളി ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇവള് ഈ എൻ്റെ മുൻ ഭാര്യ ഈ മമ്മൂട്ടിയിലായിട്ടുള്ള ബന്ധവും കോൺടാക്ട്സും, അപ്പോൾ ഇവർ ഫിലിം ഇൻഡസ്ട്രിയിലൊരു വരാമ്പോ ഫ്യൂച്ചറാണ് എന്നുള്ളത്. അപ്പോൾ പുള്ളിക്കാണെങ്കിൽ പുള്ളി അന്നേരം ഒരു പ്രൊഡ്യൂസർ ആവാനുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ആൻഡോൻ്റെ ഇങ്ങനെയുള്ള ആൾക്കാരെ കൂടെ ആയതുകൊണ്ട് ഒരിക്കലും ഈ ഫണ്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവർ ഫ്രണ്ട് റണ്ണ് കൊടുക്കില്ല. അപ്പം അങ്ങനെ പുള്ളിക്കാരനെ ഞങ്ങൾ സമീപിച്ചതാണ് 2 വിഷയത്തിന്. ഒന്ന്, എനിക്ക് ഫിലിമിന് എന്ത് സഹായമാണെങ്കിലും ഫിനാൻഷ്യലി കാര്യങ്ങൾ വേണമെങ്കിൽ സഹായിക്കാം, പകരം അതുമാത്രമല്ല എനിക്കിങ്ങനെ എൻ്റെ ഒരു സെക്യൂരിറ്റി കമ്പനി. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഈ ബന്ധത്തിൻ്റെ പേരിൽ എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ ഇഷ്യൂ ഒക്കെ പറഞ്ഞ സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു അത് നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്, ഞാൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കിപ്പം തൽക്കാലം ബിസിനസ് ചെയ്യണമെങ്കിൽ ഞാനിങ്ങനെ ഒരു സെക്യൂരിറ്റി കമ്പനി നടത്തുന്നുണ്ട്. ആ സെക്യൂരിറ്റി കമ്പനീൻ്റെ പിന്നെ ബ്രാഞ്ച് എനിക്ക് ചെന്നൈയിൽ തുടങ്ങണമെന്നുണ്ട്. അദ്ദേഹം അവിടെ ലണ്ടനിൽ സെക്യൂരിറ്റി കമ്പനി നടത്തുന്നുണ്ട്. ലണ്ടനിലല്ല, ഇവിടെ കേരളത്തിൽ ലണ്ടൻ കമ്പനിയാണ്. ലണ്ടനിൽ അങ്ങനെ പങ്കില്ല, ആ കമ്പനിയിൽ പങ്കില്ല. ലണ്ടൻ കമ്പനിയുടെ ഫ്രാഞ്ചൈസി പുള്ളിക്ക് കേരളത്തിലുണ്ട്, ഇന്ത്യയിലുണ്ട്. അമ്മായി അച്ഛൻ്റെ പേരിലാണ് ലൈസൻസ് ഒക്കെ. പുള്ളിയുടെ രാജകൃഷ്ണന്റെ അമ്മായിപ്പന്റെ പേരിലാണ് ലൈസൻസും. ലൈസൻസ് സെക്യൂരിറ്റി ലൈസൻസ് ഒരു റെജി എന്ന് പറയുന്ന ആളുടെ പേരിലാണ്. റെജി കെ രാജ. നടത്തിപ്പ് അമ്മായിയപ്പനാണ് ഫുള്ള് ബാങ്കും കാര്യങ്ങളും കേരളത്തിൽ. അപ്പൊ തമിഴ്നാട്ടിൽ വേണം. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഇംഗ്ലീഷുകാരും അതിൽ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വലിയ കമ്പനി. അപ്പോൾ എനിക്ക് പറഞ്ഞു എനിക്ക് ഈ ബിസിനസ്സായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെയല്ല, എനിക്കൊരു ഓതറൈസ്ഡ് പേഴ്സണാണ് അവിടെ വേണ്ടത്. ബാക്കി നമുക്ക് ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആൾക്കാരെ ആഡ് കൊടുത്ത് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തെടുക്കാം, റിക്രൂട്ട്മെൻറ്റ് പത്രപരസ്യം കാര്യങ്ങളൊക്കെ കൊടുത്ത് എന്ത് പോസ്റ്റിലേക്ക് വേണമെങ്കിൽ ആളെടുക്കാം. പക്ഷേ എനിക്കൊരു ലീഡ് ചെയ്യാൻ ഒരാൾ വേണമെന്ന് പറഞ്ഞു. പിന്നെയാണെങ്കിൽ നമ്മൾ ഓഫീസും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്ന് എൻ്റെ ഓഫീസും കാര്യങ്ങളെല്ലാം പുള്ളി കണ്ട്. പക്ഷേ ആ ഓഫീസ് പോരാ, കുറച്ചുകൂടെ വലിയ ലെവലിലുള്ള ഓഫീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഈ വിജയകുമാർ സാറിൻ്റെ ഓഫീസ് വന്ന് വെറുതെ കിടക്കുകയായിരുന്നു. നമ്മുടെ സെവൻ ആർട്സ് പുള്ളി സിനിമയൊക്കെ മതിയാക്കിയല്ലോ. പുള്ളിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ പുള്ളി ഒരു റെൻ്റ് ഇട്ടിട്ട് ആ ഓഫീസ് ഞങ്ങൾക്ക് തന്നു. അത് അത്യാവശ്യം വലിയ സെറ്റപ്പുള്ള ഓഫീസാണ്. അങ്ങനെ അവിടെ വെച്ചും കൊണ്ട് ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് എൻ്റെ പേരിൽ GST, മറ്റേ ESI, PF കാര്യങ്ങൾ, അങ്ങനെ സ്ഥല സ്റ്റാറ്റ്യൂട്ടറി ലൈസൻസുകളെല്ലാം എൻ്റെ പേരിലെടുത്ത് ഞങ്ങൾ ബിസിനസ് തുടങ്ങി. ആ സമയത്ത് പാർട്ട്നേഴ്സായിട്ട് അദ്ദേഹം ഉണ്ടോ? അതിൽ പാർട്ട്നേഴ്സായിട്ട് വരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ റജി രാജ് എന്ന് പറഞ്ഞ ആള്, പക്ഷെ അദ്ദേഹത്തിന് വലിയ പാർട്ട്ണർ എന്ന് പറയാൻ മാത്രമില്ല, ലൈസൻസ് വാങ്ങാൻ മാത്രമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛൻ 51% ചെന്നൈയിലെ കമ്പനിയിലും അമ്മായി അച്ഛൻ 51. ഞാനില്ല, ഞാൻ ഷെയറിലില്ല. ഞാനിപ്പോൾ കമ്പനീൻ്റെ ബോർഡിലോ ഷെയറിലോ കയറി നടത്തിപ്പ് മാത്രം. അപ്പം നമുക്ക് നടത്തിപ്പിലൊരു പ്രോഫിറ്റ് ഷെയർ എന്നുള്ള വേറെ ഒരു എക്സ്റ്റേണൽ MOU ഇട്ടിട്ട്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഓഡിറ്ററുടെ അടുത്ത് പേഴ്സണലായിട്ട് എൻ്റെ പേഴ്സണൽ ഓഡിറ്ററുടെ അടുത്ത് അഭിപ്രായം എടുത്തപ്പോൾ, നിനക്ക് അറിയാത്ത ഫീൽഡല്ലേ, കുറച്ചു കാലം നടത്ത്, എന്നിട്ട് ബോർഡിലൊക്കെ കയറിക്കോന്ന് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞത് നന്നായി. അങ്ങനെ അത് പോയി. പിന്നെ ഞങ്ങൾ അത് തുടങ്ങി. 40 ലക്ഷം രൂപയോളം ബില്ലിംഗ് എത്തിയ സമയത്താണ് ഈ RBI മാസം RBIയുടേതും പിന്നെ
ഈ MHA ഒക്കെ നോട്ടീസുകൾ വരുന്നത് ഈ വയലേഷനായിട്ട് ബന്ധപ്പെട്ട് ഫോറിൻ മണി. ഫോറിൻ മണി. അപ്പൊ അതായത് അവർ ഇതിലേക്ക് ഈ തുടക്കത്തിന് വേണ്ടി പൈസ കൊടുക്കും. അതായത് 2016 അവർ ഈ കമ്പനി ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. കൊണ്ടുവരുന്ന മുതലേ ഇത് വയലേറ്റ് ചെയ്തിട്ടാണ് നടത്തിയിരിക്കുന്നത് എല്ലാം. ഈ ഫണ്ടുകൾ ഇങ്ങനെ വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്യൂരിറ്റി കമ്പനിക്ക് പിന്നെ 74% ഇത് കൊടുക്കാൻ പറ്റില്ല. ഫോറിൻ 49% മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷെ ഇവര് 74% ഇവരേതോ റോങ് അഡ്വൈസ് കിട്ടിയിട്ട് ഇംഗ്ലണ്ടിലുള്ള കമ്പനിക്കാർക്ക് കൊടുത്തിട്ട് കൊണ്ടുവന്നു. അത് RBI കൊണ്ടുവന്നു. പക്ഷെ ആ പണത്തിന്റെ ശേഷം തന്നെ ഒരുപാട് പണങ്ങൾ വേറെ വന്നിട്ടുണ്ട് കമ്പനി അക്കൗണ്ടിൽ. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതായത് ഇപ്പൊ അവിടുന്ന് ഒരു 10 കോടി വരുന്നുണ്ടെങ്കിൽ ആ 10 കോടിക്ക് ഇവിടെ ബിസിനസ് ടേൺ ഓവർ കൂട്ടണമല്ലോ. പക്ഷെ അപ്പൊ കമ്പനീന്റെ ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ പണങ്ങൾ പല വഴിക്ക് ഡൈവേർട്ടായി പോയിട്ടുണ്ട് കമ്പനിയിൽ നിന്ന്. അപ്പോൾ അത് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് MHAക്ക് അവർ ഡയറക്റ്റ് ചെയ്ത്. കാരണം RBIക്ക് ഇതിൽ റോളില്ല. RBI കേസ് കണ്ടുപിടിച്ച് ആരാണോ അവരുടെ അതോറിറ്റി MHAക്ക് കൊടുത്തു. MHA നടപടി അന്വേഷിച്ചു. MHAക്കും ഇവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റിയില്ല. അടിച്ചു മൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഓർഡർ ഇട്ടു. അങ്ങോട്ട് വന്നു. അത് ഇങ്ങോട്ടും വന്നു. കൊച്ചു കേരളത്തിലും വന്നു. 3 സ്റ്റേറ്റിലും വന്നു. കർണാടക അപ്പോഴത്തേക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വേറെ ആളാണ്. ഞാനാണ് അതിനെ സെറ്റപ്പ് ഒക്കെ ആക്കി കൊടുത്തെങ്കിലും പക്ഷെ കർണാടകയിൽ പോലീസ് ലൈസൻസ് ഒന്നും കിട്ടിയിട്ടില്ല. വളരെ ബിഗിനിങ് സ്റ്റേജാണ്. 3 സ്റ്റേറ്റിലേക്ക് ഇവർ കൊടുത്ത് അങ്ങനെ എൻ്റെ ഇത് വന്നപ്പോൾ ഞാൻ ആകെ ഓഡിറ്റർ എടുത്ത് കൊടുത്തപ്പോൾ പറഞ്ഞു തലവേദന ഇതിൽ നിന്ന് പറ്റുവാണെങ്കിൽ നീ ഒഴിവായി കളി. ഇത് വലിയ ഇഷ്യൂസാണ്. ജീവിതകാലം മുഴുവൻ നടക്കേണ്ടി വരും ഇങ്ങനത്തെല്ലൊക്കെ പെട്ട് കഴിഞ്ഞാൽ. ബിസിനസ് ഇല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുക. എന്തൊക്കെ ബിസിനസ്സുകൾ വരൂ. എന്തിനാ ഇങ്ങനെ പോയി തലവെക്കുന്നത്? എനിക്കിപ്പോൾ അത്ര വലിയ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. അത് കേട്ടപ്പോൾ എനിക്കാകെ ഇതായി. അപ്പം ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് അപ്പോഴത്തേക്ക് തന്നെ ഈ സിസ്റ്റം നടത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേരെയൊക്കെ റിക്രൂട്ട് ചെയ്ത് നല്ലൊരു ബിസിനസ്സായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരൊക്കെ തന്നെ വിശ്വസിച്ച് വന്ന ആൾക്കാരാണ്. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇവരെ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് പെൻഡയുടെ പേരിൽ തന്നെ ഒരു കമ്പനി തുടങ്ങാം. ഇന്ത്യൻ കമ്പനിയായിട്ട് തുടങ്ങിയിട്ട് ഈ ബിസിനസ്സുകളൊക്കെ അതിലേക്ക് മാറ്റാം എന്നുള്ള ധാരണയിലെത്തി. ഞാൻ അങ്ങനെയാണ് പെൻഡ മാർക്കറ്റിംഗ് എന്നുള്ള കമ്പനി. അത് ട്രേഡിംഗ് കമ്പനിയാണ്. അതിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ ആയിട്ട് പെൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പറഞ്ഞിട്ട് മറ്റേ പാർട്ട്നേഴ്സ് ഉൾപ്പെടുത്തിയോ? അതിൽ ഷെയർ ഉണ്ട്. പാരന്റ് കമ്പനിക്ക് ഷെയർ ഉണ്ട്. മറ്റേ പാർട്ട്നേഴ്സിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഈ പോലീസ് ലൈസൻസിലൊക്കെ കുറേ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവരുടെ പെർമിഷനോടെ അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്. അപ്പം അവരെ ഷെയർ പാറ്റേണും ഉണ്ട്. കൊണ്ട് ഞാനും പിന്നെ നമ്മൾ തമിഴ്നാട്ടിലുള്ള ഒരു സർവൺ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്ത് പുള്ളിനെയും വെച്ചുകൊണ്ട് ഞാനൊരു സിസ്റ്റർ കൺസേൺ ഉണ്ടാക്കി. അതിലാണ് സർവീസ് ഇൻഡസ്ട്രി ആയിട്ട്. അത് സർവീസ് കമ്പനിയാണ്. ട്രേഡിങ്ങിൽ ഇത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ ലൈസൻസും കാര്യങ്ങളെല്ലാം എടുത്ത് അതിലാണ് നമ്മൾ ബിസിനസ്സുകൾ എല്ലാം അല്ല മറ്റേതൊന്നും എൻ്റെ പേരിലല്ലല്ലോ. കംപ്ലീറ്റ് എല്ലാം ഈ അച്യുതൻ നായർ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവിൻ്റെ പേരിലോ പിന്നെ റെജി കെ രാജ് എന്ന് പറയുന്ന പിന്നെ അതിനിടയിൽ ഈ ജോയി ആലുക്കാസ് പോലെയുള്ള ജ്വല്ലറികളിൽ നിന്ന് ഭയങ്കരമായ കംപ്ലൈൻറ്റുകൾ വന്നു. എന്താണെന്ന് വെച്ചാൽ ജോയി ആലുക്കാസ് പിന്നെ 36,000 രൂപയാണ് ഒരു ഗാർഡിന് മിനിമം വേജസ് പ്രകാരം ഒരു ഗാർഡിൻ്റെ സാലറി വരിക, ഒരു സെക്യൂരിറ്റി ഗാർഡിൻ്റെ. അപ്പോൾ ഇവരൊക്കെ ഈ വലിയ കമ്പനികളൊക്കെ ഈ മിനിമം വേജസ് ഫോളോ ചെയ്യും. അവർക്ക് ഈ മാസം അതെ അതാണ് മിനിമം വേജസ്. എല്ലാ OT ബോണസ് മറ്റേ സെക്യൂരിറ്റിക്ക് എത്ര ശമ്പളം ഉണ്ടോ? അല്ല, ശമ്പളം ഉണ്ടോന്ന് വെച്ചാൽ പല സ്ഥലത്തും അതില്ല. പക്ഷേ ഉത്തരവാദിത്തം, അതായത് റിസ്ക് ഏറ്റെടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. പിന്നീട് പ്രശ്നങ്ങൾ വരാം. കാരണം പ്രിൻസിപ്പൽ എംപ്ലോയറും ഇതിൽ ഉത്തരവാദിയുണ്ട്. നിങ്ങൾ എനിക്ക് 1000 രൂപ തന്നു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സർവീസ് ചാർജ് കഴിഞ്ഞിട്ട് 800 രൂപ എനിക്ക് ശമ്പളം കൊടുക്കാൻ പറ്റും. ശരി. അപ്പം 36,000 രൂപ നേഴ്സുമാർക്ക് മിനിമം സാലറി കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെ ഈ സെക്യൂരിറ്റിക്ക് 36,000 ഉണ്ട്? അവരെ ഇതങ്ങനെയാണ്. 36,000 രൂപ എന്ന് പറയുന്നത് അവരുടെ ബോണസ്, ഗ്രാറ്റുവിറ്റി കാര്യങ്ങളെല്ലാം ചേർത്തും കൊണ്ട്. ജോലി അൽക്കാസിന്റെ ഭാഗത്തുനിന്ന് ഒരു കംപ്ലൈന്റ് വന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലല്ല, മൊത്തത്തിൽ ചെന്നൈയും തമിഴ്നാടും ചെയ്യുന്നുണ്ട്. 36,000 രൂപ വാങ്ങിയിട്ട് 19,000 രൂപയെ ഗാർഡിന് ശമ്പളം കൊടുക്കുന്നുള്ളൂ. 19-20,000 രൂപ. അപ്പോൾ ഒരു ഗാർഡിൻ്റെ മേലെയും തന്നെ 10, 16, 17,000 രൂപ ലാഭം അടിക്കുകയാണ്. അത് ശരിക്കും നിയമവിരുദ്ധമാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളും എല്ലാം കയറി വന്നു. അപ്പോൾ ഇപ്പോൾ എത്രയാ ആൾക്കാർ ശമ്പളം കൊടുക്കും? ഇപ്പോൾ അവർ കമ്പനി മാറ്റി. ഇപ്പോൾ ഈ റെജി കെ രാജനും എന്നെപ്പോലെ തന്നെ വേറെ കമ്പനി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്, പുള്ളിൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോയിട്ട്. എന്നിട്ടോ ഈ സമയത്ത് നിങ്ങൾ ഇതും തുടങ്ങി, സ്വന്തം പെൻഡയിലേക്ക് ഇത് മാറി. അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മളത് പിന്നെ സെക്യൂരിറ്റി സർവീസ് തന്നെ. അതെ സെക്യൂരിറ്റി സർവീസ്. എന്നിട്ടോ
പിന്നെ അപ്പോൾ എനിക്കുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ 1.5-2 വർഷം കൊണ്ട് ഈ എൻ്റെതായ കുറച്ച് കോണ്ടാക്ട്സ് ഉണ്ട് മദ്രാസിൽ. പല സ്ഥലത്ത് ജോലി ചെയ്തില്ല. അപ്പോൾ ഞാൻ കിണ്ടത്തിലേക്ക് പറഞ്ഞു വെച്ച കുറേ കോണ്ടാക്റ്റുകൾ, കുറേ ബിസിനസ് കോൺട്രാക്ട്സുകൾ റെഡിയായി വരുമ്പോഴത്തേക്ക് കിണ്ടം എന്ന് പറയുന്ന സ്ഥാപനം കയ്യിലില്ല. പക്ഷേ ഞാൻ പെൻഡേ ആയിട്ട് പോകുന്ന സമയത്ത് എനിക്ക് പെൻഡയിലോട്ട് അത് എടുക്കാനും കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ചില ഗവൺമെൻറ് റെയിൽവേ പോലത്തെ സ്ഥലങ്ങളിൽ ക്രൈറ്റീരിയകളുണ്ട്. മിനിമം 5 year ഓൾഡ് കമ്പനി, പിന്നെ അല്ലെങ്കിൽ ഇത്ര ഓൾഡ് കമ്പനി, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്ര ടേൺ ഓവർ ഇങ്ങനെ. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി, നമ്മളൊരു അസോസിയേഷനിൽ പെട്ട തന്നെ ഒരു കമ്പനി പിന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതൊരു പ്രായമുള്ള ഒരാളുടെ കമ്പനിയാണ്. വളരെ ചെറിയ, നിങ്ങളടുത്ത് ഡിസ്കസ് ചെയ്തതല്ല, വേറെ വളരെ ചെറിയ ഒരു കമ്പനി ഏറ്റെടുക്കുക. കുറച്ച് ലെഗസി ഉണ്ട് ആ കമ്പനിക്ക്. അത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. അപ്പോൾ അതിലേക്കാണ് ഈ പരാതി കൊടുത്ത ഒരാൾ, സജു കെ പി എന്ന് പറയുന്ന ആൾ എൻ്റെ നെയ്ബറായിരുന്നു. നെയ്ബർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം സുപ്രഭാതത്തിൽ ചെന്നൈയിൽ എൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റ്, പിന്നെ തൊട്ട് ഓപ്പോസിറ്റ് ഫ്ലാറ്റ്. അപ്പോൾ പുള്ളിക്കാരനെ ഒരു ദിവസം ഞാൻ കാണുന്നത്, കുട്ടികളൊക്കെ ഒരു മലയാളം മൂവി, എൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ മാളാണ്. അപ്പോൾ അവിടെ തിയേറ്റർ ഉണ്ട്, PVR. അവിടെ ഞാനും എൻ്റെ മക്കളൊക്കെ ഒരു മൂവി, സുരേഷ് ഗോപിയുടെ ഏതൊരു മൂവി കണ്ടു വരുമ്പോൾ ഇദ്ദേഹം കൂടെ തന്നെ ഇങ്ങനെ നടന്നു വരുന്നു. നേരെ നമ്മളെ ലിഫ്റ്റിൽ കയറുന്നു, നമ്മളെ ബ്ലോക്കിൽ വരുന്നു, നമ്മളെ ഫ്ലോറിൽ ഇറങ്ങുന്നു. അന്നേരമാണ് യാദർശ്യമായിട്ട് കാണുന്നത്. അപ്പോൾ മലയാളിയാണോ എന്ന് ഓർക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പരിചയമായി. പുള്ളിൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പുള്ളി ബേസിക്കലി പാലക്കാടുകാരനാണ്, എറണാകുളത്താണ് താമസിക്കുന്നത്. അവിടെ ബിസിനസ് ആണ്, അല്ല മാക്സ് ലൈഫിൻ്റെ VP ആണ്. ശരി. അങ്ങനെ പുള്ളി ഉടനെയൊന്നും ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വന്ന് എൻ്റെ ഓഫീസൊക്കെ വന്ന് കണ്ട് ബിസിനസ്സിലൊക്കെ ഇത് സംസാരിച്ച് പിന്നീട്, അതായത് മാസങ്ങളെടുത്ത് നമ്മൾ ഫ്രണ്ട്ഷിപ്പായി. പിന്നെ നമ്മൾ ഒരുമിച്ചുള്ള മോർണിംഗ് വാക്കും അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ എൻ്റെ ഈ ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ആ പുള്ളി അന്നേരം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, പിന്നെ എന്തെങ്കിലും ബിസിനസ്സിൽ സഹായങ്ങളുമാണെങ്കിൽ ഇപ്പോൾ പറയണം, ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പല ഓപ്പർച്യൂണിറ്റീസും. എൻ്റെ ഒരു കസിൻ ബ്രദർ ഇങ്ങനെ സൗദിയിൽ നിന്ന് റീലൊക്കേറ്റ് ആവുകയാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കമ്പനി ഞാൻ ഏറ്റെടുക്കാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ അതിലേക്ക് എനിക്ക് ഇൻവെസ്റ്റേഴ്സിനെ വേണം. അതിന് നമ്മൾ വാല്യൂ ഇട്ടിരിക്കുന്നത് പിന്നെ ഏകദേശം 3 CR ആണ്. അപ്പോൾ 3 CRന് ഒരു വർഷം കൊണ്ട് കൊടുത്തു തീർക്കുന്ന രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സ് വേണ്ടതെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് ഈ ബേസിക് ഈ ചർച്ച തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഇവർ ഈ പുള്ളിക്കാരനെ കണക്ട് ചെയ്ത് തന്നു. പുള്ളിക്കാരൻ ഒരു ദിവസം ചെന്നൈയിൽ വന്നു, കസിന് വന്നു, സൗദിയിൽ നിന്ന് വന്ന് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പോയി പ്രപ്പോസലെല്ലാം ഉണ്ടാക്കി. നമ്മൾ ബിസിനസ് പ്രപ്പോസലൊക്കെ ഉണ്ടാക്കി അയച്ചു കൊടുത്തു. അപ്പോൾ അവരാദ്യം ഇതെങ്ങനെ, അവർക്കൊന്നും അറിയില്ല, അവരെല്ലാം ജോലി ചെയ്യുന്ന ആൾക്കാർ, ഇവിടുത്തെ നിയമവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വളരെ ഓപ്പണായിട്ട് സത്യസന്ധനായിട്ട് ഞാനെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കമ്പനീൻ്റെ ഷെയർ 90% ഹോൾഡ് ചെയ്യുന്നത് ഞാനാണ്, ബാക്കി 10% പുറത്തുള്ളൂ. പിന്നെ ഞങ്ങൾ 10% തന്നെ പാരൻറ്റ് കമ്പനിക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ്, ബാക്കി ശരവൺ എന്ന് പറയുന്ന ആൾ. നിങ്ങൾ ഇതിനകത്ത് ഷെയർ ഹോൾഡർ റൈറ്റ് ആദ്യം കയറുക, ഓക്കെ. എന്നിട്ട് ഞാൻ ഈ കമ്പനിക്ക് വാല്യുവേഷൻ ഇടാം. എന്നിട്ട് നിങ്ങൾ ഷെയർ ഹോൾഡർ റൈറ്റ് ഇട്ടിട്ട് കയറിയിട്ട് പിന്നെ ആയിരിക്കണം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് രീതി. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ആദ്യം ഞങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അഗ്രിമെൻറ്റ് പ്രകാരം 10 ലക്ഷം രൂപ ആദ്യം, 10 ഒരാൾ 15, 25 ലക്ഷം രൂപ ആദ്യം ഇട്ടു, അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഇട്ടിട്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ പിന്നെ ആധാറും മറ്റേ KYCs ഒക്കെ തരണം. ഇതിലൊരു DIN നമ്പർ അപ്ലൈ ചെയ്യാനുണ്ട്, ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ, ഇതൊക്കെ എടുക്കണം, അതിന് കുറച്ച് പ്രൊസീജിയർ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓഡിറ്ററെ കണക്ട് ചെയ്ത്, ഓഡിറ്റർ അതിൻ്റെ 2023 വിഷയമൊക്കെ തുടങ്ങി കഴിഞ്ഞ് ഏത് ഈ മറ്റേ വൈഫായിട്ടുള്ള പ്രശ്നമൊക്കെ അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അതെല്ലാം ആ സമയത്ത് അവർ ഫുൾ സ്റ്റോറി എല്ലാം അറിയും. വൈഫ് നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ തോന്നുന്നു. ഇല്ല, ഇന്റർവ്യൂ വരുന്നത് 24-ലാണ്. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് എല്ലാം അറിയാം. കാരണം പുഴു സിനിമ ഞങ്ങൾ അപ്പാർട്ട്മെന്റിൽ മിനി തിയേറ്റർ ഉണ്ട്. ഞാനും ഈ സജു എന്ന് പറയുന്ന ആളും എൻ്റെ മക്കളും ഒരുമിച്ചിരുന്നാണ് ആ മിനി തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അപ്പോൾ അവർക്കെല്ലാം നന്നായിട്ട് അറിയാം പ്രശ്നങ്ങളും, അവരറിഞ്ഞുകൊണ്ട് തന്നെ വന്നതാണ്. അപ്പോൾ ഇതൊരു നല്ലൊരു ഇൻഡസ്ട്രിയും കൂടിയാണ്. ഈ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അങ്ങനെ അവർ കണ്ട് ഈ അക്വസിഷനിലുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഞാൻ കൊണ്ടുതരാം. എൻ്റെ സർക്കിളുണ്ട്, സൗദിയിലൊക്കെ ആൾക്കാരുണ്ട്, അപ്പോൾ ചെയ്യാമെന്നാണ്. അപ്പോൾ അവരെ ഷെയർ ഹോൾഡർ ആവാനുള്ള പ്രൊസീജിയർ അപ്പോഴത്തേക്ക് ഇയാൾ അവിടുന്ന് ജോലി വിട്ട് നാട്ടിലേക്ക് വരാനുള്ള ഇതിലേക്കായി. ഈ രാകേഷ് എന്ന് പറയുന്ന ആൾ ഈ കസിൻ സജുവിൻ്റെ കസിൻ. അതെ.
അപ്പോൾ ഈ 10-15 ലക്ഷം രൂപ വന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു ഈ പ്രോസസ്സെല്ലാം ആവുന്നത് വരെ അക്വസിഷനൊക്കെ ആവുന്നത് വരെ നമുക്ക് നിങ്ങൾ മന്ത്ലി എന്തെങ്കിലും റിട്ടേൺസ് വെച്ചിട്ട് തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ആ റിട്ടേൺസിന് അഗ്രിമെന്റ് കൊടുക്കുന്നത് 24% റീസണബിൾ ആയിട്ടുള്ള 24% പറഞ്ഞിരുന്നു. അഗ്രിമെന്റിലുണ്ട്, കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് 10 ലക്ഷത്തിന് 60,000 TDS കഴിച്ചിട്ട് സജുവിന് 3 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, റെക്കോർഡുണ്ട്. ഞാനിപ്പോൾ അതെല്ലാം നോക്കി. ഇദ്ദേഹത്തിന് 3 ലക്ഷം എന്ന് പറയുന്നത് 3,618 1,80 സജുവിന് കിട്ടിയിട്ടുണ്ട്. കമ്പനിനാണ് കൊടുക്കുന്നത്, കമ്പനി എല്ലാം ഡയറക്റ്റ്. പിന്നെ അതേപോലെ തന്നെ രാകേഷിനും 3 പ്രാവശ്യം കൊടുത്തു. നിങ്ങൾ ഈ പണം ഇതിൻ്റെ അകത്ത് എന്തിനാ ഇൻവെസ്റ്റ് ചെയ്തോ? ഇല്ല, ഞങ്ങൾ കമ്പനിയിൽ ഇട്ടിട്ട് ബിസിനസ് ടേൺ ഓവർ കൂട്ടി, കമ്പനീൻ്റെ ടേൺ ഓവർ കൂട്ടി. പിന്നെ ബാക്കി കമ്പനി ഏറ്റെടുക്കാനുള്ള ഫണ്ട് അവർ വേറെ കൊണ്ടുവരാമെന്നും പറഞ്ഞു. അങ്ങനെ ഫണ്ട് പിന്നെ കമ്പനി ഏറ്റെടുക്കാനുള്ള ഫണ്ട് ഇവർ ഡോക്യുമെന്റേഷൻ തുടങ്ങിയ സമയത്താണ് ഒരു ട്വിസ്റ്റ് അവിടെ സംഭവിക്കുന്നത്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അപ്പോൾ ഈ സജുവിന് ഈ മാക്സ് ലൈഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടു. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അവിടുന്ന് ട്രാൻസ്ഫറായി, എവിടത്തേക്ക് കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു വന്നു. പക്ഷേ കൊച്ചിയിലെത്തിയപ്പോൾ പുള്ളിക്ക് എന്തോ സെറ്റാവുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി റിസൈൻ ചെയ്യുമോ അങ്ങനെ എന്തോ ചെയ്ത് പുള്ളി HDFC കയറി. അപ്പോൾ മാക്സ് ലൈഫ് പോലെയല്ല HDFCയിൽ മറ്റു പലവിധ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളി തൽക്കാലം പറഞ്ഞു ഞാൻ ആ ഷെയർ ഹോൾഡർ എന്നുള്ള രീതി കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യും, ഇപ്പം ഇങ്ങനെ തന്നെ പോട്ടെ, കാരണം ഇവിടെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ HDFC ലൈഫിൽ കയറുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരണ്ട, ഞാൻ വേറെ സ്ഥലത്തും കൂടെ ഒരു ഇതുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ ഹോൾഡ് ചെയ്യും. രാകേഷിൻ്റെ എന്താ പ്രൊസീജിയർ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോന്ന് പറഞ്ഞു. രാകേഷ് നാട്ടിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് വീണ്ടും രാകേഷ് വേറൊരു സുഹൃത്തിനെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടു തന്നിരുന്നു. ആ സുഹൃത്ത് ഒരു 3 മാസം കൊണ്ട് തന്നെ പിന്നെ പുള്ളി പറഞ്ഞില്ല എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള ഇതിൽ താല്പര്യമില്ല, തിരിച്ചു മടിച്ച് റിട്ടേൺസ് അടക്കം തിരിച്ചു കൊടുത്തു രാജേഷിൻ്റെ ഒരു സുഹൃത്ത്. അപ്പോൾ ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു, കൊണ്ടുവരുന്ന ആളുണ്ടെങ്കിൽ വളരെ ക്ലിയറായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ട് കൊണ്ടുവരണം, അല്ലാതെ ഇത് നമ്മളൊരു പിന്നെ ഈ ചിറ്റ് ഫണ്ടിലെല്ലാം ഇടുന്ന പോലെ ഇട്ടിട്ട് അങ്ങനെയുള്ള ഒരു ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രോത്ത് ഇങ്ങനെയാണ്, 5 years കൊണ്ട് ഇത് ഇത്ര മൾട്ടിപ്പിൾസ് അങ്ങനെയാണ് അത് പോകേണ്ടത്. ഒരു കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേൺ ഓവറിനനുസരിച്ചിട്ട് വാല്യൂ കൂടും. അങ്ങനെ ഞാൻ എൻ്റെ കമ്പനിക്ക് വാല്യുവേഷൻ ഇട്ടപ്പോൾ അപ്പം 4.25 കോടി രൂപ വാല്യൂ ഉണ്ട് എൻ്റെ ഈ പെൻഡ എന്ന് പറയുന്ന കമ്പനിക്ക്, ഒഫീഷ്യൽ വാല്യുവേഷൻ. അത് പ്രകാരമാണ് ഞാൻ ഷെയർ ഡയല്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ രാകേഷ് തിരിച്ചു വന്ന് ഫാമിലിനെല്ലാം ഇവിടെ ആക്കി. അതിൻ്റെ ശേഷം പുള്ളി ചെന്നൈയിലേക്ക് വന്നു, അല്ല നാട്ടിലേക്ക് പോയി. അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഈ സജു തന്നെയാണ് പുള്ളി താമസിക്കുന്നിടത്ത് ഫ്ലാറ്റൊക്കെ എടുത്തു കൊടുക്കുന്നത്. അവരും പാലക്കാട് തന്നെയാണ്. അവരവിടെ വന്ന് സെറ്റിലായി. എന്നെ കാണാൻ ചെന്നൈയിൽ വന്നു, എല്ലാം പ്രൊസീഡ് ചെയ്യുക കാര്യങ്ങളൊക്കെ പോകാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കും HDFCന്ന് ഓഫർ വന്നു. അപ്പോൾ ഇവരൊക്കെ ഈ ജോലി എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവർക്ക് ഇതില്ലല്ലോ. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ജോലി ഓഫർ വന്നിട്ടുണ്ട്, ഞാൻ ബോറടിക്കുന്നു, ഇത് ഞാനെന്താ കയറട്ടെ നമുക്ക് കുറച്ച്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ എന്താ, ഞാൻ ജോലിക്ക് കയറുക. അപ്പോൾ പറഞ്ഞു ജോലിക്ക് കയറാൻ വേണ്ടി ഇങ്ങനെ പോയി. പക്ഷേ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എന്തോ അവിടെ അവരെ കമ്മിറ്റ്മെൻറ്റും ടാർഗറ്റൊക്കെ കേട്ടപ്പോൾ പുള്ളിക്ക് അത്ര തൃപ്തിയല്ല. പുള്ളി എന്ത് ചെയ്തു, പിന്നെ അവിടുന്ന് വീണ്ടും ഫാമിലിനാക്കിയിട്ട് 3 മാസത്തേക്ക് ടെമ്പററി വിസ എടുത്തിട്ട് പോയി, തനിച്ച് പോയി. 3 മാസം അവിടുന്ന് വീണ്ടും വിളിച്ച് പറഞ്ഞ് ഞാൻ കുറച്ച് കാശും കൂടെ അയക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ഉറപ്പിച്ച് വരികയാണെന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ എമിറേറ്റ്സ് എന്ന് പറഞ്ഞ ഇവിടുത്തെ വലിയ റിക്രൂട്ട്മെൻറ്റ് കമ്പനിയിൽ പുള്ളിക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടും. കാരണം പുള്ളി അതാണ് അവിടെ ചെയ്യുന്നത്, സൗദിയിൽ റിക്രൂട്ട്മെൻറ്റ് കമ്പനിയിൽ പോസ്റ്റ് കിട്ടിയപ്പോൾ പുള്ളി അത് ഒഴിവാക്കി. അപ്പോൾ റിട്ടേൺസ് തന്നേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ, ഞാൻ നിങ്ങളുടെ അടുത്ത് പൈസ വാങ്ങിയത് ഒരു വലിയൊരു ഇതിന് വേണ്ടിയിട്ടാണ്, പക്ഷേ ഇങ്ങനെ ഇതാവുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട്, ഞാൻ പൈസ എന്തായാലും തിരിച്ചു തരാം, നിങ്ങൾ ഒഫീഷ്യലായിട്ട് കുറച്ച് സമയം തരൂ, ഞാൻ വേറെ ഇൻവെസ്റ്റേഴ്സിനെ ഗ്യാദർ ചെയ്യുകയാണ്, എനിക്കിപ്പോൾ എന്തായാലും ആ കമ്പനി എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ നിങ്ങൾ പൈസ റിട്ടേൺസ് എന്താണെന്നുള്ളത് തന്നേക്ക്, മറ്റത് തരാനുള്ള സമയത്ത് തരുമെന്ന് പറഞ്ഞു. ആ സമയത്താണ് പിന്നെ ഈ പുള്ളിക്കാരൻ അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സജുവിൻ്റെതും ഫോട്ടോസ് ഞങ്ങളെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തു. ഈ ആഡ് ചെയ്ത സമയത്താണ് പിന്നെ ഈ എന്തോ ഇവരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. അതായത് ഇവരെ ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ഈ സമയം നിങ്ങൾ പാർട്ടി ഇവരുമായിട്ട് പ്രശ്നങ്ങൾ വഷളായി അല്ലേ? അതെ, വഷളാകുന്ന മുമ്പ് എന്താ ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇവരൊരു പെട്ടെന്ന് ഒരു ചെന്നൈയിൽ വന്നു. അപ്പോൾ ചെന്നൈയിൽ ഇവർ സാധാരണ വരുമ്പോൾ ഒന്നിക്കേണ്ട ഒരാൾ അല്ല, ഇവർ 2 ആൾ ഒരുമിച്ച്, 3ാമതൊരാൾ എനിക്കറിയ പോലുമില്ല, അയാൾ കണ്ടിട്ട് പോലുമില്ല, തടിച്ച് നല്ല ഇവരാണ് എൻ്റെ ഫ്ലാറ്റിൽ വന്നു. പിന്നെ ഇത് കാണണം. അപ്പോൾ ഞാൻ ചിന്താര അതെൻ്റെ സുഹൃത്താന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അല്ല നിങ്ങളൊരു കാര്യം ചെയ്യണം, ഞങ്ങൾ പിന്നെ നിങ്ങളെ പേഴ്സണൽ ചെക്കും കൂടെ എനിക്ക് വേണം. ഞാൻ പറഞ്ഞു നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് കാശൊന്നും തന്നില്ലല്ലോ, പേഴ്സണൽ ചെക്ക് എന്തിനാണ് ചോദിക്കുന്നത്? അല്ല അതിൻ്റെ ഒരു ആവശ്യമുണ്ട്, ഞങ്ങളിപ്പം കുറച്ചൊരു ഇതിലാണ്,
പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ മറുനാടിലുള്ള ഇൻ്റർവ്യൂ ഒക്കെ വന്നല്ലോ. ഇൻ്റർവ്യൂ ഒക്കെ വന്നപ്പോൾ ചിലപ്പോൾ ഞാൻ വിചാരിച്ച ഈ ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ ആവശ്യമില്ലാണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്ത് ഇപ്പോൾ ആകെ വഷളായി കിടക്കുകയല്ല, അപ്പോൾ നമുക്ക് പേടിയുണ്ട്, പേഴ്സണൽ ചെക്ക് വേണം, പ്രോമിസറി നോട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അതൊക്കെ ഒപ്പിട്ട് വാങ്ങിച്ചു. നിങ്ങൾ കൊടുത്തു. കാരണം നമുക്കൊരു അങ്ങനെ ഒരു ചതിക്കാനോ വഞ്ചിക്കാനുള്ള ഒരു പ്ലാനോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കൊടുത്തേച്ചു. പക്ഷേ വളരെ വ്യക്തമാണ്, കമ്പനിയിലാണ് കാശ് വന്നിരിക്കുന്നത്, നമ്മൾ പ്രൂഫ് ഉണ്ടല്ലോ, നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ കൊടുത്ത് അവിടുന്ന് ഒരാഴ്ച 10 ദിവസം കഴിഞ്ഞപ്പം ഈ കൂടെ വന്നവൻ രാജേഷിൻ്റെ കൂടെ ഒരു പ്രോഗ്രാമിൽ ഫോട്ടോയിൽ കണ്ടു. അവിടെ നിന്നാണ് ഞാൻ ഇവരായിട്ട് തെറ്റുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ കൂടെ കൂട്ടിയിട്ട് വന്ന ആൾ അതെൻ്റെ സുഹൃത്ത്. അപ്പോൾ അവർ രാജേഷിൻ്റെ എങ്ങനെയാണ് അതങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് രാജേഷിനെ ഇതുവരെ അറിയ പോലും ഇല്ല, നിങ്ങൾ പത്തനംതിട്ടക്കാരൻ, നിങ്ങൾ അയാൾക്ക് പേര് കേൾക്കുന്നതിൽ തന്നെ എന്നെയാണ്. പിന്നെ നിങ്ങൾ അയാളെ ഒരു ക്ലോസ് ഫ്രണ്ടിനെ കൂട്ടി എൻ്റെ ഫ്ലാറ്റിൽ വരണമെങ്കിൽ അത് തെറ്റല്ലേ? നിങ്ങളെ കൂടെ കണ്ടല്ലോ, ഞാൻ അവരെ കൂടെ കണ്ടല്ലോ. പിന്നെ അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഏതോ ഒരു സ്ഥലത്തുള്ള സിനിമക്ക് പലിശക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അയാളെ വിട്ടിട്ടാണ് ഇവർ വന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അഭിപ്രായ വ്യത്യാസം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്ത തെറ്റാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ശത്രുവിൻ്റെ ഫ്രണ്ടിനെയും കൂട്ടി നിങ്ങൾ വരാൻ പാടില്ലായിരുന്നു, തെറ്റല്ലേ? നിങ്ങൾ എങ്ങനെ വന്നു? അത് തെറ്റല്ലേ നിങ്ങൾ ചെയ്ത്? ഞാൻ നിങ്ങളോട് എന്ത് തെറ്റായി? നിങ്ങൾക്ക് ഇതുവരെ റിട്ടേൺസ് തന്നിട്ടില്ല. പക്ഷെ അതിനൊന്നും ഇവർക്ക് എക്സ്പ്ലനേഷൻ ഇല്ല. പിന്നെ നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അക്വസിഷൻ ഇതിൽ നമ്മൾ പ്രോസസ്സിലാണ്. എനിക്കിപ്പം ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് റെഡി ആയിട്ടുണ്ട്, കാര്യങ്ങൾ നടക്കുകയാണ്, ക്ഷമിക്കണം, ഞാൻ തരാം. സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ഇതിൽ തന്നെ. അല്ല, ഇവർ കേസ് കൊടുത്തിരുന്നു, നിങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇവർ കേസ് കൊടുത്തു? ഒന്നും നിങ്ങളോട് കാശ് തിരിച്ചു ചോദിച്ചു. അതിന് ഞങ്ങൾ സാവകാശമാണെന്ന് പറഞ്ഞ് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ലീഗലായിട്ട് ഒന്നും ചെയ്ത് കേസ് പണം നിങ്ങൾ പറ്റിക്കുന്നു പറഞ്ഞ് പരാതി ഒന്നും നിങ്ങൾ അറിഞ്ഞില്ല? ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ പിന്നെ എന്താ നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ അറിയുന്നത്? അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ. അപ്പൊ അതുവരെ എത്ര കാലമായിട്ട് ഇവർ തമ്മിൽ തർക്കമുണ്ടോ? തർക്കമൊന്നുമില്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എത്ര രൂപയായിരുന്നു കഴിഞ്ഞ ഓണത്തിന് വരെ വിഷ് ചെയ്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും, അത്ര പോലും ഇതുണ്ട്. അതൊക്കെ വാട്സാപ്പിൽ കിടക്കുന്നത്. 40 ലക്ഷം, 10, 30, 40. ഇതെന്താണ് അന്ന് സംഭവിക്കുന്നത്? അന്ന് എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത ദിവസം എന്നാ സംഭവിക്കുന്നത്? അറസ്റ്റ് ചെയ്ത ദിവസം എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 8:50 നിങ്ങൾക്ക് യാതൊരു വിവരവും ഇല്ല. നിങ്ങളുടെ ഡെഫിനറ്റ്ലി ഉണ്ടെങ്കിൽ ഞാൻ AB ഇടില്ലേ? കാരണം ഇത് AB ഇട്ട് കഴിഞ്ഞാൽ കൂളായിട്ട് കിട്ടുന്ന കേസാണ്. ഒരു പ്ലാനും ഒന്നും അറിഞ്ഞിട്ടില്ല, ഒരു നോട്ടീസ്. എന്താ വന്ന് പിന്നെ ബെല്ലടിക്കുന്നു. ബെല്ലടിച്ച സമയത്ത് വി ആർ ഫ്രം കേരള പോലീസ്. അപ്പോൾ ഞാൻ ഇത് ഈ ശ്രീജിത്ത് SI, ഒരു ASI, അയാളാണ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ, പിന്നെ ഒരു പോലീസുകാർ, 3 പേര്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അല്ല, അയാളാണ് എഴുതുകയൊക്കെ ചെയ്യുന്നത്, റൈറ്റർ. ASI ആയിരിക്കും. ASI. പിന്നെ ശ്രീജിത്ത്, വേറൊരാൾ, 3 പേര്. ഇവർ ID കാർഡ്, ഇവർ വി ആർ ഫ്രം കേരള പോലീസ് എന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് അന്നേരം എൻ്റെ തൊട്ട് താഴെ തന്നെയാണ് എൻ്റെ ജുഡിഷ്യൽ പോലീസ് സ്റ്റേഷൻ കിടക്കുന്നത്, വടവള്ളി. അവിടെ വിളിച്ചിട്ട് ഇവരടുത്ത് പറയുകയും ചെയ്യാം. എനിക്ക് അവിടെ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എങ്ങനെ. പക്ഷേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 100-300 ഫ്ലാറ്റുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. വെറുതെ അവിടെ നിന്ന് വാൾബാളം വെച്ചിട്ട് അവരൊക്കെ അറിയിച്ചിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇവർ കയറിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇവർ ID കാർഡൊക്കെ കാണിച്ച് തള്ളിയാൻ കയറി. അങ്ങനെ പിടിച്ചാൻ കയറി. എന്നെ കാണാൻ വന്നപ്പോഴും സഹകരിക്കണം ആവൂന്നൊക്കെ എന്നെ കാണാൻ വന്നപ്പോൾ 5-6 പേര് രാത്രി 8:50, ഇന്ന് രാവിലെ 8:50, 8:50 വന്ന് തട്ടി. ഓക്കെ, ഞാൻ തുറന്നപ്പോൾ ഇവർ ഇടിച്ചങ്ങ് കയറി. ആരും യൂണിഫോമില്ല. ഇത് യൂണിഫോം അല്ല, യൂണിഫോം ഇല്ല, ഓൺലി മറ്റേ ഷൂ മാത്രം, ഒഫീഷ്യൽ ഷൂ. പോലീസ് സഹകരിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മെയ്ഡ് അവിടെ നിന്ന് പാകം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിങ്ങനെ പുറത്തു വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിത് പ്രതീക്ഷിച്ചതാണെന്ന് പറഞ്ഞു. അപ്പം പ്രതീക്ഷിച്ചതാണെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ എൻ്റെ വൈഫിനെ കൊണ്ട് ഇവരിങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം അന്ന് ഈ കത്തിയോർച്ച വിഷയമായിട്ട് അവരിട്ട പോസ്റ്റ് 100% അവരെ ഹാൻഡ് റൈറ്റിംഗ് അല്ലത്. ഹാൻഡ് റൈറ്റിംഗ് മീൻസ് അവരുടെ വാക്കുകളല്ല, അത് എഴുതി കൊടുത്തത് കോപ്പി പേസ്റ്റ് ആണ്. അതിലെന്താ അവർ പറഞ്ഞിരിക്കുന്നത്? ഞാൻ മലപ്പുറത്ത് പറ്റിച്ചു, കാലിക്കറ്റ് പറ്റിച്ചു, എറണാകുളത്ത് പറ്റിയിട്ട് ആരെങ്കിലും വന്നപ്പോൾ ഇതുവരെ ഇത്രയും വലിയ ഇഷ്യൂ ആയിട്ട് അങ്ങനെ. അപ്പം അവരെ കൊണ്ട് അപ്പോൾ അവരൊരു കേസ് പല സ്ഥലത്തും, ഇപ്പോൾ ഇൽ പാലസിലൊരു പറ്റി FIR ഉണ്ട്. അപ്പം ഇങ്ങനെ പല സ്ഥലത്തും കൊടുക്കുകയാണല്ലോ. അപ്പം അതിലേതെങ്കിലും ഒരു പോലീസുകാർ വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും നിങ്ങൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു പോകുന്നു വിചാരിച്ചില്ല. അങ്ങനെ വന്നു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് റെഡിയാവും, ഭക്ഷണം കഴിക്കാൻ. അതൊക്കെ കഴിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി. പക്ഷേ ഇവർ ഡ്രസ്സ് പോലും എടുക്കാൻ സമ്മതിച്ചില്ല. ഒരു സെറ്റ് എടുത്താൽ മതി, നീ നാളെ രാത്രി ഇവിടെ എത്തും. നാളെ രാത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞു. നാളെ രാത്രി ഇവിടെ എത്തും.
അതുകൊണ്ട് ഒന്നും പഠിക്കണ്ട. അതുകൊണ്ട് എങ്ങനെയാണ് സാറേ പോകുന്നത്? അത് താഴെ വെഹിക്കിൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അറിയുന്നില്ല ഇവരെ വെഹിക്കിളാണ്, പ്രൈവറ്റ് വെഹിക്കിളാണ്, ഇവർ കൂടെ ഉണ്ട് എന്നൊന്നും. താഴെ ഞാൻ ഈ ഡ്രസ്സൊക്കെ മാറ്റി ഭക്ഷണം കഴിച്ച് താഴെ ഇറങ്ങുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഡ്രൈവറും പാർക്കിങ്ങിൽ എൻ്റെ കാറുണ്ട്, ഓപ്പൺ ഏരിയയിൽ വലിയൊരു ബ്രാൻഡ് ന്യൂ SUV ബ്ലാക്ക് കളർ. ഇവരെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. ഇവരാണോ പരാതിക്കാർ? അപ്പോഴാണ് പറയുന്നത്, നീ ഇവരുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങി പറ്റിച്ചില്ലേ ശ്രീജിത്ത്? ആര് പറ്റിച്ചെന്ന് പറഞ്ഞു. ഞാൻ ആരുടെയാണ് കാശ് വാങ്ങിയിരിക്കുന്നത്? അവർ കമ്പനിയിലല്ലേ കാശ് ഇട്ടിരിക്കുന്നത്. അതൊക്കെ പിന്നെ പറയാം, നീ കയറി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ കയറ്റി. പിന്നെ അവരും കയറി. നിങ്ങളോടൊന്നും പറയുന്നില്ല? ഒന്നും ഉണ്ടെന്നില്ല, ഒരക്ഷരം ചോദിച്ചില്ല. ഞാനൊന്നും ചോദിച്ചില്ല. പിന്നെ നേരെ വണ്ടി മുഖപ്പേർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ മുഖപ്പേർ എന്ന് പറഞ്ഞ ഏറ്റവും പുറകിലിരുത്തി ഞാനും പുറകിൽ. അങ്ങനെ മുഖപ്പേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതെങ്ങനെയാണ്, എന്താണ് ഇത് കേസ്? അത് ഞങ്ങൾ 15-ാം തീയതി FIR ഇട്ടിട്ടുണ്ട്. FIRന്റെ കോപ്പിയൊക്കെ ഇത് വരുന്നത് 31-ന്. FIRക്ക് എനിക്ക് കോപ്പി തരേണ്ടി വരും. നിങ്ങൾ 2 പേരാണ് പ്രതികൾ. ഞാൻ വെച്ചാൽ രണ്ടാമത്തെ ആളാരാ? അതൊരു സർവണ്ണ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സർവണ്ണ അപ്പം നിങ്ങൾ പിടിക്കുന്നില്ലേ? അല്ല, ഇപ്പം സർവണ്ണ ആവശ്യമില്ല, ഇപ്പം നമുക്ക് നീ മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കമ്പനിക്ക് വേറെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ കൊച്ചി, അവരൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നീ കൂടുതൽ സംസാരിക്കരുത്, മിണ്ടാതിരുന്നോളണം എന്നൊക്കെ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു, ഞാൻ മിണ്ടാതിരുന്നു. അപ്പോൾ ഈ സർവണ്ണ വീട് വഴിയാണ് ഇവർ മുഖപ്പേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഫ്രഷ് ആവാൻ പോകുന്നത്. അത് ഇവരാരുടെയോ റിലേറ്റീവിൻ്റെ വീടാണ്. അപ്പം ഞാൻ കാറിൻ്റെ അകത്തിരുന്ന് ഇവർ ഓരോരുത്തരായിട്ട് പോയി ഫ്രഷ് ആയി. ആ സമയത്ത് അവരെ കയ്യിലാണ് ഫോണ്, തന്നിട്ടില്ല. പിന്നെ ഫോണ് തന്നത് നമ്മൾ ഹൈവേയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയപ്പോൾ. ഫോൺ തന്നില്ല, വെച്ചിട്ട് പോയി. അല്ല, തന്നു മീൻസ് പിന്നെ ഓൺ ചെയ്യരുത്, അവിടെ പിടിയെന്ന് പറഞ്ഞു. ഈ റൈറ്ററുടെ കയ്യിലാണ് ഫോണുള്ളത്, അവിടെ പിടിച്ചോന്ന് പറഞ്ഞു. പിന്നെ പക്ഷേ ഓൺ ചെയ്യരുത്, ആരെയും വിളിക്കരുത്, ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ, കാരണം ഐഫോണാണ്, ഒന്ന് പുതിയതാണ്, 16ആണ്, ഒന്ന് 13. ഇവർക്ക് എന്തെങ്കിലും പൂനാട്ടം പോയിട്ടുണ്ട് സമാധാനം പറയേണ്ടി വരുമെന്ന് തന്നതായിരിക്കാം. ആ സമയത്താണ് നിങ്ങൾക്ക് പിന്നെ എൻ്റെ ഒരു സുഹൃത്തിന്, നമ്മളെ ഫാമിലിയിലുള്ള ഒരാൾക്ക് 3 പേർക്കായിട്ട് അയക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ പിന്നെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിന്. പക്ഷേ അത് അപ്പോഴത്തേക്ക് തന്നെ ഇത് ഞാൻ ഇയാൾ ഇറങ്ങി വരുമ്പോൾ ഞാൻ വീണ്ടും എയറോപ്ലെയിൻ മോഡ് ആക്കിക്കരുത്, എന്നെ കാണാൻ വേണ്ടി അറിഞ്ഞില്ല. അങ്ങനെയാണ് ഞാൻ വിവരം അറിയുന്നത്. അതെ, വക്കീലിനെ അറിയിക്കുന്നത്. അതെ. ശരി. എന്നിട്ട് അങ്ങനെ ഇവർ ഓരോരുത്തരായിട്ട് അവിടുന്ന് ഫ്രഷ് ആയി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് സർവൻ്റെ നമ്മളെ സെക്കൻഡ് ഡയറക്ടർ വീട് വഴിയാണ് പോകുന്നതെന്ന് പറഞ്ഞു, നിങ്ങൾ മുഖപ്പേരിലേക്ക്. അപ്പോൾ ഇവർക്ക് വഴി അറിയില്ല. ഞാൻ ആ വഴി പറഞ്ഞു, അയാളെ പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്താ ഇവരുടെ ഉദ്ദേശം എന്ന് അറിയണമല്ലോ. ഇത് ഇവർ കാശിന് വേണ്ടിയിട്ടല്ല എന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായി. കാരണം കാശിന് വേണ്ടിയിട്ട് വരുന്ന ആളാണെങ്കിൽ ആദ്യം ഒരു നോട്ടീസ് അയച്ച് പെറ്റീഷനേഴ്സ് ഒന്നും കൂടെ വരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. ഇത് ഉദ്ദേശം വേറെയാണ്. അപ്പം അങ്ങനെ നേരെ മുഖപ്പേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടുന്ന് അങ്ങനെ പിന്നെ തിരിച്ച് ഈ റൂട്ടിൽ വരേണ്ടില്ല. ഞാനാണ് ഇവർക്ക് വഴിയൊക്കെ പറഞ്ഞു കൊടുത്തത്. ഇത് വേണ്ട, ആന്ധ്ര നിങ്ങൾ സഹായിച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അവർ സിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഇരിക്കണ്ടേ. ഏറ്റവും പുറകിലത്തെ റോലാണ് ഞാൻ ഇരിക്കുന്നത്. ഏറ്റവും പുറകിലത്തെ റോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കണം. സിറ്റിയിൽ വന്നാൽ പെടും. അപ്പം ഞാൻ പറഞ്ഞു, ഇനി സിറ്റിയിൽ വരണ്ട, ഇവിടുന്ന് ആന്ധ്ര ഹൈവേ ഉണ്ട്, ആന്ധ്ര സേലം ഹൈവേ, അതിൽ കയറി കഴിഞ്ഞാൽ ഷോർട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലേ, എന്നാൽ പിന്നെ അതിലേ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിട്ട് നേരെ ആ ഹൈവേയിൽ കയറി. അതുകൊണ്ട് സമയത്തിന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി. ഞാൻ അവിടെ നിന്ന് എന്തോ 2 ഇഡ്ഡലി എന്തോ കഴിച്ചിട്ട് ഇറങ്ങിയത്. എന്നാലും നല്ല വിഷം. ഈ ഭക്ഷണത്തിന് കാശൊക്കെ അവർ കൊടുത്തു? അതല്ല അവരാ കൊടുത്തത്. അവരല്ല, ഇവര് പെറ്റീഷനേഴ്സ് അവരാ കൊടുക്കുന്നത്. പെട്രോളും എല്ലാം അവരെന്നെ. അങ്ങനെ ഇവർ പോകുമ്പോഴാണ് പിന്നെ ഏകദേശം സേലം എത്താറാവുമ്പോഴാണ് ഇവരെൻ്റെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് GD ടൈം ചോദിക്കുന്നു. അപ്പോൾ 3:35, 3:40, 3:45 ഒഴിവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ 3:35 ചേർത്ത് എന്ന് പറഞ്ഞു. എൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തണമല്ലോ. നോക്കണം നിങ്ങൾ, 8:50 കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ആ സമയത്താണ് എൻ്റെ അടുത്ത് നോട്ടീസ് തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതെങ്ങനെയാണ് സാറേ ഞാൻ ഇപ്പോൾ ഒപ്പിടുക? അപ്പോഴാണ് ശ്രീജിത്ത് പറയുന്നത്, പിന്നെ എനിക്കിപ്പോൾ അത് ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, ഡാഷ് മോനെ നീ ഒപ്പിട്ടതിനകത്ത് നിന്നെ ചവിട്ടിക്കൂട്ടും, പറയുന്നിടത്തൊക്കെ മര്യാദയ്ക്ക് ഒപ്പിട്ടോന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ, ഈ വണ്ടിൻ്റെ അകത്ത് നിന്ന് ഇവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, അവിടെ എവിടെയും വലിച്ചെറിഞ്ഞ് ഇതാരറിയാനാ? അതൊക്കെ നിങ്ങളുടെ ഭാഗത്തെ വീഴ്ച. ഞാനൊക്കെയാണ് ഇത്രയും കാലമായിട്ട് ഒരിടത്ത് ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. എന്നെ കൊണ്ട് 3 പോലീസുകാർ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ചെയ്തു, ഞാൻ ഇതൊന്നും ചെയ്തതെന്നുള്ളത്. എത്ര പോലീസ് അങ്ങനെ കൊല്ലുമോ അവര്? അല്ല, ഇങ്ങനെയല്ല ഓരോന്ന് സംഭവിക്കുന്നത്. ഒപ്പിട്ട് കൊടുത്തു. ഇപ്പൊ അവര് വന്ന് കൂട്ടി 8:50 ടൈം എഴുതി ഒപ്പിടണമായിരുന്നു. അത് സമ്മതിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഒപ്പിടും. 8:50 8:50 ഞാൻ അറസ്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്, ഒപ്പിട. അത് പറയണമായിരുന്നു. അത് നമുക്ക് ഒപ്പിടണമെങ്കിൽ അത് ചെയ്യാം, അത് കൂടെ അവകാശം. അങ്ങനെ എഴുതി വെക്കണം ഒപ്പിടാൻ നേരത്ത്.
അല്ല അത് ഞാടെ 3 മണിന്ന് എഴുതിയ 3 എന്നുണ്ട്, അപ്പോഴത്തേക്ക് ഇവർ വലിച്ചള്ളി 3 വന്നിട്ടുണ്ട്. ഡേറ്റ് ഇട്ടിട്ട് 3 PM എന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഇട്ടപ്പോൾ ഇവർ വലിച്ചു സമയം. അത് മറ്റേ നോട്ടീസാന്ന് പറഞ്ഞു. BNS പ്രകാരം ഒരു നോട്ടീസ് തരണ്ടേ, ആ നോട്ടീസ്. പിന്നെ അവിടുന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടെ ഓഫീസിൽ വരുന്ന ഓരോ ചെറിയ നോട്ടീസ് പോലും നമ്മൾ കറക്റ്റ് ഡേറ്റും ടൈമും വെച്ച് ഒപ്പിട്ടേ മേടിക്കത്തുള്ളൂ. ഇന്ന് കോടതിയിൽ, എറണാകുളം കോടതിയിൽ ഹാജരാക്കണം പറഞ്ഞു റിപ്പോർട്ടർ ചാനലിന്റെ ഒരു സാധനം ഇന്നലെ രാത്രി വന്നു. ഞാനിന്ന് ഓഫീസിലില്ല, ഓർക്കണം ഇന്നലെ രാത്രിയിലാണ്, ഞാനിവിടെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു മേടിച്ചോളൂ, പക്ഷേ മേടിക്കുന്ന ആൾ ആരാണെന്നും ടൈമും ഡേറ്റും ഒപ്പിട്ടോളൂ, അങ്ങനെ നമ്മൾ മേടിക്കത്തുള്ളൂ. കാരണം നാളെ കേസ് കോടതി വരുമ്പോൾ ഇപ്പം ഇന്ന് എനിക്ക് വക്കീലിനെ അവിടെ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ അവന്മാർ പറയാൻ പോകുന്നത് നേരത്തെ ഡെലിവറി ചെയ്യുന്നല്ലേ. അതെ 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 അതെ. അപ്പൊ നമ്മൾ ഒരിക്കലാ എന്നിട്ടോ അങ്ങനെ എന്റെ ജീവിതത്തിൽ നിങ്ങളെ ഇപ്പൊ പറഞ്ഞല്ലോ, നിങ്ങളെ ഇത്രയും നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒന്ന് കാണുന്നത് തന്നെ. അല്ല, എന്നിട്ട് ഈ എറണാകുളത്ത് വിളിക്കുമ്പോഴാണോ സേലത്ത് വരുമ്പോഴാണോ മറുനാടൻ വാർത്ത വന്ന കാര്യം അറിയുന്നത്? അല്ല, അത് സേലൊക്കെ കഴിഞ്ഞ് ഞാൻ നേരത്തെ വാർത്ത കൊടുക്കണ്ടെന്ന് വെച്ചിരുന്നു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കൊടുക്കരുന്നതിനോട്. അതെ അതെ അതെ. അല്ല, ഞാൻ അപ്പോഴേ ബ്രേക്ക് ചെയ്തേനെ. പക്ഷെ എനിക്കറിയായിരുന്നു വാർത്ത വരുന്നു. എവിടുന്നാണ് മനോരമയിൽ കൊടുത്തത്? അത് ഇവര് പോലീസുകാർ തന്നെ അറിയിക്കുന്നു. അതായത് ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി രാജേഷ് കൃഷ്ണയോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും പിന്നിലോ. അതെ അതെ. അപ്പൊ അവരെല്ലാം അറിയുമല്ലോ, അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യല്ലേ. അതെ, അവര് കൊടുത്തതാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുമായിരുന്നു ആദ്യം തന്നെ, നിങ്ങൾക്ക് അനുകൂലമേ വന്നേനെ. അതെ. പക്ഷെ നിങ്ങൾ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തില്ല. അതാണ് ശരിക്കും പറഞ്ഞ ആദ്യത്തെ മിസ്റ്റേക്ക്. ഒരിക്കലും ഇത്തരമൊരു സംഭവം നമുക്ക് രഹസ്യമാക്കി വെക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവര് അവര് ജാഗ്രതയോടെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം, എന്നോട് വാർത്ത വേഗം കൊടുത്തോളം പറയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ട്വിസ്റ്റ് ആയേനെ. കാരണം അങ്ങനെ ഞാൻ വാർത്ത കൊടുത്താൽ നിങ്ങൾ രാവിലെ 9 മണിക്ക് എന്നെ വിവരം അറിയിക്കുമ്പോൾ 9:30 എന്നെ അറിയിക്കും തോന്നുന്നു. അപ്പൊ എന്നെ വിവരം അറിയിക്കുമ്പോൾ ഞാൻ വാർത്ത കൊടുത്തിരുന്ന ചാനലുകൾ എന്നോട് ചോദിച്ചേനെ. അപ്പൊ ഞാൻ കാര്യം പറഞ്ഞേനെ. അപ്പൊ നിങ്ങൾക്ക് അനുകൂലി ഇതെന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് തന്നെ ചാനലുകളെ അറിയിക്കുന്നു. അപ്പൊ അവര് പറയുന്ന പോലെ വാർത്ത വരും. അങ്ങനെയാണ് നിങ്ങൾ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായെന്ന് വാർത്ത വരുന്നത്. മനസ്സിലായി. അതിന് എന്നിട്ട് അപ്പൊ ഈ എന്റെ വീഡിയോ വരുന്നത് സേലം കഴിഞ്ഞ് സേലം കോയമ്പത്തൂർ ഹൈവേയിൽ എത്തിയ സമയത്താണ് വീഡിയോ വരുന്നത്. അപ്പൊ വീഡിയോ വന്നെന്ന് പറഞ്ഞിട്ട് ഈ പെറ്റീഷണറിൽ ഒരാളാണ് പറയുന്നത്, ഇതേ മറുനാടന്റെ വീഡിയോ കണ്ടു വന്ന് പറഞ്ഞപ്പോഴാണ് ഇവന് ഈ ശ്രീജിത്ത് എന്ന് പറയുന്ന ആൾ എന്റെ ഫോൺ വാങ്ങിച്ചിട്ട് എന്റെ ഫോൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ SI ഫോൺ വാങ്ങിച്ചിട്ട് കൂടുതൽ പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ വാട്സപ്പ് എടുത്തിട്ട് നിങ്ങളെ നമ്പർ എടുത്തു നോക്കി, നിങ്ങളായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? അപ്പോൾ ഞാൻ അയച്ച മെസ്സേജ് അദ്ദേഹം കണ്ട്. പിന്നെ നീ ഭയങ്കര തെറി പറഞ്ഞ് മറ്റേയാളെ ചീത്ത പറഞ്ഞു, ഇതെങ്ങനെ ഫോൺ അവന് കിട്ടിയെന്നുള്ളു. അപ്പൊ ഞാൻ അറിയില്ല സാർ, ഞാൻ വാഷ്റൂം പോകുമ്പോൾ വെച്ചിട്ട് പോയിരുന്നു, അന്നേരം എടുത്തതായിരിക്കും എന്നുള്ള അദ്ദേഹം ഒഴിവായി. അത് നിങ്ങളെ പിന്നെ ഇങ്ങെത്തുന്നത് വരെ ഇതാണ് പിന്നെ അവരൊക്കെ നിങ്ങൾക്കറിയില്ല, നിങ്ങളെ ഇത് ഇങ്ങനെയുള്ള ഇത് വെച്ചും കൊണ്ടല്ല അവനൊക്കെ ജീവിക്കുന്നത്. പിന്നെ ഈ ഇതിൽ അവരെ വരുമാനം തന്നെ ഇതല്ലേ, ഇങ്ങനെയുള്ള പിന്നെ എന്താ ഗോസിപ്പ് കേസുകൾ കൊണ്ടുവന്നിട്ട് ലൈവ് ചെയ്തിട്ട് അതിനൊക്കെ എന്ത് ക്രെഡിബിലിറ്റിയാ ചാനലിലുള്ളത്? ഇനി ഇപ്പോൾ ഇത്രയും കാലം. അപ്പം ഞാൻ ചോദിച്ചു, സാറേ നിങ്ങൾക്ക് ഇങ്ങനെയാണ് എൻ്റെ ഇൻ്റർവ്യൂലുണ്ട് എന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ അറിയുമെന്ന് പറഞ്ഞു. പിന്നെ ഈ 3 മണിക്കൂറോളം പോയിട്ട് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തെന്നാ അതിൽ അവർ അതിനെക്കൊണ്ട് കാശുണ്ടാക്കി, നിങ്ങൾക്ക് അതിനെക്കൊണ്ട് എന്താ ഉണ്ടായത്? ഇത്രയും സംഭവങ്ങൾ ഇപ്പം നീ നേരിടേണ്ട വന്നില്ലേ? നീ എന്താ? അന്നേരമാണ് ഇയാൾ ഇതൊക്കെ പറയുന്നത്. നീ പൊളിറ്റീഷ്യൻ ആവാൻ പോവാണോ? ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നുണ്ടോ? നിനക്കെന്താ ഭരണത്തിലുള്ള പാർട്ടിനെ താഴെ ഇറക്കണോ? നീ അതിനെ ഒരുങ്ങി തിരിച്ചതാണോ? എന്താ എനിക്ക് കാശ് കൊടുത്തു ചോദിച്ചു. എത്ര കാശ് കൊടുത്തു? അത് പല പ്രാവശ്യം ചോദിച്ചു. എത്ര കാശ്? ഞാൻ പറഞ്ഞു, ഞാൻ സത്യം നിങ്ങൾക്ക് ഞാൻ എൻ്റെ എവിടെ വേണമെങ്കിലും ഞാൻ സത്യം ഇടാൻ തയ്യാറാണ്. ഞാൻ ഒരു കാശ് കൊടുത്തിട്ടില്ല. ഞാൻ 1-2 പ്രാവശ്യം പോയതൊന്നും അദ്ദേഹം ചെയ്യാൻ തയ്യാറില്ല. മൾട്ടിപ്പിൾ ടൈംസ് പോയി അയാൾ കഥകളൊക്കെ അദ്ദേഹം മനസ്സിലാക്കി, കാര്യങ്ങളൊക്കെ കണ്ട് എവിഡൻസ് ഒക്കെ ബോധ്യമായതിനു ശേഷം മാത്രമാണ് തയ്യാറായത് എന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞപ്പോൾ പിന്നെ നിർത്തി. അയാൾ ഈ കാശിന്റെ കാര്യം ചോദിക്കുന്ന കാര്യം എന്തറിയോ? ശ്രീജിത്ത് നാളുടെ പേര്. അതെ അതെ, വളരെ കൃത്യമായിട്ട് പറയാം. കൈക്കൂലിയുടെ രാജാവായതുകൊണ്ടാവാം. ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഞാൻ അയാളെ കുറിച്ച് ഇത് കേട്ടപ്പോൾ ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഈ സൗത്ത് പോലീസ് സ്റ്റേഷൻ SI എന്ന് പറയുന്ന ആള് അന്തം കമ്മി നമ്മൾ പറയത്തില്ലേ, CPM എന്തും ചെയ്യും, എവിടെ ചിക്കിലിട്ടിയാലും കിട്ടും. അതുകൊണ്ടാണ് അയാൾ കാശ് മേടിക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവർ കാണുമ്പോൾ അയാൾ കാശ് മേടിക്കുന്ന പോലെ തന്നെ ഇനിയുണ്ടല്ലോ, ഒരു കരിയർ ജീവിതകാലം കൂടി ഉണ്ടല്ലോ. അല്ല, അത് മാത്രമല്ല, അദ്ദേഹം ഇത്രയും ഇത് ഇപ്പൊ ഇന്നലത്തെ നിങ്ങളെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതായത് ഒരു അഡ്വക്കേറ്റിനെ കസ്റ്റഡി ആയിട്ട് വന്നു. എത്രമാത്രം ആ പെറ്റീഷണർ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു FIR അപ്പൊ അത് എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഈ പറയുന്ന പണം നഷ്ടപ്പെട്ട ആളുടെ ബ്രദറാ, യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അയാൾ എന്നെ ഹാഷിം എന്നാണ് പേര്.
ഈ ആ പൈസ അടിച്ചു മാറ്റിയിട്ട് പോലീസ് കേസെടുക്കത്തില്ല. നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ പോയി, നിരവധി തവണ കൊടുക്കും, പോലീസ് കേസെടുക്കത്തില്ല. സിവിലാണ്. അപ്പൊ എന്റേതോ ഇത് യഥാർത്ഥ സിവില്. അത് ശരിക്കും പേഴ്സണൽ അക്കൗണ്ടിൽ കൊടുത്തിട്ട് തട്ടിപ്പ് തന്നെയാണ്. യഥാർത്ഥ നിങ്ങളെ വാർത്തന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ 100% തട്ടിപ്പാണത്. കാരണം അതും എങ്ങനത്തെ തട്ടിപ്പ്, ഒരു ഡിവോഴ്സ് ആയിട്ട് ഒരു ഡിവോഴ്സ് ആയിട്ട് അവർക്ക് കൊടുക്കാൻ വെച്ച സെറ്റിൽമെന്റ് പണം, അത് യഥാർത്ഥ തട്ടിപ്പല്ല. അതിന് നിങ്ങൾക്ക് പോലീസ് FIR ഇടാൻ 3-ൽ കൂടുതൽ പ്രാവശ്യം ഹൈക്കോടതിയുടെ ഓർഡർ, എന്നിട്ട് ഹൈക്കോടതി ഓർഡർ ഇട്ടിട്ടും അതിൽ സാങ്കേതിക കാരണങ്ങൾ തള്ളിക്കളയാൻ ഇഫ് നെസസറി ഉള്ളത് കൊണ്ട് ചെയ്തില്ല. അപ്പൊ അവര് നെസസറി. അപ്പൊ എന്റെതിലോ അപ്പൊ ഇതില് പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ അല്ലാതാണ് ഈ ശ്രീജിത്തുമാരെ പോലുള്ളവരാണ് കേരള പോലീസിനെ നശിപ്പിക്കുന്നത്. എനിക്ക് പോലീസോട് നല്ല ബന്ധമാണ്. വളരെ എനിക്ക് പോലീസ് ഓഫീസർമാര് CI-മാരാണെങ്കിലും DSP-മാരാണെങ്കിലും എനിക്കൊരു 100 പേരെങ്കിലും പേഴ്സണൽ പരിചയം കാണും. ഓക്കെ. കേരള പോലീസിൽ 100-150 CI-മാരെയും ഒരു 50-100 DSP എനിക്ക് പരിചയമുണ്ട്. ഒരുമാതിരിപ്പെട്ടവരെല്ലാം മാന്യന്മാരാണ്. പക്ഷെ ഈ ശ്രീജിത്തിനെ പോലുള്ള ചില അലവലാദികളുണ്ട്. അതെ അതെ. ഈ അലവലാദികളാണ് കേരള പോലീസിന്റെ മാനം കളയുന്നത്. എന്നിട്ട് പിന്നെ സ്റ്റേഷനിൽ എത്താൻ പിന്നെ അവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് യാത്ര തന്നെ. യാത്ര പുലർച്ചെ 2 മണിയായി എന്നെ GH കൊണ്ടുവന്ന് മെഡിക്കൽ ചെയ്ത് ആദ്യം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്കാണ്? അല്ല, മെഡിക്കൽ ആദ്യം നേരെ വന്ന് വെച്ചാൽ അങ്കമാലി എത്തിയപ്പം ഡ്രൈവർ ഇറങ്ങി അവിടെ. അപ്പൊ ഡ്രൈവർക്ക് ഇവരെ കാശ് കൊടുത്ത് മേടിച്ചാ? എത്ര രൂപ കൊടുത്തു? 5000 6000 എന്തോ കൊടുത്തു. അതുപോലെ മറ്റൊരു കൊടുത്തു പരാതിക്കാരൻ. കൊടുത്ത് സെറ്റിൽ ചെയ്ത് ഡ്രൈവർ പോയി. ഈ പോലീസുകാരിൽ ഒരാൾ വണ്ടി ഓടിച്ചു നേരെ GH അവിടെ കൊണ്ടുവന്ന് ഇറക്കി. GH എന്ന് പറഞ്ഞാൽ നമ്മളെ ജനറൽ ആശുപത്രി മെഡിക്കൽ എടുക്കാൻ. ആ സമയത്ത് GH തൊട്ട് മുമ്പിൽ ഇവരുടെ ജീപ്പ് വന്ന് നിന്ന് അവിടുന്ന് എന്നെ ജീപ്പിലേക്ക് മാറ്റി. പിന്നെ പോലീസ് ജീപ്പിലേക്ക് മറ്റവരാ വണ്ടി എടുത്ത് പോയി 2 പേര്. പിന്നെ അവരെ കണ്ടിട്ടേ ഇല്ല. നേരെ GH കൊണ്ടുപോയി ഇത് ചെയ്തു. കൊണ്ടുവന്ന് 2 മണി ഏകദേശം ആയി. നമ്മളെ ഇവിടെ കയറ്റുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറ്റുമ്പോൾ കംപ്ലീറ്റ് ചാനൽസ് അവിടെ ഉണ്ട്. അർദ്ധരാത്രി മിഡ്നൈറ്റ് 2 മണിക്ക്. എന്നിട്ട് എന്നെ അകത്ത് കയറ്റി. അപ്പം ഇവർക്ക് വിഷം നഷ്ടപ്പെട്ട് ഞാൻ വേഗം അങ്ങ് അകത്ത് കയറി. അപ്പം ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറയുന്ന ആളുണ്ട്, ക്യാമറ ആടെ മീഡിയ ഉണ്ട്, നീ ഇത് ചെയ്യാൻ നിൽക്കുന്നത് പെട്ടെന്ന് അകത്ത് കയറിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്നേരമൊന്നും ഞാനൊന്നും പറയാൻ നിന്നില്ല. കൂടുതൽ വഷളാവണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അകത്ത് കയറിയപ്പം ഇവർക്ക് കിട്ടണം കൂടുതൽ. അപ്പം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നത് വെച്ചാൽ ഈ ഒരു വിൻഡോ ഉണ്ട് ലോക്കപ്പിന് നേരെ, അത് പുറത്തെ വിൻഡോ ആണ്. ഈ വിൻഡോൻ്റെ കേട്ടൺ പൊക്കി കൊടുത്തിട്ട് അവർ ആ വിൻഡോൻ്റെ അവിടെ വന്നിട്ട് ഫോക്കസ് ചെയ്യുക ക്യാമറ ലോക്കപ്പിലേക്ക്. അപ്പം ലോക്കപ്പിൻ്റെ അകത്ത് ഞാനുണ്ട്. പക്ഷെ ഞാൻ ചെന്നപ്പോഴേ ലോക്കപ്പിലിട്ടു. നേരെ ലോക്കപ്പിലിട്ടു. നിങ്ങളപ്പം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല? ഇല്ല, ലോക്കപ്പിലിട്ടു. അപ്പൊ ലോക്കപ്പിൽ നിന്ന് ക്യാമറക്കാർക്ക് ലോക്കപ്പിൽ നിന്ന് എടുക്കാൻ അവസരം കൊടുത്തു. ലോക്കപ്പിൽ നിന്ന് എടുക്കാൻ അവസരം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്റ്റേഷന്റെ അകത്ത് ക്യാമറയും കൊണ്ട് കയറാൻ പറ്റില്ലല്ലോ. പക്ഷെ ലോക്കപ്പിന്റെ നേരെ മുമ്പിൽ ഒരു വിൻഡോ ഉണ്ട്. ആ വിൻഡോ കേട്ടൺ ഇട്ടിരിക്കുകയാണ്. അത് മാറ്റി കൊടുത്തു. അത് സ്ക്രോൾ ചെയ്തിട്ട് ഇത് ചെയ്ത് കൊടുത്തു. അപ്പോൾ പൊക്കി കൊടുത്തപ്പം അവർക്ക് ഗ്ലാസ് ഡോറാണ്. പിന്നെ ഡോർ ക്ലോസ്ഡാ. ഗ്ലാസ് ഡോറിൽ വെച്ചിട്ട് അവർ ലോക്കപ്പ് ഫോക്കസ് ചെയ്ത് എടുത്തു. അതുണ്ടല്ലോ ലോക്കപ്പിലുള്ള വീഡിയോസ്. പിന്നെ പിറ്റേ ദിവസം ആ ലോക്കപ്പ് ഇറക്കുന്നത് 12:30 മണിക്കാണ്. അതുവരെ കിടന്ന അവിടെ തന്നെ. അപ്പൊ ഞാൻ ചോദിക്കണത്, കാലത്ത് എന്റെ പ്രതികളുണ്ടായിരുന്നു. അർദ്ധരാത്രിയിൽ ഒരാൾ വന്നു. അയാൾ എന്നെ പിടിച്ചു പറയോ? മോഷണോ? അല്ല, അർദ്ധരാത്രിയിൽ വന്നത് ഇത് മറ്റേ അതൊരു പെണ്ണ് കേസാണ്. അല്ല, നിങ്ങൾ 3 മണിയായില്ലേ ചെല്ലുമ്പോ? അതായത് മീൻസ് ഞാൻ അവിടുന്ന് ഒന്ന് ഇരുന്ന് മയങ്ങിപ്പോയി. അപ്പോൾ വേറൊരാൾ തുറക്കുന്ന ഒച്ച കേട്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ വാച്ചൊന്നും ഇല്ലല്ലോ. 4 മണി എന്തോ ആയിട്ടുണ്ട്. എന്തോ പെണ്ണ് കേസ് എന്തോ ആണ്. അയാൾ മിണ്ടിയിട്ടൊന്നുമില്ല. അയാൾ അവിടെ ഇരുന്നു. എന്നിട്ട് നിങ്ങൾ ടോയ്ലറ്റിൽ പോകാനോ കുളിക്കാനൊന്നും സൗകര്യം തന്നില്ല. നിങ്ങൾ മുള്ളാമുണ്ടെങ്കിലോ? ഇല്ല. അപ്പോൾ ഞാൻ പിന്നീട് കോടതിയിൽ പോകുന്ന സമയത്താണ് പോയത്. അതുവരെ അവിടെ ഇരുന്നു. എത്ര മണി വരെ? 12:30 വരെ. ഉച്ചയ്ക്ക് 12:30 വരെ. ഭക്ഷണം തന്നില്ല? ഭക്ഷണം എൻ്റെ കാലത്ത് എൻ്റെ റിലേറ്റീവ് വന്നപ്പോഴാണ് വാങ്ങിച്ചത്. ഫർമീസ് ഇല്ലേ, ഫർമീസ് വന്നപ്പോൾ ഫർമീസാണ് ഭക്ഷണം വാങ്ങിച്ചത്. അതുവരെ ഭക്ഷണം തന്നില്ല, ഒന്നും തന്നില്ല. പല്ല് തേക്കാൻ സൗകര്യം തന്നില്ല, വെള്ളം മാത്രം, ഒന്നും തന്നില്ല. ടോയ്ലറ്റ് പോകാൻ ഒന്നും തന്നില്ല. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ഇതുണ്ട്. ടോയ്ലറ്റ് പോകാൻ പറ്റില്ല. അല്ല, അവിടെയൊന്നും നമ്മളെ പോലത്തെ ആൾക്കാർ ലോക്കപ്പിലൊക്കെ ഇരുന്ന് കളയാമല്ലായിരുന്നു. അവന്മാർ നയിക്കുന്നത് ഞാനറിഞ്ഞ് ചെയ്തേ. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ തൂണിയും പുള്ളിയും വെച്ചാലേ അല്ലവര് അമർത്തിട്ട് എന്നെ അടിക്കും. നമുക്ക് ടോയ്ലറ്റിൽ പോകാൻ സൗകര്യം ഒരുക്കി തന്നിട്ട് പിന്നെ എന്നാ ചെയ്യേണ്ടത്? എന്നെ കൊണ്ട് അന്ന് രാത്രി പിടിച്ചോണ്ട് പോയില്ലേ? ഞാൻ ചോദിച്ചു. എന്നെ പിടിച്ചോണ്ട് എന്നോട് അമ്മാരെ കസേര ഇരിക്കാൻ അവിടെ ഇരിക്കാൻ പറയുമ്പോൾ ഒരു പോലീസുകാരനെ പിടിച്ചില്ല. ഞാൻ നിലത്തിരുന്നു.
അപ്പോഴത്തേക്കും ഓഫീസർ വന്നിട്ട് കസാര ഞാൻ പിന്നെ നിങ്ങളുടെ കസാര ഇരിക്കുന്നു, നിലത്തെ ഇരിക്കുന്നു. അപ്പൊ ഞാൻ നിലത്തിരുന്നു. എന്നാ ചെയ്യുന്നത്? നമ്മൾ നിലത്തിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് പുഷപ്പ് ചെയ്തു. എന്നെ ഒരു 9-9:30 ഞാൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും 9:30 ഞാൻ പുഷപ്പ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അവിടെ ചെയ്യാനിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങൾ ഉത്തരം തരാൻ പറഞ്ഞു. ഞാൻ അവിടെ പുഷപ്പ് എടുത്തു. എനിക്ക് ചെയ്യാന്നൊക്കെ ഞാൻ കാണിച്ചു. നിങ്ങൾ ടോയ്ലറ്റിൽ പോകാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങൾ അവിടെ ടോയ്ലറ്റിൽ പോകണം. അതാണ് ചെയ്യേണ്ടത്. എന്നെ ചെയ്തത് വൃത്തികേട് കാണിച്ചാൽ പിന്നെ ചെയ്യേണ്ടത്. നമുക്ക് തോന്നണ്ടതല്ലോ. ടോയ്ലറ്റിൽ പോകാനൊന്നും വൃത്തികേട് കാണിക്കുന്നവർ തിരിച്ച് വൃത്തികേട് തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് രാവിലെ 9:45 12:30 വരെ അവിടെ ഇരുന്നു. 12:30 വരെ അതന്നെ ഇവരെ നോക്കൂ. പിന്നെ 12:30 വരെ ഒന്നും കൊണ്ടുപോകണ്ടെന്ന്. മോർണിംഗ് തന്നെ ഇവർക്കെല്ലാം റെഡിയാണ്. മോർണിംഗ് തന്നെ കൊണ്ടുപോവാം. പക്ഷെ ആ സമയത്ത് കൊണ്ടുപോകാൻ വേണ്ടി അവർ പുറത്തിറക്കി നേരെ വീണ്ടും GH കൊണ്ടുപോയി മെഡിക്കലെടുത്ത്. എന്നിട്ടാണ് നേരെ ഈ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകുമാണ് ഇവരെന്ത് ചെയ്തതെന്ന് കഴിഞ്ഞാൽ ലോക്കപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നിട്ട് മെയിൻ ഡോറിൻ്റെ അടുത്ത് നിർത്തി. അപ്പോൾ കാലത്ത് 10-11 മണിയായിട്ടൊന്നും മീഡിയ ഒന്നും ഇല്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ മീഡിയ ഒന്നും കാണാത്തത് ബഹളം. അപ്പോൾ ഇവർ ആദ്യം എല്ലാം പ്ലാൻഡാ ഇത്ര മണിക്കേ കൊണ്ടുപോകുന്നുള്ളത്. കറക്റ്റ് 11:50 11:40 45 ആകുമ്പോഴാണ് മീഡിയകൾ വന്നു തുടങ്ങിയത്. മനസ്സിലായി പോകാറായി എന്നുള്ളത്. അപ്പോൾ മീഡിയകൾ വന്ന് വേറെ ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഇവർ നേരെ എന്നെ ഇറക്കി ആ മറ്റേ മെയിൻ ഡോറിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് ഹാൻഡ്കഫ് ചെയ്തു, വിലങ്ങ് വെച്ച്. അപ്പോൾ ക്യാമറകൾ ലൈവ് ഓടുകയാണ്. ഇപ്പം ഞാൻ ഇതെന്തിനാ ചെയ്യുന്ന പോലീസുകാരൻ? അതൊരു സാധാ പോലീസുകാരനാണ് ചെയ്യുന്നത്. സാറേ അതൊക്കെ മുകളിൽ നിന്നുള്ള ഓർഡർ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, ഇപ്പോൾ പിന്നെ ആ പാവത്തിനോട് കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പുള്ളിക്കാരനും എന്തൊക്കെയോ മനസ്സിലായി ഈ മീഡിയകളെല്ലാം ഇതെല്ലാം കാണുമ്പോൾ. അപ്പോൾ പുള്ളി പിന്നെ കോർട്ടിലെത്തിയപ്പം എൻ്റെ അടുത്ത് അവിടെ 1-2 പോലീസുകാരുണ്ടായിരുന്നു. അതിൽ 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് 10-ാം തീയതിയാണ് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ 10-ാം തീയതി കംപ്ലയിൻറ്റ് വന്ന് കംപ്ലയിൻറ്റ് പ്രോസസ്സ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങളെ ഫോണ് ട്രാക്കിൽ ഇട്ടപ്പോൾ നിങ്ങൾ ദുബായിലാണ്. പിന്നെ ഞങ്ങൾ 1-2 കേസിൽ ബിസിയായി. അങ്ങനെ 15-ാം തീയതി FIR ഇട്ടിട്ട് 16-നോ 17-നോ ഞങ്ങൾ വരാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അവർക്ക് വീണ്ടും ഒരു ഓർഡർ വന്ന പോലെ ഒരു പടം റിലീസ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പം ചെയ്യേണ്ട. അപ്പോൾ 17-ാം തീയതിയാണ് പാതിരാത്രി എന്നുള്ള പടം റിലീസ്. മനസ്സിലായില്ലേ? അപ്പോൾ കഥകളിങ്ങനെ അറിഞ്ഞു തുടങ്ങി ഞാൻ. പാതിരാത്രി എന്ന് പറയുന്നത് എൻ്റെ മുൻ ഭാര്യയുടെ രണ്ടാമത്തെ ഇപ്പോഴത്തെ പടം. അത് 17-ാം തീയതി ഒക്ടോബർ 17 ഇറങ്ങി. അത് ഇറങ്ങിയ വന്ന പോലെ തന്നെ പോയിന്. കാര്യമായിട്ടൊന്നുമില്ല. അതിൽ നവ്യ അവരുടെ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പടം പോരാ. അങ്ങനെ പോയി. ഇവർ പറഞ്ഞു 17-ാം തീയതി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പടം റിലീസ് ഉണ്ട്, ഉടനെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഹോൾഡ്. പിന്നെ ഇതൊക്കെ വിളിച്ച് ഇവർക്ക് അറിയിക്കുന്നത് പിന്നെ ഈ പെറ്റീഷണറും പിന്നെ മുകളിൽ നിന്ന് ഏതോ ഒരു ഉദ്യോഗസ്ഥനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെറ്റീഷണർക്ക് ഇവരറിയാതെ പടം റിലീസൊന്നും അറിയാൻ പറ്റില്ലല്ലോ. ഇവരായിട്ട് വന്നിട്ടുണ്ട് എന്നല്ല അർത്ഥം. പിന്നെ ഇവർക്ക് രണ്ടാമത്തെ നിർദ്ദേശം വരുന്നത് 20-ാം തീയതിയാണ്. അപ്പോൾ ദീപാവലിൻ്റെ അന്ന് ഞാൻ ദുബായിൽ നിന്ന് 12 തിരിച്ചെത്തി. ഞാൻ ദീപാവലി അവിടെ കഴിഞ്ഞ് അവിടുന്ന് ഞാൻ തേനി വഴി ബോഡിനായക്കന്നൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് തമിഴ്നാട്ടിൽ. അവിടെ വരെ ഇപ്പോൾ ട്രെയിൻ സർവീസ് ഉണ്ട്. ഇടുക്കി വരാൻ ഏറ്റവും എളുപ്പം അതാണ്. ചെന്നൈയിൽ നിന്ന് ആഴ്ചക്ക് 3 ട്രെയിൻ ഉണ്ട്. ഈ ട്രെയിനിൽ ഞാൻ ബോഡിനായക്കന്നൂരിലേക്ക് വരിക അന്ന് രാത്രി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ദുബായിലുള്ള റിക്രൂട്ട്മെൻറ്റ് കമ്പനിയുടെ ബോസ് അവിടെ വന്നിരുന്നു. ട്രീറ്റ്മെൻറ്റ് അല്ല, നമ്മളെ ക്ലയൻറ്റ് ട്രീറ്റ്മെൻറ്റിന് വന്നിരുന്നു. പുള്ളിനെ കാണാൻ പോയതാണ്. പുള്ളിനെ കാണാൻ പോയ സമയത്ത് എന്നിട്ട് അവിടുന്നാണ് ഞാനിങ്ങനെ തിരിച്ച് പത്തനംതിട്ട വഴി. അപ്പോൾ ഇവർ ഈ ട്രാക്കിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല. ഞാനിങ്ങനെ ട്രെയിനിൽ മധുര വഴി ഇങ്ങനെ പോകുന്നു. പിന്നെ ഇടുക്കിയിലെത്തുന്നു. ഇടുക്കിയിൽ നിന്ന് അങ്ങനെ പത്തനംതിട്ട വരുന്നു. അവിടെ നിന്ന് അങ്ങനെ എറണാകുളം രാജകൃഷ്ണയുടെ വീട്ടിൽ പോയി. അതൊക്കെ അതിബുദ്ധിയായി പോയി. അവർക്ക് വാശി കൂടും. അല്ലല്ല, ഞാൻ സത്യത്തിൽ അവിടെ പോയത് എന്താണെന്നറിയാം, വാശിയൊന്നുമല്ല. എനിക്ക് ആ അച്ഛനെ റിസ്ക് എടുത്ത്. കാരണം വീട്ടിൽ കയറി അറ്റാക്ക് ചെയ്യുന്ന പോലെ പറഞ്ഞിട്ട് കേസ് കൊടുത്തായിരുന്ന സംഭവം മാറിയാണ്. നിങ്ങൾ അവിടെ വീട്ടിൽ കയറുമ്പോൾ നിങ്ങളോട് വിരോധമാണല്ലോ. അതെ. അപ്പോൾ നിങ്ങൾ ആ വീട്ടിൽ കയറി കടന്നാക്രമിച്ച് അറ്റാക്ക് ചെയ്ത് അവിടുന്ന് മോഷണം നടത്തിയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കേസ് വന്നായിരുന്നെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അങ്ങനെ കേസ് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആള് ദേശാഭിമാനിയുടെ അവിടുത്തെ റിപ്പോർട്ടറായിരുന്നു. അതെ. അയാളോടുള്ള ഒരു കരുണ കൊണ്ട് വിട്ടുകളഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. വളരെ നല്ല രീതിയിലാണ് ഞാൻ അവിടെ സംസാരിച്ചത്. അതിനകത്തും കഥയൊന്നുമില്ല. നിങ്ങൾ ആരുടെ നിങ്ങളുടെ ഏറ്റവും വലിയ അല്ല, ഞാൻ സത്യത്തിൽ പോയത് എന്താണെന്നറിയാം, എനിക്ക് അവൻ്റെ അച്ഛനെയും അമ്മനെയും കാണണമെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം അവരുടെ അടുത്ത് എന്തെങ്കിലും കേസ് കൊടുത്താലും സാറില്ല, 2 വാക്ക് പറയണമെന്നില്ല. പക്ഷേ അവിടെ പോയിട്ട് കണ്ട നിസ്സായ അവസ്ഥയിൽ ഒരു വളരെ പച്ചപ്പാവായ അച്ഛൻ. അല്ല, എന്തോ നല്ല ഉദ്യോഗസ്ഥനെ കണ്ടായിരുന്നു ഫാദർ. കോളേജ് അധ്യാപകൻ. ഇപ്പോൾ അസുഖം ബാധിച്ച് കിടക്കുകയാണ്. എന്തോ രാജേഷ് നായർ ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ല. രാജേഷ് അദ്ദേഹം ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? രാജേഷിന്റെ സുഹൃത്താന്ന് പറഞ്ഞപ്പോൾ ഒറ്റ ചോദ്യം, നിനക്ക് എത്ര വർഷമായിട്ട് അവൻ അറിയാം? സാധാരണ ഒരു മക്കളെ സുഹൃത്തുക്കൾ ഒരു വീട്ടിൽ വരുമ്പോൾ അച്ഛന്മാർ ചോദിക്കുന്ന ചോദ്യമാണ് അത്.
അപ്പോൾ അതിൽ തന്നെ ഉണ്ടല്ലോ അധികകാലം ഇനി സുഹൃത്തുക്കൾ നിൽക്കില്ല എന്നുള്ളത്. പിന്നെ ഈ പറയുന്ന ആൾക്കാർ എന്നെ പത്തനംതിട്ടയിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ കണക്ട് ചെയ്ത് തന്നു. അവിടുത്തെ ഒരു മകനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ല, ഒന്നും പറയില്ല, ഒന്നും പറയില്ല. ആ ഒരു വാക്ക് മാത്രം. അമ്മയാണ് പിന്നെയും കൂടുതൽ പറയുന്നത്. അവനവിടെ ഷൂട്ടിംഗ് തിരക്കിലാണ്, ഇങ്ങനെയാണ് എന്താ വന്നത്. അല്ല ഞാൻ പറഞ്ഞു പച്ച LIC അവർക്ക് മനസ്സിലായില്ല. ഇല്ല അറിയുന്നേ. എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ്. അപ്പൊ ഇവൻ ക്യാമറ നോക്കി കാണും ആള്. ഇപ്പം LIC ഏജന്റായ അമ്മ. എനിക്കൊന്ന് സുനിലിന്റെ വണ്ടി കണ്ടെന്ന് തോന്നുന്നു. സുനിലിന്റെ വണ്ടി കണ്ടു കാണും, ക്യാമറയിൽ കണ്ടു കാണും. LIC ഏജന്റായ അമ്മ, റിട്ടയർഡായ അധ്യാപകൻ, പച്ച പാവങ്ങൾ, ഒരു വളരെ ചെറിയൊരു വീട്, വളരെ ചെറിയ വളരെ ചെറിയ വീട്. ചെറിയ വീട് എന്ന് പറഞ്ഞാൽ വീടിന്റെ ഹാള് ഇത്ര വലിപ്പേ ഉള്ളൂ. അത് ശതകോടീശ്വരൻ. ഇവനെ എങ്ങനെയാണ് ഇവനെ അവിടെ പഠിക്കുന്ന സമയത്ത് ഇവന് ഡ്രസ്സ് പോലും വാങ്ങിക്കൊടുത്തത് വേറെ ആൾക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ കണ്ടപ്പോൾ അവിടെ നിന്ന് നേരെ ഞാൻ തിരിച്ച് എറണാകുളം വന്ന്, എറണാകുളത്ത് നിന്ന് നേരെ ഞാൻ നാട്ടിലേക്ക് പോയി. പിന്നെ നാട്ടിൽ പോയി, നാട്ടിൽ നിന്ന് ഞാൻ ഒരു വീക്കെൻഡ് എനിക്ക് തലശ്ശേരി കോടതിയിൽ ഒരു കേസുണ്ട്. തലശ്ശേരി കോടതിയിൽ ഞാൻ രാജേഷ് കൃഷ്ണക്കെതിരെ ഒരു കേസ് കൊടുത്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്നെ GSTയിൽ ക്രൈം ബ്രാഞ്ച് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇവനൊരു പോസ്റ്റ് ഇട്ടില്ലേ, നമ്മൾ രണ്ടുപേരെ ഫോട്ടോ വെച്ചും കൊണ്ട്. അത് ഞാൻ DGP നമ്മൾ എനിക്കെതിരെ സോഷ്യൽ മീഡിയ വരുന്ന ഒന്നും കാണാറില്ല. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പലരും എഴുതിക്കൊണ്ടിരിക്കും. നമ്മൾ രണ്ടുപേരും ഒന്നും കേൾക്കാറുമില്ല, വായിക്കാറുമില്ല, ഒന്നും പറയാം. പിന്നെ ചിലത് എനിക്ക് നമ്മുടെ വിശ്വാസതയെ ബാധിക്കുന്നിടത്ത് എന്തെങ്കിലും വന്നാൽ ഇങ്ങനെ പറയുന്നതല്ല, നമ്മളെന്തോ പൈസ മേടിച്ചു അങ്ങനെയൊക്കെ വന്നാൽ മാത്രം അത് നോക്കും. കേസ് കൊടുക്കാനുള്ള കേസ് കൊടുക്കും, മനസ്സിലായി, മറുപടി പറയാനുള്ള. അല്ലാത്തൊന്നും ഞാൻ നോക്കും. അങ്ങനെ അറസ്റ്റിലായി എന്ന് പറഞ്ഞിട്ട് GST തട്ടിപ്പിൽ അറസ്റ്റിലായി. അത് അന്ന് നിങ്ങളും അറസ്റ്റിലായ ഒരു ദിവസമായിരുന്നു, ഒക്ടോബറിൽ കഴിഞ്ഞ വർഷം. അപ്പോൾ രണ്ടുപേരുടെയും ഞാൻ കഥ പറഞ്ഞ ആള്, കഥ കേട്ട ആള് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പോസ്റ്റ്. അപ്പോൾ അതിനെതിരെ ഞാൻ DGPക്ക് ഒരു പരാതി കൊടുത്തിട്ട് അതും FIR ആയില്ല. അത് തലശ്ശേരി കോടതിയിൽ ചൊവ്വാഴ്ച കേസ് ഉണ്ടായിരുന്നു, ആ 20-ാം തീയതി കഴിഞ്ഞുള്ള ചൊവ്വാഴ്ച. അത് കേസ് ഞാൻ അറ്റൻഡ് ചെയ്ത് എൻ്റെ സോൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് അന്ന് വൈകുന്നേരത്തെ ട്രെയിനിൽ ഞാൻ ചെന്നൈയിലെത്തി. അപ്പോൾ ബുധനാഴ്ച കാലത്ത് ഞാൻ ചെന്നൈയിലെത്തി. അപ്പോൾ ചെന്നൈയിലെത്തിയെന്ന് ഇവർക്ക് ഉറപ്പിച്ചതിൻ്റെ ശേഷം ഇവർ വ്യാഴാഴ്ച പുറപ്പെട്ടു അങ്ങോട്ടേക്ക്. വെള്ളിയാഴ്ചയാണ് വന്ന്. എന്നിട്ട് നിങ്ങൾ ജയിലിൽ എത്ര, എന്നിട്ട് തിങ്കളാഴ്ചയാണ് ജയിലിലാക്കുന്നത്? എത്ര മണിക്ക്? അല്ല, പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയയിലെല്ലാം എന്നെ റിമാൻഡ് ചെയ്തല്ലോ. അപ്പോൾ റിമാൻഡ് ചെയ്യുമ്പോൾ എൻ്റെ EO മജിസ്ട്രേറ്റ് കോർട്ടിൽ ആ മജിസ്ട്രേറ്റ് അന്ന് അവധിയായിരുന്നു, എക്കണോമിക് ഒഫൻസ്. അപ്പോൾ ഇവർ ഇൻചാർജ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെന്തായാലും ഇത് ചെയ്യലുള്ളൂ. അപ്പോൾ എൻ്റെ വക്കീൽ ഒബ്ജക്റ്റ് ചെയ്തപ്പോൾ അതൊക്കെ ഞാൻ കാണുന്നുണ്ട്. അവർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, മൺഡേ മോർണിംഗ് തന്നെ നിങ്ങളെ കോടതിയിൽ ബെയിൽ പെറ്റീഷൻ മൂവ് ചെയ്തെന്ന് പറയും. അങ്ങനെ ഇവർ റിമാൻഡ് ചെയ്ത് എന്നെ കൊണ്ടുപോയി. വീണ്ടും ഇവർ ജനറൽ ആശുപത്രി കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോയപ്പോഴും ഇൻചാർജ് കോടതിയിലാണ് കൊണ്ടുപോയത്. പക്ഷേ അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദി മജിസ്ട്രേറ്റ് എന്ത് വിചാരിക്കുന്നതനുസരിച്ചിരിക്കും. അത് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ. എന്നിട്ട് നിങ്ങൾ തിങ്കളാഴ്ച അങ്ങോട്ട് കൊണ്ടുപോയി? അല്ല, എന്നിട്ട് ഞാൻ എന്നെ വീണ്ടും GH കൊണ്ടുവന്ന്. അപ്പോൾ ഈ GH കൊണ്ടുവന്ന സമയത്ത് തന്നെ ഈ മീഡിയകളെല്ലാം പറഞ്ഞു, അന്നേരമാണല്ലോ ഞാൻ വിളിച്ച് പറയുന്നത്. കൈവിലം കാണോ? കൈവിലങ്ങാണ്. കൈവിലങ്ങ് ഇവര് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ കൈവിലങ്ങ് കഴിച്ചു കേട്ടോ, വീണ്ടും കെട്ടി. അപ്പോഴാണല്ലോ ഞാൻ നടന്നു പോകുമ്പോൾ മീഡിയൻ്റെ അടുത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത്. അതുവരെ ഞാൻ റെസ്പോണ്ട് ചെയ്തിട്ടില്ലല്ലോ. ഞാൻ റെസ്പോണ്ട് ചെയ്ത് പിന്നെ കാര്യങ്ങൾ പറഞ്ഞ് എന്നെ GP കയറ്റി. അപ്പോൾ വലിച്ച് കയറ്റാണ്, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഇവർ വലിച്ച് കയറ്റി. GHൽ വന്നപ്പോൾ ഇവരിത് അയച്ചിട്ടില്ല. അപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ ചോദിച്ചു, ഇല്ല നിങ്ങൾ മെഡിക്കലിനല്ല കൊണ്ടുവന്നിരിക്കുന്നത്, ഇങ്ങനെയാണോ ഞാൻ മെഡിക്കൽ എടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഇവിടെ നിന്ന് അയച്ചിട്ട് ഇവിടെ കെട്ടി ഇതിൽ. അങ്ങനെ പിന്നെ സാറേ മാഡം ഞങ്ങൾക്ക് ഇതിൻ്റെ മോളിൽ നിന്നുള്ള ഇതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നതെന്നൊക്കെ ഇവരെ എക്സ്പ്ലെയിൻ ചെയ്യണം. അന്ന് അറിയണ്ട എനിക്ക് നോക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ കഴിച്ച് കെട്ടി. അപ്പം എനിക്ക് നോക്കുമ്പോൾ BP വേരിയേഷൻ ഉണ്ട്. അപ്പോൾ BP വേരിയേഷൻ എൻ്റെ അടുത്ത് ചോദിച്ചു കാലിന് എന്തെങ്കിലും തരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഈ ലെഫ്റ്റ് കാലെന്തോ ചെറിയൊരു ഇതുണ്ട്, പക്ഷേ എനിക്കതൊന്നും നോർമലി ഇല്ലാത്തതാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ഡോക്ടർ ചോദിച്ചു. ഞാൻ പറഞ്ഞിങ്ങനെ മീഡിയകൾ വളഞ്ഞു. അപ്പോൾ ഞാൻ വല്ലാണ്ട് ടെൻഷനായിട്ട് സംസാരിച്ചു. അതുകൊണ്ടാണ് BP ഷൂട്ടായത്. എന്തായാലും ഞാനൊരു CT ഒക്കെ എടുത്തിട്ടേ ഇവരെ വിടുള്ളൂ എന്ന് പറഞ്ഞു പോലീസുകാരോട്. അപ്പോൾ എൻ്റെ കൂടെ വേറെ 2 പേരുണ്ടായിരുന്നു. ഈ അന്ന് വന്ന ആളും വേറെ ഏതോ ഒരു അവരെ 2 പേരെ അവർ വണ്ടിയിൽ അയച്ചു. എൻ്റെ അവിടെ നിന്ന് CT എടുക്കാൻ കൊണ്ടുപോയപ്പം അവിടുന്ന് ഇവർ പറഞ്ഞു ഇത് CTയിൽ വരും, ഇത് വേണമെങ്കിൽ ഇത് അയക്കണം. അപ്പോൾ പോലീസുകാർ പറഞ്ഞില്ല സാർ, ഇത് മാഡം ഇത് നമുക്ക് അയക്കാൻ പറ്റില്ല, പിന്നെ നമ്മൾ ഇത് മോളിൽ നിന്നുള്ള ഓർഡറാണെന്ന്. അപ്പോൾ ഫിലിമിൽ വന്നാൽ കുഴപ്പമില്ല. അപ്പോൾ ഫിലിമിൽ ഇത് വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ അതവിടെ കിടക്കുന്നുണ്ട്. അതെ, പിന്നെ വീഡിയോസിലെല്ലാം ഞാൻ ഇങ്ങനെയല്ല പോകുന്നത്. വീണ്ടും അവരിതിട്ട് പിന്നെ ഇതിവരെ അയക്കുന്നത് പിന്നെ
ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയച്ചിട്ട് പിന്നെ ഇട്ടില്ല. പിന്നെ നേരെ അവർ കാക്കനാട് കൊണ്ടുപോയി. അപ്പോഴത്തേക്കിന് അവിടെ സമയം വളരെ ലേറ്റായിരുന്നു, രാത്രിയായിരുന്നു. എന്നിട്ട് ജയിലിൽ ചെന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ജയിലിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ ബ്ലോക്കിലാണ് അവർ എന്നെ വെച്ചത്. അഡ്മിഷൻ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം വന്നു കഴിഞ്ഞാൽ ഇടുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്, അഡ്മിഷൻ ബ്ലോക്ക്. അപ്പോൾ സെല്ലന്നെ അവിടെ അങ്ങനെ പെർമനന്റ് ആയിട്ട് ആരെയും ഇടാറില്ല. അത് ഫസ്റ്റ് നമ്പർ 1 സെല്ലാണ്. അവിടെയാണ് ഭക്ഷണമൊക്കെ ആദ്യം വരിക, നമ്പർ 1. മനസ്സിലായി. അപ്പൊ അവിടുന്ന് അവിടെ തന്നെയാണ് താമസിച്ചത്. എത്ര ദിവസം? 2 ദിവസവും? 2 ശനി ഞാൻ അഡ്മിഷൻ സെല്ലില്ലേ? ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? കൂടെ ആരുമില്ല, ഒറ്റയ്ക്ക് ഞാനും പിന്നെ എൻ്റെ കൂടെ ഒരു പ്രായമുള്ള ഒരാള്, ഒരു 73 വയസ്സുള്ള അയാളത് ഇതേപോലെ തന്നെ ഒരു റിക്രൂട്ട്മെന്റ് ലൈസൻസ് അയാൾ കമ്പനി നിർത്തിയിട്ട് അയാളെ കൂടെ വർക്ക് ചെയ്ത ആൾക്ക് കേരളത്തിൽ നീ നടത്തിക്കോന്നും പറഞ്ഞ് കൊടുത്തതാണ്. പക്ഷെ അദ്ദേഹം അറിയാതെ ഇവിടെ എന്തോ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് പൈസ തട്ടിപ്പാക്കിയ ഒരു കേസാണ്. അയാൾ പ്രതിയായി. വലിയ എമൗണ്ടാ, വലിയ കോടികളുണ്ട്. അല്ല, അയാൾ പറഞ്ഞു ഞാൻ എൻ്റെ അയാൾ 73 വയസ്സുണ്ട്. അപ്പോൾ അയാൾ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് അയാൾക്ക് അഡ്മിഷൻ ബ്ലോക്കിൽ കൊടുത്തതാണ്. കാരണം മറ്റുള്ള സെല്ലുകളൊക്കെ 11ഉം 12ഉം കപ്പാസിറ്റിയുള്ള സെല്ല് 20ന്റെ മുകളിലാണ്. അത് മാത്രം ചെയ്തില്ല, ജയിലുകാർ മാത്രം അത് ചെയ്തില്ല, ദ്രോഹം ഒന്നും ചെയ്തില്ല. കാരണം ഞാൻ എത്തുമ്പോൾ തന്നെ അവർക്ക് ന്യൂസുകൾ എത്തിയെന്ന് തോന്നുന്നു, അതായത് മീഡിയകളിലെല്ലാം വന്നിട്ടുണ്ട്. എന്റെ വാർത്ത കണ്ടു കാണും. അതെ അതെ. ഇവരെ ജയിലിൽ പൊതുവെ ജയിൽ അധികാരികൾ പൊതുവെ മറുനാടിന്റെ വാർത്തകൾ കാണും. ജാസ്മിൻ ഷാ മറ്റേ ഹാരിസ് എന്ന് പറയുന്ന സൂപ്രണ്ടൊക്കെ വളരെ നല്ല രീതിയിലാണ് പെരുമാറിയത്. എന്തെങ്കിലും ട്രീറ്റ്മെന്റെല്ലാം വേണമെങ്കിൽ പറഞ്ഞു, മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോകാൻ ഞങ്ങൾ എന്ന് പറഞ്ഞു. ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നോർമലായി. അവിടെ അന്ന് 2 ദിവസം വെള്ളം ഉണ്ടായിരുന്നില്ല ജയിലിൽ കുളിക്കാൻ. അപ്പോൾ ഈ വെള്ളം കുറവുള്ള ദിവസം ഇവർ കുളി അനുവദിക്കില്ലായിരിക്കും, കുളി അലക്കൊന്നുമില്ല. അങ്ങനെ 2 ദിവസം പിന്നെ 2 ദിവസം കുളിച്ചില്ല. അതെല്ലാം സൗകര്യമുണ്ട്, സൗകര്യമുണ്ട്, കുളിക്ക് വെള്ളമില്ല. ഭക്ഷണമൊക്കെ ടൈമിന് വരും. സെല്ലിലല്ല, നമ്മൾ ഓപ്പൺ ഏരിയ ഉണ്ട്, അഡ്മിഷൻ ബ്ലോക്ക് ഓപ്പൺ ചെയ്യൂ. ആ ഓപ്പൺ ഏരിയയിൽ പോയി ഇരുന്ന് കഴിക്കാം. പോയി എടുക്കണം. ക്യൂ നിൽക്കണം. യൂണിഫോം ആണോ ജയിലിലെ? യൂണിഫോം ഇല്ലല്ലോ, മറ്റേ ഇതന്നല്ലേ, സബ് ജയിലല്ലേ, ജില്ലാ ജയിലല്ലേ, നമ്മള് തന്നെ. അതിൽ എന്നെ ഒരു രസം, നിങ്ങളിപ്പോ യൂണിഫോമിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, പിന്നെ ഈ പെറ്റീഷണറും ഈ SI ഒക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ചായയൊക്കെ കുടിക്കാൻ നിർത്തുമല്ലോ. ഇവരിങ്ങനെ തമ്മിൽ സംസാരിക്കുക, ഞാൻ കേൾക്കുന്ന രീതിയിൽ. ഇവനിപ്പം ഈ ട്രൗസറൊക്കെ ഇട്ട് ഡെയിലി നിൽക്കുന്ന ഫോട്ടോസൊക്കെ ഇങ്ങനെ പ്രചരിക്കുമല്ലോ, ഇവൻ തീർന്ന്. അപ്പോൾ അന്നേരം അത് ഈ പരാതിക്കാരനെ SIനോട് പറയുമ്പോൾ SI എന്നോട് പറയും, നീ തീർന്നടാ, നിൻ്റെ ലൈഫ് തീർന്ന്. നീ ഇപ്പം നിൻ്റെ ട്രൗസർ ഫോട്ടോസൊക്കെ ഇങ്ങനെ സ്പ്രെഡാവും. നീ എങ്ങനെ ഇപ്പം തിരിച്ച് നിൻ്റെ ആൾക്കാരെയൊക്കെ ഫേസ് ചെയ്യുക? നീ വലിയ സ്റ്റാറാകാൻ നടക്കുകയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സാറേ, ഇങ്ങനെയൊക്കെയല്ല, ഇതും സ്റ്റാർ ആവലെന്നാണല്ലോ, അപ്പം നിങ്ങളിങ്ങനെ ആവശ്യമില്ലാണ്ട് തന്നെ സ്റ്റാറാകും. ഇത് പറയുമ്പോൾ അയാൾക്ക് ടെൻഷൻ ആകുകയാണ്. അതായത് അയാൾക്ക് ഞാൻ പറയുന്ന ആൻസറുകൾ അയാൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നിരാശ ഇങ്ങനെ ഇത് സങ്കടത്തോടെ കേൾക്കണം. പക്ഷേ ഞാൻ പറയുന്നത്, ആദ്യം ഞാൻ റെസ്പോണ്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് പറഞ്ഞു നീ ഇപ്പോൾ ഉള്ളിലായില്ലേ, നാട്ടെ കേസല്ലേ ഇതല്ല. അപ്പം ഞാൻ ചോദിച്ചു, അതായത് SI അവിടുന്ന് ഇയാളാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് വയലൻ്റ് ആവുന്നത്. മറ്റവളൊക്കെ അകത്ത് കുളിക്കാൻ പോയി, ഇയാൾ പുറത്തിരിക്കുന്നു, ഞാനവിടെ ഇരിക്കുന്നു, പിന്നെ ഡ്രൈവർ ഉണ്ട്. ഇയാൾ എന്നോട് പറഞ്ഞു, നീയൊക്കെ നിന്നെ ഇതായില്ലേ, ഇതിനൊക്കെ നിൽക്കണോ, നീ എന്തിനാ ഈ രാഷ്ട്രീയക്കാർക്കെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനെ ഇങ്ങനെ രാഷ്ട്രീയക്കാർ. ഞാൻ പറഞ്ഞു, അതല്ലല്ലോ നിങ്ങൾ വന്ന വിഷയം, നീ എന്നെ വിഷയം പഠിപ്പിക്കണ്ട, ഞാൻ പറയുന്നതിന് മറുപടി പറയും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് വാണിബോ പോസ്കോ ഒന്നും അല്ലല്ലോ നാറാന്, നിങ്ങൾ എന്നെ ടാർഗറ്റ് ചെയ്ത് പിടിച്ചതാണ്. അത് ഇയാൾ ഭയങ്കര വിചാരിച്ചു. അപ്പം നിനക്ക് വാണിഭത്തിൽ നിന്നെ പെടുത്തണമല്ലേ, നോക്കട്ടെ ഞാൻ വഴി. അതൊക്കെ ഇനിയിപ്പോൾ നീ പുറലോകം അറിയുമ്പോൾ വാണിഭമൊക്കെ വന്നോളും, ആൾക്കാരുണ്ടാവും നിനക്കറിയാൻ വരാൻ, നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞാൽ അങ്ങനെ വരുന്നതാണ് വരട്ടെ എന്ന് പറഞ്ഞു ഞാൻ. അപ്പം അത്രയും ഇതാണ് ഇവർക്ക്, കല്ലിയാണ്. ജയിലിൽ അങ്ങനെ കുഴപ്പമില്ലാതെ പോയി. അതെ, സൗഹൃദം ഒന്നും ഉണ്ടായില്ല, ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം വന്നും പോയല്ലോ. അവിടെ വന്നു കഴിഞ്ഞാൽ 6, 7, 8 മണിക്കൂർ അതിനുള്ളിൽ അവരെ ഈ ഫിറ്റ്നസ് ഒന്നും എടുക്കാനുണ്ട് ഇവർക്ക്. നിങ്ങൾ അവരോടൊന്നും സൗഹൃദത്തിനൊന്നും പോയില്ല? ഒന്നും പോയില്ല. ആരും വിശേഷം ഒന്നുമില്ല. അതൊക്കെ കണക്ഷൻ ഉണ്ടാക്കി എടുക്കട്ടെ. ഞാനൊക്കെ ആയിരുന്നത് ആഘോഷിച്ചത്. അത് പറഞ്ഞു. അവിടെ ബോച്ചെ കിടന്ന സമയത്ത് സെല്ലില് ഭയങ്കര ആഘോഷമായിരുന്നു. ആ ഭക്ഷണം തരുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ജയിലധികാരികൾ, ജയിലിലുള്ള ആൾക്കാർ പൊതുവെ ഡീസന്റാണ്. നമ്മൾ നടയടി എന്നൊക്കെ പറഞ്ഞ് വെറുതെ അത് കൊടുക്കും. ആർക്കിട്ടാന്നറിയോ? പിള്ളേരെ പിടിപ്പിച്ചിട്ട് നമ്മൾ കൊടുക്കും. പിള്ളേരെ പിടിപ്പിച്ചു. പിന്നെ ഇവരെ ഇത് ചെയ്യുന്നുണ്ട് നന്നായിട്ട്, ഡ്രഗ്സ് ഡ്രഗ്സ് നന്നായിട്ട് പെരുമാറുന്നു. പിള്ളേരെ പിടിച്ചിരുന്ന അടി കൊടുക്കും. അത് ആ തുടക്കം. അല്ലാതെ ആളുകളൊന്നും പ്രത്യേകിച്ച് ഇങ്ങനത്തെ കേസുകൾ ചെന്ന ഇവർ ഭയങ്കര, ഇവർക്കറിയാമല്ലോ ഇവിടെ നടക്കുന്ന ആളുകളെ. അതെ. അപ്പൊ ഇവർക്ക് ന്യൂസുകളൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട്
ആ ഭക്ഷണം തരുന്ന ആളെല്ലാം ചോദിക്കുകയാണ് ബോച്ചനെ പോലെ ഒരാളാണല്ലോ നിങ്ങൾ ടി വിയിൽ വന്ന് അവിടുന്ന് ഇവിടെ നിങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ വാർത്ത വരികയാണല്ലോ ടി വിയിൽ എന്നൊക്കെ. പിന്നെന്താ നിങ്ങൾ സൈലന്റ് ആയി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞു സൈലന്റ് ആവാതെ നമുക്കിതൊന്നും വലിയ പരിചയമൊന്നും ഇല്ല എന്നാണ്. എന്നിട്ട് നിങ്ങൾക്ക് തിങ്കളാഴ്ച ആയിട്ട് പിന്നെ ജാമ്യം കിട്ടുന്നത് ബുധനാഴ്ച അല്ല, ആക്ച്വലി തിങ്കളാഴ്ച തന്നെ വാദം കേട്ടു, ചൊവ്വാഴ്ചത്തേക്ക് വിധി പറയാൻ വെച്ചു. എന്തോ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നതുകൊണ്ട് ചൊവ്വാഴ്ച മജിസ്ട്രേറ്റ് ലീവായി. അത് അവസാന നിമിഷമെന്ന് പറയുന്നത്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ബുധനാഴ്ച രാവിലെ വന്ന ഉടനെ തന്നെ ഫസ്റ്റ് അവർ എൻ്റെ ജഡ്ജിമെന്റ് പറയുകയും ചെയ്തു. ബുധനാഴ്ച ബുധനാഴ്ച പിന്നെ ഓർഡറായി, അവിടെ എത്താൻ 5 മണി 6 മണിയായി. പക്ഷെ അപ്പോഴത്തേക്ക് കൗണ്ടൊക്കെ കഴിഞ്ഞു പോയിന്. എന്നാലും അവർ വിട്ട് 6:15 പോയി. നിങ്ങളെ സഹായിച്ചു. അതെ അതെ, കാരണം ക്ലോസ് ചെയ്ത് കൗണ്ടിങ് കഴിഞ്ഞാൽ പിന്നെ ഇടാറില്ല എന്നുള്ളതാണ്. അപ്പൊ ക്ലോസിങ് ചെയ്ത് ഞാൻ ഡിന്നർ പോലും കഴിച്ച് നിൽക്കുന്ന സമയത്താണ് എന്നെ വിളിപ്പിക്കുന്നത്, ബെയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് അറിയുന്നത്. അറിയില്ലല്ലോ, അറിയാൻ കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ. കിട്ടുമെന്നുള്ളത് പിന്നെ എൻ്റെ ബ്രദറും പിന്നെ എൻ്റെ അസോസിയേഷൻ്റെ ആൾക്കാർ വന്ന് കണ്ടിരുന്നു, എൻ്റെ സുഹൃത്തുക്കൾ വന്ന് കണ്ടിരുന്നു. അവരെല്ലാം വന്ന് കണ്ടപ്പോൾ എന്തായാലും കിട്ടും എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. കാരണം ഇത് നിലനിൽക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. പിന്നെ ആണ് എനിക്കിപ്പം റീസെൻ്റായിട്ട് കിട്ടിയ ഇൻഫർമേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പനമ്പള്ളി നഗറിലുള്ള ഓഫീസിൽ വെച്ചിട്ടാണ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നത്. പി ശശിയുടെ മകനും രാജേഷ് കൃഷ്ണയും ചേർന്ന് ഈ ഇൻവെസ്റ്റേഴ്സിനെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ചിട്ടാണ് ഇത് നടന്നതെന്ന് അതിൽ കണ്ട ആൾക്കാർ പിന്നെ കാര്യങ്ങൾ പറയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ശശിക്ക് നിങ്ങളോട് എന്താ അത്ര പണക്കം? ശശിക്ക് പണക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശശിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. കാരണം എന്താ ശശിനെ പറ്റി പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാജേഷ് കൃഷ്ണക്ക് ഈ അടുത്ത് കൊടുത്ത കംപ്ലൈൻ്റ് എടുക്കുക 3 കംപ്ലൈൻ്റ് ആയി. കണ്ണൂർ ടൗൺ SI, അന്നത്തെ സിറ്റി പോലീസ് സ്റ്റേഷനിലെ SI എൻ്റെ റിലേറ്റീവിനോട്, എൻ്റെ കസിനോട് പറഞ്ഞത്, പിന്നെ അന്ന് പാർട്ടി കോൺഗ്രസ്സിൽ വെച്ച് തല്ലിയില്ലേ, FIR ഇടാൻ പറ്റില്ല. ഞങ്ങൾക്ക് വളരെ കൃത്യമായ ഇൻസ്ട്രക്ഷൻ ഉണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് FIR ആവരുത് എന്ന് പറഞ്ഞിട്ട്. അതായത് CPMന്റെ കണ്ണൂർ സമ്മേളനം നടക്കുമ്പോൾ നിങ്ങൾ പോയി അവിടെ വെച്ച് പോയതെന്ന് പറഞ്ഞാൽ MA ബേബി അന്ന് ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത്. മധുരയിൽ പോയ പോലെ തന്നെ. മധുരയിൽ ദവാളയായിരുന്നു വിളിച്ചത്, ഇത് ബേബി വിളിച്ചിട്ട് ബേബിക്ക് പരാതി കൊടുക്കാൻ പോയതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടുന്ന് ബേബിനെ കണ്ട് ബേബി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, പന്തലിൽ പോയിട്ട് അവിടെ UKയുടെ അർസേവ് ബൈൻസ്, നിങ്ങൾക്കറിയാം അദ്ദേഹത്തിന്, അദ്ദേഹത്തിനെയും പോയി കാണും, കണ്ടിട്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ട് ഇങ്ങ് പോരീന്ന്. അർസേവിനെ കഴിഞ്ഞ് പന്തലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇവൻ കണ്ടു. ഇവൻ വന്ന് ചാടി പിടിച്ചപ്പോൾ ഇവൻ്റെ കൂടെയുള്ള ഒരു രാജേഷ് എന്ന് പറഞ്ഞു, ഇവനെ അടിക്കാൻ നോക്കുമ്പോൾ രാജേഷ് എന്ന് വിളിച്ചപ്പോൾ ഇവൻ അലേർട്ടായി. അപ്പോൾ ക്യാമറകളുണ്ട്. ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഈ കാല് പ്രസ് ചെയ്തിട്ട് ഇവിടുന്ന് ഈ നഖ ഇളകി ബ്ലഡ് വന്നു. അപ്പോൾ അതോടുകൂടിയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. എന്നിട്ട് മെഡിക്കൽ റിപ്പോർട്ടോട് കൂടിയിട്ട് പരാതി കൊടുത്തിരിക്കുന്നത്. എടുത്തില്ല. അതിൻ്റെ മുമ്പ് ഫസ്റ്റ് പരാതി ഞാൻ കൊടുക്കുന്ന ഡേറ്റ് ഇതിനകത്തുണ്ട്. പിന്നെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ, അത് ഫസ്റ്റ് പരാതി ഇവനിക്കെതിരെ. ഇവനിങ്ങനെ എൻ്റെ സുഹൃത്തായിട്ട് എൻ്റെ ജീവിതത്തിൽ 3 വർഷത്തെ പരിചയമുള്ളൂ. പക്ഷെ കുടുംബം ഇങ്ങനെ സ്പ്ലിറ്റിൻ്റെ വക്കിലാണ്. അന്ന് അത് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കിന്ന് ഈ പ്രശ്നങ്ങളൊന്നും നേരിടേണ്ടി വരില്ലായിരുന്നു. അന്നും അവരത് എടുത്തില്ല. പിന്നെ രണ്ടാമത്തേത്. മൂന്നാമത്തേതാണ് ഇപ്പോഴത്തെ പരാതി. ഡയറക്റ്റ് ഞാൻ സൈബർ സെല്ലിന് DGPക്ക് കൊടുത്തത്. ഏത് GST ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം പോലും കെട്ടാതെ അകത്ത് കിടക്കുക എന്ന് പറഞ്ഞിട്ടേന്. അതിനും എടുത്തില്ല. അപ്പോൾ ശശി ഇതിനകത്തല്ലേ ഇടപെടുന്നു. ശശി ഇടപെടും. പിന്നെ അത് മാത്രമല്ല, ശശിയാണ് എനിക്ക് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ലീഗൽ നോട്ടീസ് എനിക്ക് അയക്കുന്നത്. ഇവനായിട്ട് തെറ്റിയ സമയത്ത് ശശിൻ്റെ ഓഫീസിൽ നിന്ന് ലീഗൽ നോട്ടീസ്, ആ കേസിൻ്റെ ഹിസ്റ്ററി എടുത്തിട്ടുണ്ട്. ആ കേസിൽ ശശി ഇവന് വേണ്ടിയിട്ട് 2 പ്രാവശ്യം എറണാകുളം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ശശി ഇവനും സുഹൃത്തുക്കളുണ്ട്, ബന്ധമുണ്ട്, പല വർഷങ്ങളായിട്ടുള്ള ബന്ധം. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഞാൻ മറ്റേ 24 സെപ്റ്റംബർ 20 ഇപ്പം ഇത് അതിൻ്റെ മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സെപ്റ്റംബർ 22 ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുക്കുന്നുണ്ട്. ആ പരാതിയിൽ എന്താ ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നിങ്ങൾക്ക് അയച്ചിന് അതിൻ്റെ കോപ്പി. ആ പരാതിയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഈ കത്തിയോർച്ച വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്കൊരു പങ്കുമില്ല. അത് മീഡിയ ഹൈപ്പാണ്. ഞാൻ കത്ത് ചോർച്ചയാക്കണമെങ്കിൽ എനിക്ക് 2022 ചോർത്തായിരുന്നു. ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നെ പാർട്ടിൻ്റെ പല ആൾക്കാർ, അതായത് ഒന്ന് EP ആൾ എന്ന് പറഞ്ഞിട്ട്
പിന്നെ കൊല്ലം ഇ.പി. ഗോവിന്ദ മാഷുമായിട്ടൊന്നും കമ്പനി അല്ലേ, പിന്നെ ഇ.പി. അല്ല ഇ.പിന്നെ വിളിക്കുന്നത് ഗോവിന്ദ മാഷിന്റെ മകന്റെ ഡാറ്റക്ക് വേണ്ടിയിട്ട്. അല്ല ഞാൻ ചോദിക്കുന്നത് ഗോവിന്ദ മാഷ് ഇ.പി. തമ്മിൽ അത്ര ചേർച്ചലല്ല. അതെ. അപ്പൊ പിന്നെ എന്തിനാണ് ഗോവിന്ദ മാഷെ സഹായിക്കാൻ ഇ.പി. വിളിക്കുന്നത്? സഹായിക്കാനല്ലല്ലോ. ആ. പിന്നെ ഗോവിന്ദ മാഷിന്റെ മകന്റെ ഡീലുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി അതിനാണ് വിളിക്കുന്നത്. നിങ്ങളിപ്പോ ഇ.പി. നിങ്ങളെ സഹായിക്കാൻ ശ്രമിച്ചത്, നിങ്ങളൊന്നും ഇ.പി. ഉപദ്രവിച്ചത്. ഇ.പി. സഹായിക്കാൻ ശ്രമിച്ചാൽ എനിക്കതിന് ഗോവിന്ദ മാഷിന്റെ മകന്റെ വിവരം ശേഖരിക്കാതെ നിങ്ങളെ ഉപദ്രവിച്ച ഗോവിന്ദ മാഷിന്റെ മകനെ പണി കൊടുക്കാനാണല്ലോ. അതെ. അപ്പൊ പിന്നെ നിങ്ങൾ ഇ.പിയുടെ പേര് പറഞ്ഞ് ഇ.പി. പ്രതിസന്ധിയിലാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു? അല്ല, പ്രതിസന്ധിയിലാക്കിയതല്ല. എന്നെ വിളിച്ച ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞു, ഞാനത് പബ്ലിക്കായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടില്ല. അതായത് ഞാൻ ആ CM-ന് അയച്ച പാർട്ടി സെക്രട്ടറിക്ക് അയച്ച കത്തിലേ പറയുന്നുള്ളൂ, മെയിലിൽ മാത്രം. ഞാൻ ചോദിക്കുന്നത് ഈ പി ശശി ഇയാളും തമ്മിലുള്ള സൗഹൃദത്തിന് പുറത്താണ് നിങ്ങൾ ഈ ഉപദ്രവം മുഴുവൻ നടക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നത്. അങ്ങനെയാണോ നിങ്ങളുടെ കൺസേൺ? അതെ അതെ അതെ. ഉപദ്രവിക്കാൻ മുഴുവൻ അതെ ശശിയാണ്. കാരണം ശശി അപ്പിയർ ആയതിന് തെളിവ് ഇപ്പോൾ കോർട്ട് ഹിസ്റ്ററിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതിലുണ്ട്. ശശിയാണ് ലീഗൽ നോട്ടീസ് അയക്കുന്നത്. ആ ലീഗൽ നോട്ടീസിന് യാതൊരു അടിസ്ഥാനമില്ല. അങ്ങനെ ഒരു പൈസ അവനിക്ക് കൊടുക്കാനില്ല. കാരണം എന്ന് വെച്ചാൽ അവന് എൻ്റെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുതരാം എന്നും പറഞ്ഞിട്ട് നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിന് ഇവൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഇവൻ എന്ത് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ആദ്യം ഒരു ഗ്യാരണ്ടി ചെക്ക് അങ്ങ് വാങ്ങും. അങ്ങനെ അന്ന് കമ്പനിയിൽ നിന്ന് ഗ്യാരണ്ടി ചെക്ക് കൊടുത്തിരുന്നു. കമ്പനിയിൽ കാശ് വന്നിട്ടുണ്ടെങ്കിൽ പ്രൂഫ് കാണണ്ടേ, അയച്ച പ്രൂഫ് കാണണ്ടേ? ഇല്ല. പക്ഷേ അതില്ലാതെയാണ് കാശ് വരെ ഗ്യാരണ്ടി ചെക്ക് കൊടുത്തത്. നമ്മൾ അന്നേരം സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുണ്ടോ? അല്ല, പക്ഷെ അന്നേരം പുള്ളി വേണമെന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കുന്നില്ല. ആ കേസ് ഇപ്പോഴും ലൈവിലുണ്ട്. ശരി. നിങ്ങൾ ഇപ്പൊ പി ശശി ഹാജരാവുന്നില്ല കോടതിയിൽ. ഓപ്പോസിറ്റ് നമ്മളെ അഡ്വക്കേറ്റ്സ് പോകുന്നു, മറ്റേ അഡ്വക്കേറ്റ് പരാതി അവരുടെ തള്ളിക്കളുടെ സമയമായല്ലോ. തള്ളിക്കളഞ്ഞിട്ടില്ല, പക്ഷെ കേസ് ലെവലിലുണ്ട്. അവര് കംപ്ലൈന്റിന്റെ ആരാണോ അവര് കോടതിയിൽ ഒരു നിശ്ചിത സമയത്ത് വന്നില്ലെങ്കിൽ അവർ കോടതിയുടെ സമയം 3-4 പ്രാവശ്യം അപ്പിയർ ആയിട്ടില്ല. അപ്പൊ നമ്മുടെ വക്കീലോട് പറയണം, നമ്മളാണെങ്കിൽ പ്രതിയാണെങ്കിൽ നമുക്കെതിരാവും നമ്മൾ പോയില്ലെങ്കിൽ. അതെ. വാദി പരാതി കൊണ്ട് കൊടുത്തിട്ട് വാദി കോടതി വന്നില്ലെങ്കിൽ 2 അല്ല 3 തവണ കൊടുത്ത് വന്നില്ലേ കേസ് തള്ളിക്കളയും. അതാണ് ചെയ്യേണ്ടത്. പിന്നെ അതേപോലെ തന്നെ തോമസ് ഐസക്കിന്റെ മാറ്ററിൽ വരികയാണെങ്കിൽ തോമസ് ഐസക്ക് എന്നെ കൊണ്ട് ഉണ്ടാക്കിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ഫെഡറൽ ബാങ്കിലെ ലോണ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ലോൺ ഒഫീഷ്യലായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. ലോണ് ഡോക്യുമെൻറ്റ്സ് റിലീസ് ചെയ്ത് കൊടുത്തു, കാശ് കിട്ടി. കാശ് വന്നിരിക്കുന്നത് അൺനോൺ അക്കൗണ്ട്സ് നിന്നാണ്. കുറേ ക്യാഷ് ഡെപ്പോസിറ്റും കുറേ എൻ്റെ മുൻപ് വൈഫിൻ്റെ അക്കൗണ്ടിൽ നിന്ന് അങ്ങനെ വന്ന് ഇവർ ഡോക്യുമെൻറ്റ്സ് എടുത്തിട്ട് ആ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് ഇവർ പുഴുവിൻ്റെ ഒരു കുറച്ച് ഫണ്ടൊക്കെ അന്നേരം ശേഖരിച്ചത്. അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് വേറെ കേസാവുമല്ലോ ഫെഡറൽ ബാങ്കിന്. അതന്നെ, അതിപ്പം ആ ഇഡിക്ക് കൊടുത്ത പരാതി ഇപ്പോഴും അവരൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ നാളെ വീണ്ടും മറ്റന്നാളെ വീണ്ടും അങ്ങനെ ഡയറക്റ്റ് കേസ് എടുക്കത്തില്ല. ഇഡി കേസ് എടുക്കണമെങ്കിൽ നിങ്ങൾ ആർക്കെതിരെയാണോ കേസ് കൊടുക്കുന്നത് അവർക്കെതിരെ ഏതെങ്കിലും ഒരു FIR വേണം. അപ്പം നിങ്ങൾ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് സാമ്പത്തിക കേരള പോലീസിന് ഒരു FIR ഉണ്ടെങ്കിൽ ആ FIR-ന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇഡി കേസ്, അല്ലെങ്കിൽ ഇഡിക്ക് നേരെ വന്ന് കാണാൻ കേസെടുക്കാൻ പറ്റത്തില്ല. ഓക്കെ. ഇഡിയുടെ പ്രത്യേകത നിങ്ങൾക്കെതിരെ ഏതെങ്കിലും ഒരു വകുപ്പിൽ കേസെടുത്തിട്ട് ഇപ്പം നിങ്ങൾക്കെതിരെ തട്ടിപ്പിന് കേസുണ്ടായി, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കെതിരെ ഇഡി കേസെടുക്കാം. അല്ലാതെ ഇഡി കേസെടുക്കരുത്. 1. 2, നിങ്ങളിതിനകത്ത് നിയമപരമായി നിങ്ങൾക്ക് വേണ്ടത്ര ജ്ഞാനമോ ഉപദേശമോ കിട്ടുന്നില്ല. ഉദാഹരണത്തിന് നിങ്ങൾ ഇയാളെ ഈ കാണിച്ചിരിക്കുന്ന തട്ടിപ്പും വെട്ടിപ്പൊക്കെ നിങ്ങൾക്ക് വാസ്തവത്തിൽ ഇയാളുടെ ഇതിനെതിരെ CMP ഫയൽ ചെയ്യണം. ഉദാഹരണത്തിന് ഇയാൾ സാമ്പത്തിക തിരിവ് നടത്തിയിട്ടുണ്ടോ, ഇയാളിങ്ങനെ നടത്തിയിട്ടുണ്ട്, ഇയാൾക്കെതിരെ കേസെടുക്കൂ എന്ന് പറഞ്ഞ് നിങ്ങൾ മജിസ്ട്രേറ്റ് കോടതി പോയാൽ നിങ്ങൾ തെളിവ് കൊടുത്ത മജിസ്ട്രേറ്റ് കൊടുത്ത് കേസെടുക്കാൻ പറയും. ഇപ്പം എനിക്കെതിരെ എറണാകുളത്തൊരു വക്കീല് വെറുതെ കൊണ്ടുവന്ന് ദിവസവും കൊണ്ടുവന്നൊരു CMP ഇടും. അപ്പം തന്നെ കോടതി കേസിടാൻ പറയും. ഒരു 8-10 കേസ് എന്നോട് വിരോധം തീർക്കാൻ വേണ്ടി ഒരു വക്കീല് ചെയ്ത് ആരെയോ സ്പോൺസർ ചെയ്യുന്നുണ്ട്. ചുമ്മാ കൊണ്ട് കൊടുക്കുക, കേസൊന്നും നിലനിൽക്കുന്നതല്ല, കേസിലൊന്നും തെളിവില്ല. പക്ഷെ കോടതി കൊണ്ടുപോയിട്ട് അയാൾ എന്തെങ്കിലും പറയും, കോടതി CMP എടുക്കാൻ പറയും, പോലീസ് FIR ഇടും. പ്രശ്നം എന്താ വെച്ചാൽ ഞാനിത് പറയാൻ നടക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ നിയമപരമായി ചെയ്യേണ്ടത് ചെയ്യാത്തതിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് അവൻ തട്ടിപ്പ് നടത്തുന്ന തെളിവുണ്ടെങ്കിൽ നിങ്ങൾ CMP സബ്മിറ്റ് ചെയ്യുക. CMP സബ്മിറ്റ് ചെയ്താൽ കേസെടുക്കാൻ പറയും. അതാണ് ചെയ്യേണ്ടത്. CMP ഫയൽ ചെയ്യേണ്ടത് നമ്മളെ ജുഡിഷ്യൽ കോർട്ടിലാണോ? അത് ആരെങ്കിലും ഒരു വക്കീലോട് ചോദിക്കണം. നമുക്ക് എവിടെയും കൊടുക്കാം. നിങ്ങളുടെ ജുഡിഷ്യൽ ഈവൻ നിങ്ങൾക്ക് ചെന്നൈ കൊടുക്കാം. നിങ്ങൾ ചെന്നൈ ജീവിക്കുമല്ലേ? അതെ അതെ അതെ. പക്ഷെ ഇപ്പൊ ചെന്നൈ പോകുന്ന തടസ്സമുണ്ടല്ലേ കോടതിയിൽ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 60 ദിവസത്തേക്ക് പിന്നെ കേരളം വിട്ട് പോകാൻ പാടില്ല. ഫ്രൈഡേ ആൻഡ് മൺഡേ സൈൻ ചെയ്യണം. ആഴ്ച 2 ദിവസം സൈൻ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കേരളത്തിൽ തന്നെയാണ്. അത് ഭയങ്കര ബിസിനസ് എല്ലാം എഫക്റ്റ് ആയിട്ടാണുള്ള. പക്ഷെ അതിപ്പം കണ്ടീഷൻ റിലാക്സ് ചെയ്യാൻ കൊടുക്കണം. ഇപ്പം എൻ്റെ ഫോണ് കിട്ടിയിട്ടില്ല. ഫോൺ ഇപ്പോഴും അവിടെയുള്ളത്. ഫോണൊന്നും ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. എൻ്റെ 2023 പിടിച്ചുകൊണ്ട് പോയ ഫോണൊന്നും കിട്ടില്ല. എൻ്റെ ഇതിനോടകം 6-7 ഫോൺ കൊണ്ടുപോയിട്ടുണ്ട് ഓരോ കേസിനായിട്ട്. ഒന്നും തിരിച്ചറിയാറില്ല. കിട്ടാൻ പോകുന്നില്ല. അത് ഫോറൻസിക് ലാബിൽ അയച്ചെന്ന് പറയും. ഫോറൻസിക് ലാബിൽ ലക്ഷക്കണക്കിന് സാധനം കിടക്കും, അത് കിട്ടാൻ പോകുന്നില്ല. പക്ഷേ ഇത് ഇപ്പൊ കോർട്ടിലാണുള്ളത്. എൻ്റെത് കോർട്ടിലാണ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ. ഇതൊക്കെ ഫോറൻസിക് ലാബിന് അയക്കും ഇവര്.
ഫോറൻസിക് ഈ ലാബിൽ ഒരു കേസും ഫോറൻസിക് ലാബും തമ്മിൽ എന്താ ബന്ധം? ഒരു ബന്ധമൊന്നുമായിട്ടില്ല. എന്റെ വാർത്തയായിട്ട് ഫോണിന് എന്താ ബന്ധം? ഓക്കെ, നിങ്ങളുടെ വാർത്ത ഇതുമായിട്ട് ഫോണിന് എന്താ? നിങ്ങൾ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഇതൊക്കെ പോലീസുകാർ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ ചെയ്യുന്നതല്ലേ. ഓക്കെ. ഇതിന് പുറകെ നടന്നാൽ അറിയത്തില്ല. ഇപ്പൊ എനിക്കിതൊക്കെ പുത്തിരിയല്ലാതായതുകൊണ്ടാണ് ഞാനിങ്ങനെ കൂളായിട്ട് പറയുന്നത്. എനിവേ, അപ്പം നിങ്ങൾ ഈ കേസ് നിങ്ങൾക്കായി ഗോവിന്ദ മാഷ്ടർ മകൻ എന്തോ ഇടനില നിന്ന് കാശ് മേടിക്കാണ് നിങ്ങൾ പണ്ടത്. അതെ, അതെന്താ അതെ. സംഭവം? അത് മലബാറിലുള്ള ഒരു വ്യവസായിന്റെ അടുത്തുനിന്ന് പിന്നെ അയക്കെന്ത് പറ്റി? അയക്കെന്തോ അവിഹിതം ഉണ്ടായിരുന്നു? അവിഹിതമൊന്നുമല്ല, അദ്ദേഹത്തിന്റെ അവിഹിതം അങ്ങനത്തെ ഒന്നും ഇതൊന്നുമില്ല. അത് പിന്നെ ഫിലിമിന്റെ ആവശ്യത്തിനാണ് അവന് വാങ്ങുന്നത്. റിട്ടേൺ ആയിട്ട് അങ്ങോട്ട് അദ്ദേഹത്തിന് അന്നേരം കുറച്ച് ലീഗൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇൻകം ടാക്സിൻ്റെതും മറ്റേ ലോക്കൽ ടാക്സ് ഇഷ്യൂസ് ഒക്കെ. അപ്പോൾ അത് സോൾവ് ചെയ്ത് തരാം, ഞാനൊരു ഫിലിം പ്രൊഡക്ഷൻ നടക്കുകയാണ് എന്നുള്ളതിലേക്ക് സഹായിക്കണം എന്നുള്ള രീതിയിലേക്ക് കാശ് വാങ്ങിച്ച്. ആരോട് മേടിച്ചു? ഈ വ്യവസായി ശ്യാം മേടിച്ചു. ശ്യാം മേടിച്ചു. ഗോവിന്ദ മാഷ്ടർ അതെ. എന്നിട്ട് തിരിച്ചു കൊടുത്തില്ല. പക്ഷെ അന്ന് സെക്രട്ടറി ഒന്നും അല്ല എത്ര അദ്ദേഹം. ദിവസം? എത്ര രൂപ? 2 CR. 2 കോടി. അതെ, എന്നിട്ട് ആ കാശ് തിരിച്ചു കൊടുത്തില്ല. ഈ ഗോവിന്ദ മാഷ്ടർ മകൻ, അതെ, പാർട്ടി സെക്രട്ടറി മകൻ. പാർട്ടി സെക്രട്ടറി അല്ല അന്ന് ആ, വാങ്ങുന്ന പാർട്ടി സമയത്ത്. സെക്രട്ടറി പ്രൊമോഷൻ കൊടുത്തത് പിണറായി വിജയൻ അപ്പോഴായിരിക്കും അറിയുന്നത് ഇയാൾ കൊള്ളാം, ഇവന്റെ മകനെങ്കിലും കൊള്ളാം, കാശ് മേടിച്ചിട്ട് കൊടുക്കത്തിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അത് ഇഷ്യൂ ആയി. ആ ഇഷ്യൂവിൽ ഈ രാജേഷ് ഇടപെട്ടു. ആ സമയത്താണ് അയാൾ ഇടനിലയാണ് രാജേഷ്. ഇയാളെ പോയിട്ട് ഭീഷണിപ്പെടുത്തി. എന്തേ, നിങ്ങൾക്ക് ഇപ്പം 2 കോടിയേ പോയിട്ടുള്ളൂ, നിങ്ങളുടെ സ്ഥാപനം മുഴുവൻ അടച്ചു പൂട്ടേണ്ടി വരും ഇനി ഫർദർ ആ കാശിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അയാൾ ചിലപ്പോൾ ഇപ്പം വേണമെങ്കിൽ പറയൂ എന്നാരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ഞാൻ കാശ് കൊടുത്തിട്ടില്ല എന്നുള്ളത്. കാരണം അവരൊക്കെ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആൾക്കാരാണ്, വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ സിനിമ നടന്നില്ല, ഇയാൾക്ക് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞ സഹായങ്ങളും നടന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കാശ് തിരിച്ചു ചോദിക്കുമല്ലോ. ആ സമയത്താണ് ഇവൻ അദ്ദേഹത്തിനെ പോയിട്ട് ഭീഷണിപ്പെടുത്തുന്നതും പിന്നെ അദ്ദേഹം സൈലൻ്റ് ആവുന്നതും. അതേപോലെ തന്നെ ഒരു ഓഫീസർ, ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ഓഫീസർ ഇവൻ്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ പി ശശി അയാൾ മൾട്ടിപ്പിൾ ടൈംസ് സ്ഥലം മാറ്റിയിട്ട് അയാൾ ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ചിട്ട് ഡൽഹിയിലേക്ക് കിടക്കുകയാണ്. ഒരു ഓഫീസർ, നിങ്ങൾക്കറിയാം ആളാരാന്ന്, ഞാൻ പേര് പറയുന്നില്ല. അതും ഈ രാജേഷിൻ്റെ ഒരു കേസ്. ഇപ്പോഴത്തെ ഈ പാട്രോയിറ്റ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ എന്തോ ഒരു ബന്ധപ്പെട്ട ഒരു ഫണ്ടറാണ് ആ കേസിലെ പ്രതി അന്ന്. ഈ പാട്രോയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പടം വരുന്നുണ്ടല്ലോ. ഇപ്പോൾ അതിന് പേരായോ? പാട്രോയിറ്റ് എന്നാണ് ഇപ്പോൾ കാണുന്നത് പേര്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പം മമ്മൂട്ടി എന്തിനാണ് ഇദ്ദേഹത്തിനെ കൊണ്ടു നടക്കുന്നത്? മമ്മൂട്ടിയുടെ പല സാധനം ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അല്ലാതെ ഇത്രയും പാർട്ടി ഇപ്പോൾ പാർട്ടിയിൽ ഇവന് ഒരു ആക്സസും ഇല്ല. മമ്മൂട്ടി അതിന് മാത്രം പാവം മനുഷ്യനല്ലേ? അല്ല, പാവം മനുഷ്യൻ തന്നെ. പക്ഷെ ഒരാൾ ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ കൊണ്ടു നടക്കേണ്ട വന്നാൽ കൊണ്ടു നടക്കേണ്ടവന്നെ വരുമല്ലോ. ആ വിശ്വാസം ആ കാലം മാത്രം. കാരണം മമ്മൂട്ടി വളരെ സൂക്ഷിച്ചാണ് ആളോട് പെരുമാറുന്നത്. എനിക്ക് മമ്മൂട്ടിയെ പേഴ്സണലി പരിചയമില്ലെങ്കിലും മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയനുസരിച്ച് ആരെങ്ങനെ വിശ്വസിക്കുന്ന ആളല്ല. അല്ല സാറേ, ഞാൻ പറയട്ടെ, ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവനിക്ക് പാർട്ടിയിൽ ഒരു ആക്സസും ഇല്ല. ഈ മധുരായിഷ് അത് എല്ലാവരും മാറ്റി നിർത്തി. ശശിയായിട്ട് ബന്ധമുണ്ട്. ശശിയായിട്ട് മാത്രമേ ഉള്ളൂ. ഉണ്ട്, അങ്ങനെ ഒരു ഇതുണ്ട്. ശശി ഗോവിന്ദ മാഷ് മാറ്റി നിർത്തിയിരിക്കുന്നു. ഇല്ല, ഗോവിന്ദ മാഷൻ പത്തനംതിട്ടയിലെ ഒരു പ്രോഗ്രാമിൽ വെച്ചിട്ട് ഇവൻ കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ പറ്റില്ല. അവസാനം അദ്ദേഹം കാറിൽ കയറാൻ നേരത്ത് പോയി അറ്റംപ്റ്റ് നടത്തിയപ്പോൾ ഗവൺമെൻ തടഞ്ഞു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവൻ ഷ്യാമിനെ വിളിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ്, അച്ഛൻ്റെ അടുത്ത് എന്നെ കൂടിയും കേൾക്കാൻ തയ്യാ പറയൂ, എന്നെ കേൾക്കാണ്ട് എന്നെ അവോയ്ഡ് ചെയ്യുക പരിപാടിയാണെങ്കിൽ ഉദ്ദേശമെങ്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷന് പാർട്ടിക്ക് വേറെ സെക്രട്ടറി വരും എന്ന് പറഞ്ഞ് ഷ്യാം മകൻ വേറൊരു ദൂതം മുഖേന എൻ്റെ അടുത്ത് എത്തിച്ചതാണ്. ഇതാണ് അച്ഛൻ്റെ അവസ്ഥ. അത്ര വലിയ പുള്ളിയാ. CPM-ന് വേറെ സെക്രട്ടറി വരും. അപ്പോൾ സാധനങ്ങൾ കയ്യിലുണ്ടെന്നല്ല അർത്ഥം. ഇതന്നെയാ ശശിൻ്റെ അവസ്ഥ. മിണ്ടാൻ പറ്റില്ല. ഇപ്പോൾ തോമസ് ഐസക് സാർ എന്തിനാ ഇത്ര ഇടപെട്ട? 1,27,00,000 രൂപയാണ് ബാങ്ക്. ഇപ്പം എൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ പ്രശ്നം എന്താ പറയുക, ഞാൻ ലീഗൽ നോട്ടീസ് അയച്ചിട്ട് അവർക്ക് മറുപടി തരാൻ കഴിയുന്നില്ല. എൻ്റെ അക്കൗണ്ട് ലോൺ ക്ലോസ് ചെയ്യാണ്ട് ലോൺ ഇപ്പോൾ ലൈവിൽ വെച്ചിരിക്കുകയാണ്. ഡോക്യുമെൻ്റ് കൊടുത്ത് 1,27,00,000 രൂപയാണ് റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നത്. സർഫാസി ആക്ടിൽ പറയുന്നത് കൊളാട്രലുള്ള ലോണ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും എത്ര പേർക്ക് ബാങ്ക് എഴുതി തള്ളി കൊടുക്കുന്നുണ്ട്. പാവപ്പെട്ടവരത് വരെ ജപ്തി ചെയ്യല്ലേ ഇന്ന്. എന്തിനാ എഴുതി തള്ളി? DRT 2026 വരെ സമയം തന്ന ലോണ് 1,27,00,000 രൂപ എഴുതി തള്ളി ക്ലോസ് ചെയ്തിട്ട് ഡോക്യുമെന്റ്. അല്ല, അതിപ്പം മറ്റേ ബാങ്കിങ് കൊടുക്കുന്നുണ്ട്. 1,27 കൊടുത്തിട്ട് ഇവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അൺഒഫീഷ്യലായിട്ട് അവർ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ ലോൺ ക്ലോഷർ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് ലെറ്റർ തന്നു കഴിഞ്ഞാൽ ഞാനത് ROC കൊണ്ടുപോയി ഫയൽ ചെയ്യണം. അപ്പോഴാണ് ROC-ന്ന് എൻ്റെ ചാർജ് ഷീറ്റ് ഒഴിവാക്കുള്ളൂ. കമ്പനിയുടെ മേലിലുള്ള ചാർജ് ROC-യിൽ കൊടുത്തു കഴിഞ്ഞാൽ
ഇത് നാളെ ROC സ്കൂട്ടനിക്ക് എടുക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാങ്ക് പെടും. കാരണം എന്തിനാണ് നിങ്ങൾ 300% കൊളാട്രലുള്ള ലോണ്, ഇത്ര 2 കോടിക്ക് 6 കോടി കൊളാട്രൽ ഉണ്ട് ഓൾറെഡി, എന്തിനാണ് നിങ്ങൾ 1,27,00,000 രൂപ ഇളവ് ചെയ്തതെന്ന് ചോദിച്ചാൽ ബാങ്ക് മറുപടി പറഞ്ഞാൽ ഇതിൽ ഈ ഇൻവോൾവ്മെൻ്റ് എല്ലാം പുറത്തു വരും. അപ്പോൾ അത് ഞാനിപ്പോൾ രണ്ടാമതും ടേക്കപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തോമസ് ഐസക്ക് അങ്ങനെ ഒരു വലിയ, അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, കത്തിയോർച്ച വിഷയം വിവാദമായപ്പോൾ ഫെഡറൽ ബാങ്കിൽ വിളിച്ചെന്നുള്ളത് സത്യമാണ്, അല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല, ഞാൻ നിയമ നടപടി സ്വീകരിക്കും എന്നുള്ളത്. മമ്മൂട്ടി നിങ്ങളുമായി ഒരു കണക്ഷനും ഇല്ല പിന്നീട്? ഇല്ല, നേരത്തെ അടുപ്പായിരുന്നു, നേരത്തെ നല്ല അടുപ്പായിരുന്നു. വാട്സപ്പിൽ ഇപ്പോഴും ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളിൻ്റെ വിഷയം ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വിഷയം. ഒന്ന്, ഈ പുഴൂൽ വന്നിരിക്കുന്ന അനധികൃത ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമത്തത് ഈ കേരളത്തിലെ കോണ്ടാക്ട് വെച്ചിട്ട് മമ്മൂട്ടിൻ്റെ വർഷങ്ങളായിട്ടുള്ള ഒരു ലീഗൽ ഡിസ്പ്യൂട്ട്, ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്ലുവൻഷ്യൽ വെച്ചും കൊണ്ട് രാജേഷ് കൃഷ്ണ ചെന്നൈയിൽ സെറ്റിൽമെൻറ്റ് നടത്തി എന്നുള്ളത് ഈ അടുത്ത് കുറച്ച് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട് അത്. അതായത് ഒരു വലിയ ഫാമിലി പ്രോപ്പർട്ടി, ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ആൻസസ്റ്റർ ഇതുണ്ടല്ലോ, ആ പ്രോപ്പർട്ടി ഒരാളുടെ മക്കൾക്ക് മാത്രം സെറ്റിൽമെൻറ്റ് കൊടുത്തുകൊണ്ട് എൻ്റെ പ്രോപ്പർട്ടി കയ്യിലാക്കി. മനസ്സിലായില്ലേ? ഒരാൾ, മമ്മൂട്ടി അത് ഡിസ്പ്യൂട്ടായി ലിറ്റിഗേഷനിലായ സമയത്ത് ഈ രാജേഷ് കൃഷ്ണ ഇടപെട്ടിട്ട് ഇവിടുന്ന് പിന്നെ ഉള്ള കോൺടാക്ട്സ് വെച്ചിട്ട് അവിടുത്തെ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ബന്ധപ്പെട്ടിട്ട് നടത്തി. 2021 കോവിഡ് കഴിഞ്ഞ ഉടനെ സമയത്താണ് ബന്ധമൊക്കെ ആയിക്കൊണ്ട് രാജേഷ് കൃഷ്ണൻ. അല്ല, രാജേഷ് കൃഷ്ണനെ ഇയാൾ പറയുന്ന പോലെ അത്ര മോശക്കാരനല്ലോ അയാൾ. ആര്? ഈ രാജേഷ് കൃഷ്ണൻ. അല്ല, രാജേഷ് കൃഷ്ണന്റെ ഒരു സ്ഥലത്ത് അവൻ കയറി കഴിഞ്ഞാൽ ഒരാളായിട്ട് ഇപ്പോൾ എന്നെ തന്നെ നോക്കൂ, എൻ്റെ എന്തൊക്കെ നഷ്ടപ്പെട്ട്. മമ്മൂട്ടിയെ നിങ്ങൾ ഇങ്ങനെ ഒരു കമ്മ്യൂണലിസ്റ്റ് ഒക്കെ ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. മമ്മൂട്ടി പുഴുവെന്ന് ഞാൻ കമ്മ്യൂണലിസ്റ്റ് എന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതാണ് എനിക്ക് വളരെ ഇതിൽ 2024 ഇൻ്റർവ്യൂവിൻ്റെ ശേഷം ഞാൻ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടെന്നറിയോ? അതായത് ഫസ്റ്റ് ഓഫ് ആൾ എക്സ്ട്രീം ഇസ്ലാമിസ്റ്റുകളുടെ അടുത്തുനിന്ന് നേരിട്ട പ്രശ്നങ്ങൾ. നീ മറുനാടനിൽ മുസ്ലിം വിരോധിയായ മറുനാടനിൽ പോയിട്ട് മുസ്ലിമായ മമ്മൂട്ടിക്കെതിരെ ഇൻ്റർവ്യൂ കൊടുത്തു. മുസ്ലിമായ ഷർഷാദ് മമ്മൂട്ടിക്കെതിരെ ഇൻ്റർവ്യൂ കൊടുത്തു. മനസ്സിലായില്ലേ? അത് തെറ്റ്, നമ്പർ 1 തെറ്റ്. എന്താ തെറ്റ്? അദ്ദേഹം മാത്രം കേൾക്കാൻ തയ്യാറായി, അതുകൊണ്ട് പുറലോകം അറിഞ്ഞി. 1 രൂപ മേടിക്കാതെ, അതെ, അദ്ദേഹം കേൾക്കാൻ തയ്യാറായി. ഞാൻ എത്ര വാദിക്കൽ മുട്ടിയിരുന്നു. മീഡിയ 1ന്റെ അടുപ്പവും മറ്റേ ചർച്ച ഉണ്ടല്ലോ, ഇവരുടെ അടുപ്പൂട്ടി ചർച്ച, അതിൽ അവർ പറഞ്ഞത് ഷർഷാദ് ഞങ്ങളെ സമീപിച്ചിരുന്നു, പക്ഷെ ഞങ്ങൾക്കതൊരു ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കൊടുക്കാൻ പറ്റില്ലെന്ന് മറ്റേ മെഹബൂബ, എന്താ പുള്ളിയുടെ പേര്, ദാവൂദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മീഡിയ 1 ഞാൻ ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവരൊക്കെ സമ്മതിച്ചിനി അവർക്ക് കൊടുക്കുക സാങ്കേതിക കാരണങ്ങൾ കൊണ്ട്. അപ്പം ഞാൻ വന്നതിലെന്താ തെറ്റ്? മമ്മൂട്ടിനെ തീവ്രവാദി, ഞാൻ തീവ്രവാദി എന്ന് പറഞ്ഞോ? ഞാൻ പറഞ്ഞത് പിന്നെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് മമ്മൂട്ടി ആ പടത്തിന് ചിലപ്പം രാജേഷ് കൃഷ്ണൻ്റെ ട്രാപ്പിൽപ്പെട്ട് ചെയ്തതായിരിക്കാം. ഇത്ര മാത്രമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇപ്പം മമ്മൂട്ടി, നിങ്ങൾ നോക്കൂ, പാർട്ടി ഒന്നടങ്കം മാറ്റി നിർത്തുന്ന ഒരാളുടെ ഇപ്പം മമ്മൂട്ടിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ കൂടെയല്ല അദ്ദേഹം നടക്കുന്നത്. എത്രമാത്രം വീഡിയോസാണ് പുറത്തു വരുന്നത്. ഹൈദരാബാദ് എയർപോർട്ട് മുതലാണ് തുടങ്ങിയത്. ചികിത്സ കഴിഞ്ഞ് നേരെ ഹൈദരാബാദ് എയർപോർട്ടിൽ പോയി ഇറങ്ങുന്ന, അവിടുന്ന് കൂട്ടി നേരെ ലണ്ടൻ ഫുൾ ടൈം കൊണ്ടുനടക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ഇഷ്യൂസ്, പുഴുവിൽ വന്ന പടം, പിന്നെ വേറൊരു മാറ്റർ ഉണ്ട് വയനാട്ടിലുള്ള, അതെനിക്കിപ്പോൾ ഇവിടെ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. ഇത്രയും കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഈ നമ്മളെ 24 ഇൻ്റർവ്യൂവിൻ്റെ ശേഷം എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ്, പിന്നെ ഈ ഇൻ്റർവ്യൂ കണ്ടിട്ട് പല ആൾക്കാരും പുഴുവിൽ വർക്ക് ചെയ്ത 1-2 പേര് എന്നെ വിളിച്ചിരുന്നു. അവർ പറഞ്ഞത് ഇദ്ദേഹത്തിന് നല്ല പങ്കുണ്ട് ഈ ഇവരുടെ പേരൊക്കെ മാറ്റിച്ചതിൽ. എൻ്റെ വൈഫിൻ്റെ, അതായത് എൻ്റെ വൈഫിൻ്റെ പേര് അതുവരെ മുംബൈ വരെയുള്ള എൻ്റെ മുൻ ഭാര്യയുടെ പേര് റത്തീന ഷർഷാദ് എന്നായിരുന്നു എല്ലാത്തിലും വന്നുകൊണ്ടിരുന്നത്. അവാർഡിൽ വരെ അതാണ്, എല്ലാം ഉണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇദ്ദേഹം ചോദിച്ച വാക്ക്, നിൻ്റെ പിന്നെ പേരിൽ എന്തിനാ അവനെ ഫേമസ് ആക്കുന്നത്, അത് കട്ട് ചെയ്ത് മാറ്റി, എന്നിട്ട് വേറെ പേര് നീ ഇനീഷ്യൽ മാത്രം വെച്ചാൽ മതി. അത് കേട്ട ഒരാൾ നമ്മളെ ഈ ഇൻ്റർവ്യൂവിൻ്റെ ശേഷം ഇയാൾക്ക് ഇങ്ങനെ മാത്രം പങ്കുണ്ട്. അതിൻ്റെ ശേഷം അയാൾ ഒരു മെസ്സേജിനും എനിക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ലല്ലോ. അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് എന്തെന്നാ, ഇൻഡസ്ട്രിയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിളിച്ചിരുത്തി പരിഹരിക്കുന്ന ആളെന്ന്. എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല? ഇത്രയും വർഷത്തെ ബന്ധമുണ്ട്, ഞങ്ങളെല്ലാം വാട്സപ്പ് കമ്മ്യൂണിക്കേഷനും കാര്യം ഒരു ഹെൽപ്പ് ചെയ്തോ? ഇപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇത്ര രൂക്ഷമായി, എന്നിട്ട് പോലും ഇപ്പം ഞാൻ ഈ അറസ്റ്റിൻ്റെ കാര്യം പ്രശ്നമൊക്കെ ഉണ്ട്. അല്ല ഈ അറസ്റ്റ് അല്ല, അതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പോലും അയാൾ കേൾക്കാൻ തയ്യാറായിട്ടില്ലല്ലോ. ദുൽഖറിൻ്റെ പിന്നെ ആൾക്കാർ എന്നെ ബന്ധപ്പെട്ടിനി എന്താ വിഷയം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞത് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമല്ല, എനിക്ക് അങ്ങനെ എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ തമ്മിലുള്ള പ്രശ്നമാണ്.
എന്തായാലും നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാം ചുരുക്കി പറഞ്ഞു. അതെ. ഇപ്പൊ ഫോക്കസ് ചെയ്തിരുന്നതിനെ കുറിച്ചായിരുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇപ്പൊ ഈ അറസ്റ്റൊക്കെ നടന്നത് കൊണ്ട് എന്തായാലും നിയമ പോരാട്ടം തുടരും. നിങ്ങൾ നിങ്ങളുടെ പിന്നെ അതിൽ ബിസിനസ്സിൽ നിന്ന് മാറരുത്. ഇല്ല, ബിസിനസ്സിൽ നിന്നൊന്നും മാറുന്നില്ല. അത് നമ്മളെ ജീവിക്കുക എന്നുള്ളതാണ്. അതെ അതെ, അത് നമ്മളെ പിന്നെ ഈ ഭാര്യയായി ബന്ധപ്പെട്ട വിഷയമൊക്കെ പരമാവധി വിടുക. അതെ അതെ കാരണം എന്ന് വെച്ചാൽ അത് കഴിഞ്ഞു. അതെ. ഇനിയിപ്പോ നിങ്ങൾക്ക് എന്തായാലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അവരവരുടെ തൊഴിൽ നോക്കി ജീവിക്കും. അതിൽ വേറെ ഒരു വിഷയം വരാനുള്ളത്, അവർക്ക് എൻ്റെ വാപ്പ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കേസുകൾ സ്കിപ്പായി പോയിരുന്നു. അപ്പോൾ അവർക്ക് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് എസ് പാർട്ടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ അതിപ്പോൾ ജില്ലാ കോടതിയിൽ അപ്പീൽ സ്വീകരിച്ചു. അത് വെച്ചും കൊണ്ട് സി ഷുക്കൂർ, പിന്നെ അങ്ങനെയുള്ള കുറേ ആൾക്കാർ, എത്ര ആൾക്കാരാണ് എനിക്കത്. അതേപോലെ ഈ മറ്റേ ലക്ഷ്മി പത്മ, ഈ ന്യൂസ് മലയാളത്തിലെ അവരെനിക്കെതിരെ പോസ്റ്റ് ഇട്ട്, അവർ നോക്കുമ്പം പാതിരാത്രിയിൽ ചാൻസ് കൊടുത്തിരിക്കുന്നു ന്യൂസ് റീഡറായിട്ട്. ഇപ്പം അതാ ഇദ്ദേഹം വളരെ മോശമായിട്ടാണ് വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ റിപ്പോർട്ടറിൽ അരുൺകുമാർ, ഞാൻ തട്ടിപ്പ് നടത്താൻ മാത്രമായിട്ട് ഈ കമ്പനി തുടങ്ങിയ കേസ് കൊടുക്കൂ. അതിനൊക്കെ നിങ്ങൾ കേസ് നിയമ പോരാട്ടം നടത്തുക. ക്രിമിനൽ കേസ് എടുക്കാൻ പറ്റാത്തത് CMP കൊടുത്ത് അതൊക്കെ ചെയ്യുക. പക്ഷെ ഞാൻ പറയണത്, ഭാര്യ നിങ്ങളെ വിട്ടുപോയി. അതെ അതെ, ഇനി അത് കഴിഞ്ഞു, അത് ചാപ്റ്റർ ക്ലോസ്. അവരെ വിടുക, അവരുടെ പിന്നാലെ നടക്കുക. അതുമായി ബന്ധപ്പെട്ട കേസ് വെക്കാനൊക്കെ തീർക്കുക. അല്ലാതെ അവരെ ഇങ്ങനെ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ നമ്മൾ കുടുംബജീവിതത്തിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വിട്ടേക്ക്. അതെ അതെ, ആ വഴിയേ ഉള്ളൂ. അതിലൊരു വിഷയമുള്ളത്, അവരിങ്ങനെ കേസുകളുടെ മേലെ കേസ് കൊടുത്തോണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഓരോ വിഷയങ്ങൾ പരസ്യമായാലും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം, എൻ്റെ കുട്ടികളെ കാണിക്കാൻ 2 വർഷമായി എനിക്ക് കാണാൻ പറ്റാത്ത. അവർക്ക് താല്പര്യമുണ്ടോ നിങ്ങളെ കാണാൻ? കുട്ടികൾ മൈനറല്ലേ. അതിൽ എനിക്കിപ്പോൾ മൂത്തവൻ വന്നില്ലെങ്കിലും അവൻ 17 വയസ്സായിട്ടുള്ളൂ, അവനും മേജർ ആയിട്ടില്ല. പക്ഷേ രണ്ടാമത്തവൻ എൻ്റെ ഇതിൽ കിടന്ന് വളർന്ന ആളാണ്. കാരണം അവന് വൈഫ് ഫുൾ ടൈം ബിസി ആയതുകൊണ്ട് ഞാനായിരുന്നു അവനെ കൊണ്ടു നടന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്തു. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ എൻ്റെ. എന്തായാലും ഞാൻ എല്ലാവിധ ആശംസകളും നേരുന്നു. കുറച്ചുകൂടെ ജാഗ്രതയോടെ ശ്രദ്ധയോടെ കേസൊക്കെ മാനേജ് ചെയ്ത് നിങ്ങൾ വളരെ ജാഗ്രത കുറവാണെന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ ഇടപെട്ട് മനസ്സിലായി. അല്ലാതെ എക്സ്പീരിയൻസ് കുറവാണ്. 101% ജാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ഈ കേസ് മാനേജ്മെന്റ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, കേസൊക്കെ വരും, മാനേജ്മെന്റ്. ഞാൻ പറഞ്ഞു, എനിക്ക് 100ഓളം കേസുള്ള ആളാണ്. ആ കേസുകൾ മാനേജ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ നിങ്ങൾ പരാജയമാണ്. അങ്ങനെ പരാജയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ജയിലിൽ പോയത്. ഇനിയും ശ്രദ്ധിച്ചില്ലെങ്കിൽ, കാരണം ഈ നമ്മുടെ ശത്രുക്കൾ, അവർക്ക് ഇഷ്ടംപോലെ പണവും സമയമുണ്ട്, അധികാരമുണ്ട്. അവരെപ്പോഴും നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. നമുക്ക് അതിനുള്ള സമയം, നമുക്ക് നമ്മുടെ ജോലി ചെയ്യണം. ഇപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി ചെയ്യണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്രയും വേസ്റ്റ് ആകാൻ ടൈമില്ല. സോ ജാഗ്രത എടുക്കണം. എല്ലാ ആശംസകളും. താങ്ക് യു.